ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ക്ലാസ് ഓറ. നമ്മൾ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞ 5ാമത്തെ ചാപ്റ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. ഇതിനകത്ത് നമ്മൾ പുതിയ എഡീഷൻ NCERT ടെസ്റ്റിനകത്ത് 4th ചാപ്റ്റർ ആണ്. നമ്മുടെ പഴയ ടെസ്റ്റ് ആണെങ്കിൽ അതിനകത്ത് 4th ചാപ്റ്റർ ഡിലീറ്റഡ് ആണ്, 5th ചാപ്റ്റർ വെച്ചാണ്. അപ്പോൾ അധികം കുട്ടികളുടെ കയ്യിലിരിക്കുന്ന 5ാമത്തെ പഴയ ടെസ്റ്റ് ആയതുകൊണ്ട് നമ്മളിത് ചാപ്റ്റർ 5 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം കോംപ്ലക്സ് നമ്പേഴ്സ് ആ വാക്കിൽ തന്നെ ഉണ്ട് അല്ലേ. പലതരത്തിലുള്ള നമ്പർ സിസ്റ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട്. റിയൽ നമ്പർ, നാച്ചുറൽ നമ്പർ, ഇൻഡിജേഴ്സ്, റാഷണൽ നമ്പർ, ഇതെല്ലാം നമ്മൾ പഠിച്ചേക്കണേണ്. ഇറാഷണൽ നമ്പേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഒരു നമ്പർ സിസ്റ്റത്തിനകത്ത് വരുന്നതാണ് കോംപ്ലക്സ് നമ്പർ. ആ വാക്കിൽ തന്നെ ഉണ്ട് അല്ലെ, കോംപ്ലക്സ്. ഇവിടെ നിങ്ങൾ ഈ കോംപ്ലക്സ് നമ്പർ പഠിച്ചിട്ടുണ്ട്. എവിടെയെന്ന് ഓർമ്മയുണ്ടോ? ദാറ്റ് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ b² - 4ac നമ്മൾ പഠിച്ചിട്ടുണ്ട്. b² - 4ac എന്ന് പറയുന്ന <0 ആണ്. അപ്പൊ റൂട്ടിനകത്ത് b² - 4ac വന്ന ഇമാജിനറി റൂട്ടാന്ന് പഠിച്ച ഓർമ്മയുണ്ടോ? അതാണ് ഈ കോംപ്ലക്സ് നമ്പറിനകത്ത് പറഞ്ഞത്, ഇമാജിനറി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കാം നമ്മൾ എങ്ങനെയാണ് ഇതൊരു വരുന്നത് നോക്കാം. ഇപ്പൊ s² = 1 ആണെങ്കിൽ എക്സിന് നമുക്ക് +or-1 എന്ന് എഴുതാം അല്ലെ. കാരണം s² 1 ആണെങ്കിൽ നമുക്ക് അതിന് റൂട്ട് കൊടുത്തു. അപ്പൊ റൂട്ടിനകത്ത് രണ്ട് നമ്പറിൽ നിന്ന് ഒരെണ്ണം വന്നു, +or-1 എന്ന് എഴുതാം. അപ്പൊ സപ്പോസ് s² = 4 ആണെങ്കിലും നിങ്ങൾക്ക് എഴുതാം എന്താണ്, x = +or-√4 = 2 എന്ന് എഴുതാം. ഇവിടെ എല്ലാം പ്ലസ് നമ്പേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ അപ്പൊ x = +or-2 എന്ന് എഴുതാം. അപ്പൊ ഇവിടെ ഇതുപോലെ തന്നെ അങ്ങനെ ഈ വരുന്ന നമ്പറിനകത്ത് ഒരു s² സ്ഥാനത്ത് -1 ആണെന്ന് വെച്ചോ. അപ്പൊ ഇവിടെ നോക്കാം, s² = -1 ആണ്. s² -1 ആണെങ്കിൽ ഈ എക്സിനെ നമുക്ക് √-1 എഴുതി കഴിഞ്ഞാൽ +or-1 എഴുതാൻ പറ്റുമോ? ഇല്ല. എക്സിനകത്ത് √-1 വന്ന ആ നമ്പറിനെ എങ്ങനെ എഴുതാമെന്ന് കണ്ടുപിടിച്ചപ്പോഴാണ് സയന്റിസ്റ്റ് -1 ഒരു വാല്യൂ ഉണ്ട്, അതിനെ i² എന്ന് എഴുതാമെന്ന് കണ്ടുപിടിച്ചത്. അപ്പൊ -1 വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? i² ആണ്. ഇങ്ങനെ ഈ ഇക്വേഷനകത്തേക്ക് നമ്മൾ ഈ -1 വാല്യൂ കൊടുക്കണം. അപ്പൊ x = നമുക്ക് എന്ത് കൊടുക്കാം? i² എന്ന് കൊടുക്കാം. ഇപ്പൊ രണ്ട് നമ്പർ ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ഒരെണ്ണം പുറത്തെടുക്കാം. കാരണം നമ്മൾ നോക്കാം, √a² എന്ന് പറഞ്ഞ √a × √a എന്ന് എഴുതാം അല്ലെ. അപ്പൊ 2a റൂട്ടിൽ നിന്ന് ഒരേ പുറത്തെടുക്കാം. ഇത് നമ്മൾ പഠിച്ചേക്കണെയാണ്. x = i² എങ്ങനെ എഴുതാം? i² നമുക്ക് റൂട്ടിനകത്ത് i × i എന്ന് എഴുതാം അല്ലെ. അപ്പൊ രണ്ടെണ്ണത്തിൽ നിന്ന് ഒരെണ്ണം പുറത്തെടുക്കാലോ, = i വരും. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? രണ്ടെണ്ണത്തിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ റൂട്ട് ഉള്ളതുകൊണ്ട് +or-1 കൊടുക്കാം. അപ്പൊ +or-i എന്ന് എക്സിന്റെ വാല്യൂ കിട്ടും. അപ്പൊ ഈ ഒരു വാല്യൂ വെച്ച് നമുക്ക് ഏതൊരു നമ്പറും നമുക്ക് ഇതുപോലെ റൂട്ടിനകത്ത് നെഗറ്റീവ് നമ്പർ വരുന്നതിനെ കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ സപ്പോസ് s² = -4 ആന്ന് വെച്ചോ. അപ്പൊ ഇവിടെ എന്ത് എഴുതാം? s² = √-4 എന്ന് എഴുതാം. ഈ -4നെ നമുക്ക് എന്ത് എഴുതാം? -1 × 4 എന്ന് എഴുതാം. കാരണം എന്താ? -1നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -4 ആ കിട്ടണേ. അപ്പൊ ഈ √-1 നമുക്ക് എന്ത് എഴുതാം? i² എന്ന് എഴുതാം. i² × 4 എന്ന് എഴുതാം. i² എന്ന് പറയുമ്പോൾ +or-1 എഴുതാം. രണ്ടെണ്ണത്തിൽ നിന്ന് ഒരെണ്ണം പുറത്ത് വരും, i വരും. 4 എന്ന് പറയുമ്പോൾ 2 എഴുതാം. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായി? = ഇവിടെ x², ഇത് x ആണ്, റൂട്ട് കൊടുക്കുമ്പോൾ x ആവും. അപ്പൊ എക്സിന് നമുക്ക് +or-i2 കിട്ടി. ഇതിന് നമുക്ക് +or-2i എന്ന് എഴുതാം. അപ്പൊ എക്സിന്റെ വാല്യൂ എന്തായി മക്കളെ? 2i. ഇത്രയും സ്റ്റെപ്പിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് നേരിട്ട് എഴുതാവുന്നേ ഉള്ളൂ. ഇപ്പൊ s² = -6 ആണ് വെച്ചോ. അപ്പൊ x എന്ന് പറഞ്ഞ എന്താ? √-6 എന്ന് വരും. അപ്പൊ = +or-. ഈ -1 പകരം i കൊടുക്കാം. അവിടെ i² വാല്യൂ കൊടുക്കുന്നൊന്നും വേണ്ട, നേരെ എഴുതാം. i കൊടുത്തു. ഈ 6ന് നമുക്ക് പെർഫെക്റ്റ് റൂട്ട് ഉണ്ടെങ്കിൽ അതിനെ റൂട്ടിനകത്താക്കാം, അല്ലെങ്കിൽ +or-i√6 എന്ന് വരും. ഇപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. s² = -9 ആണെന്ന് വെച്ചോ. അപ്പൊ x എന്ത് വരും? √-9 എന്ന് വരും. √-9നെ +or-1 എന്താ എഴുതാം? i എന്ന് എഴുതാം. 9ന് പെർഫെക്റ്റ് റൂട്ട് ഉണ്ടല്ലോ, അതേതാ? 3. അപ്പൊ നമുക്ക് +or-i3 എന്ന് വരും. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. 3 എക്സാമ്പിൾ. s² = -16 ആണെന്ന് വെച്ചോ. അപ്പൊ x = √-16 വരും. √-16 എന്ന് പറഞ്ഞാൽ √-16 എന്ന് പറയുമ്പോൾ +or-1ന് പകരം i, 16ന്റെ റൂട്ട് എടുക്കുമ്പോൾ = 4 വരും. അപ്പൊ +or-i4 വരും. ദെൻ ഫോർത്ത് എക്സാമ്പിൾ. s² = -7 ആണെന്ന് വെച്ചോ. അപ്പൊ x എന്താ മക്കളെ? √-7 വരും. അപ്പൊ +or-, -1ന് പകരം i എന്ന് കൊടുക്കുക. 7ന് പെർഫെക്റ്റ് റൂട്ട് ഇല്ലാത്തതുകൊണ്ട്
അതിനെ റൂട്ടിനകത്താക്കണം. പെർഫെക്റ്റ് റൂട്ട് ഉള്ളതിനെ നമുക്ക് നമ്പർ ആക്കി എഴുതാം, അല്ലാത്തതിന് നമ്മൾ ആ റൂട്ടിനകത്താക്കി അങ്ങ് എഴുതിയാൽ മതി. √7 തന്നെ കൊടുത്താൽ മതി. ഫിഫ്ത്ത് എക്സാമ്പിൾ നോക്കാം. S² ഈസ് ഈക്വൽ ടു നമുക്ക് തരുന്നിരിക്കുന്ന -36 ആണെന്ന് വെച്ചോ. അപ്പൊ എക്സ് എന്ന് പറയുന്നത് √-36 വരും. ദാറ്റ് ഈസ് ഈക്വൽ -1 പകരം +or-i 36-ന് 6 എന്ന് കൊടുക്കാം. അപ്പൊ നമ്മുടെ ആൻസർ എന്താണെന്ന് നോക്കിയാൽ +or-i6 എന്ന് വരും. ഇതുപോലെ ഏത് നെഗറ്റീവ് നമ്പർ ആണെങ്കിലും ആ നമ്പറിനെ എല്ലാം നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ എഴുതുന്ന, ഇങ്ങനെ റൂട്ടിനകത്ത് നെഗറ്റീവ് നമ്പർ വരുന്ന ആ നമ്പർ സിസ്റ്റത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. ഒരു ജനറൽ ഫോർമുലയുണ്ട്, അത് വെച്ച് നമ്മൾ എന്താണ് അതിൻ്റെ ഇമാജിനറി പാർട്ടും റിയൽ പാർട്ടും എല്ലാം എഴുതും. അത് ആദ്യം നമ്മൾ ഇതിനെ ഈ ഒരു വാല്യൂ സോൾവ് ചെയ്യാൻ പഠിച്ചതിന് ശേഷം മാത്രമാണ് ആ ഒരു ടൈപ്പിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അനദർ എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റിനകത്ത് നമുക്ക് തന്നേക്കണം √-3 എന്നാന്ന് വെച്ചോ. അപ്പോൾ അതിന് നേരെ എഴുതാം എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ±√-1. അപ്പോൾ ഈ -1 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ആ -1 ഒറ്റയടിക്ക് നമുക്ക് എഴുതാം i എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ √3ക്ക് പെർഫെക്റ്റ് റൂട്ട് ഇല്ല, അപ്പോൾ അതിനെ √3 എന്ന് കൊടുക്കാം. അപ്പോൾ ദെൻ 7th എക്സാമ്പിൾ നോക്കുക. √-7 എന്ന് വെച്ചോ, എങ്ങനെ എഴുതാം, +or- ഏതാണ് i അങ്ങനെ തന്നെ വരും. √-1 വരെ i എഴുതി. 7ന് പെർഫെക്റ്റ് റൂട്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ റൂട്ടിനകത്ത് കൊടുത്തു. അടുത്ത് നോക്കുക 8 നമ്മൾ √-9 ആണെന്ന് വെച്ചോ. ദാറ്റ് ഈസ് ഈക്വൽ +or-3i എന്ന് എഴുതാം. 9ന്റെ റൂട്ട് 3 -1ന്റെ i, അത് നേരെ നമുക്ക് അങ്ങനെ എഴുതാം കേട്ടോ. ദെൻ അടുത്ത 9th ക്വസ്റ്റ്യൻ നോക്കുക. √-10 ആണെന്ന് വെച്ചോ. അപ്പോൾ +or-10ന് നമുക്ക് √10 എഴുതാം. -1ന് നമുക്ക് i എന്ന് എഴുതാം. കാരണം -1ന് i² എന്ന് എഴുതേണ്ട ആവശ്യമില്ല, നേരെ അങ്ങ് എഴുതിയാൽ മതി. അടുത്ത 10th ക്വസ്റ്റ്യൻ നോക്കുക. √-25 ആണെന്ന് വെച്ചോ. ദാറ്റ് ഈസ് ഈക്വൽ ടു +or-25ന്റെ റൂട്ട് 5 -1 എന്ത് എടുക്കാം, ദാറ്റ് ഈസ് ഈക്വൽ ടു i. കാരണം -1 എന്ന് പറഞ്ഞാൽ i² ആണ്. ആ i² റൂട്ടിന് പുറത്ത് വരുമ്പോൾ i ആവും. അത് നമ്മൾ അത്ര സ്റ്റെപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. അവിടെ √-100 ആണെന്ന് വെച്ചു. ദാറ്റ് ഈസ് ഈക്വൽ ടു +or-100ന് നമ്മൾ 10 എന്ന് എഴുതാം. -1ന് നമ്മൾ എന്ത് എഴുതാം, i എന്ന് എഴുതാം. ദെൻ 12th ക്വസ്റ്റ്യൻ നോക്കുക. √-5 ആണെന്ന് വെച്ചു. അപ്പോൾ ഇവിടെ എന്ത് വരും, +or-√5 അങ്ങനെ തന്നെ വരും. ഈ -1ന് എന്ത് മക്കളെ, i എന്ന് വരും. അപ്പം ഇതുപോലെ ഏതൊരു നമ്പറിനെയും റൂട്ടിനകത്ത് നെഗറ്റീവ് നമ്പർ വന്ന ഇതേ മോഡൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കുക, എന്താണ് കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞിട്ട് വേണം നമുക്ക് ഈ ഒരു നമ്പറിനെ കോംപ്ലക്സ് നമ്പറിന്റെ ഫോമിൽ എഴുതാൻ പറ്റും. എന്താണ് കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ നോട്ട് ചെയ്യുന്നത് 2 ലെറ്റർ ഉപയോഗിച്ചാണ്. Z or C ആണ് നമ്മൾ കോംപ്ലക്സ് നമ്പറിനെ നോട്ട് ചെയ്യാൻ എടുക്കുന്ന 2 ലെറ്റേഴ്സ്. കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ Z is equal to A + IB. എന്താണ്, ദ നമ്പർ ഈസ് ദ ഫോം ഓഫ് Z equal to A + IB where A is called, A നമ്മൾ പറഞ്ഞതാണ് റിയൽ പാർട്ട് ഓഫ് Z. എക്ക് നമ്മൾ പറയുന്ന പേരെന്താ, റിയൽ പാർട്ട് ഓഫ് Z എന്നാണ്. ഇതിനെ നോട്ട് ചെയ്യാൻ വേണ്ടി RE of Z എന്ന് കൊടുക്കും. എന്താണ്, A ഈസ് കോൾഡ് റിയൽ പാർട്ട് ഓഫ് Z. അതിനെ എങ്ങനെയാണ് നോട്ട് ചെയ്യുന്നത്, RE of Z എന്ന് പറയും. ദെൻ അടുത്ത ബിയെ നമ്മൾ പറയുന്ന പേരാണ് ഇമാജിനറി പാർട്ട് ഓഫ് Z. ബിക്ക് നമ്മൾ പറയുന്ന പേരെന്താ മക്കളെ, ഇമാജിനറി പാർട്ട് ഓഫ് Z എന്ന് പറയുന്നു. അതിന് നമ്മൾ കൊടുക്കുന്നതാണ് IM of Z എന്ന് പറയും. അപ്പൊ എന്താണ്, നമ്മുടെ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ Z equal to A + IB. Then A is called real part of Z and B is called എന്താണ്, ഇമാജിനറി പാർട്ട് ഓഫ് Z ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ എന്താണ്, റിയൽ പാർട്ടിനെ RE of Z എന്നും ഇമാജിനറി പാർട്ടിനെ IM of Z എന്നും നോട്ട് ചെയ്യും. ഒരു കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് ഇപ്പൊ ഈ എയും ബി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു AB belongs to R ആണ് കേട്ടോ. ഏത് റിയൽ നമ്പർ വേണമെങ്കിലും വരാം, കോംപ്ലക്സ് നമ്പറിനകത്ത് ട്രിഗണോമെട്രി ഫംഗ്ഷൻ വരെ എങ്ങനെ വേണമെങ്കിലും വരാം. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾ ഓഫ് കോംപ്ലക്സ് നമ്പർ നോക്കാം. Z is equal to 4 + 3i എന്ന് വെച്ചോ. ഇതൊരു കോംപ്ലക്സ് നമ്പറിന്റെ ജനറൽ ഫോം ആണ്. അതിനകത്ത് റിയൽ പാർട്ട് ഓഫ് Z എന്ന് പറഞ്ഞാൽ ഏതാ, റിയൽ ഓഫ് Z എന്ന് പറയുന്നത് i ഇല്ലാത്ത ടേമാണ്. ദാറ്റ് ഈസ് 4 വരും. ഇമാജിനറി പാർട്ട് ഓഫ് Z എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു i ഉള്ള ടേം ഒരിക്കലും അതിനകത്ത് i പറയരുത്. i ഒഴിച്ചുള്ള നമ്പർ മാത്രമേ നമ്മൾ പറയാമുള്ളൂ. ദെൻ അനദർ എക്സാമ്പിൾ നോക്കാം. സെക്കൻഡ് എക്സാമ്പിൾ Z is equal to -2 + 3i എന്ന് വെച്ചോ. അവിടെ റിയൽ പാർട്ട് ഏതാ മക്കളെ, ദാറ്റ് ഈസ് ഈക്വൽ ടു റിയൽ ഓഫ് Z എന്ന് പറഞ്ഞാൽ -2 വരും. ഇമാജിനറി പാർട്ട് ഓഫ് Z എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 3 വരും. അതായത്
ഐ ഇല്ലാത്ത ടൈമിന് റിയൽ പാർട്ട് എന്നും ഐ ഉള്ള ടൈമിന് നമ്മൾ ഇമാജിനറി പാർട്ട് എന്നും പറയും. ഇമാജിനറി പാർട്ട് എഴുതുമ്പോൾ ഒരിക്കലും നമ്മൾ ആ ക്വസ്റ്റിനകത്തേക്ക് എഴുതുമ്പോൾ ഐ എഴുതരുത്. ഐ ഇല്ലാതെ എഴുതാൻ പോകും. അത് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ദെൻ അടുത്ത ഇസഡ് ഈസ് ഈക്വൽ ടു മൈനസ് ഐ എന്ന് വെച്ചോ. അവിടെ റിയൽ പാർട്ട് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കണം? റിയൽ ഓഫ് ഇസഡ് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ അതിനിങ്ങനെ എഴുതാം, 0 മൈനസ് ഐ എന്ന് എഴുതണം. അപ്പൊ റിയൽ ഓഫ് ഇസഡ് 0 വരും. ഐ എം ഓഫ് ഇസഡ് എന്ന് പറഞ്ഞ് ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് മൈനസ് എന്ന് വരും. അപ്പൊ നമുക്കൊരു കോംപ്ലക്സ് നമ്പർ ഇസഡ് തരുമ്പോൾ, ഇസഡ് ആണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇസഡ് തരുമ്പോൾ 4 മാത്രമുള്ളതെന്ന് വെച്ചോ, അത് ഇസഡ് ഈക്വൽ ടു 4 എന്ന് എഴുതി അതൊരു കോംപ്ലക്സ് നമ്പറാണ്. അപ്പൊ അവിടെ ഇമാജിനറി പാർട്ട് ഇല്ലെങ്കിലും നമുക്ക് അതിന് 0 ആയി എന്ന് കൊടുക്കാം. അപ്പൊ അതിന്റെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് റിയൽ ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു 4 വരും. ഇമാജിനറി ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു 0 വരും. അപ്പൊ ഏതൊരു ക്വസ്റ്റിനകത്താണെങ്കിലും നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് റിയൽ പാർട്ട് ഇല്ലെങ്കിൽ അവിടെ 0 കൊടുക്കാം, ഇമാജിനറി പാർട്ട് ഇല്ലെങ്കിൽ അതിന് 0 ആയി എന്ന് കൊടുക്കാം, ഏത് വേണമെങ്കിലും കൊടുക്കാം. ദെൻ അനദർ എക്സാമ്പിൾ നോക്കാം. ഇസഡ് ഈസ് ഈക്വൽ ടു ഹാഫ് മൈനസ് 3/2 ഐ എന്ന് വെച്ചോ. നമുക്ക് റിയൽ നമ്പർ നാച്ചുറൽ നമ്പർ വരണമെന്ന് ഒരു നിർബന്ധമില്ല. ഡെസിമൽ നമ്പർ വരാം, റാഷണൽ നമ്പർ വരാം, ഏത് നമ്പറുകൾ വേണമെങ്കിലും നമുക്ക് ഇവിടെ വരാം. അപ്പൊ ഇതിനകത്ത് റിയൽ ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 വരും. ഇമാജിനറി ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 3/2 വരും. റിയൽ പാർട്ട് എന്താണ്? 1/2 ആണ്. ഇമാജിനറി പാർട്ട് അവിടെ മൈനസ് 3/2 ആണ്. ഇമാജിനറി പാർട്ട് പറയുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഐ എഴുതരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ദെൻ അനദർ എക്സാമ്പിൾ നോക്കാം. 3i മൈനസ് 4 ആണ്. ആദ്യം കിടക്കുന്നത്, പല കുട്ടികൾക്കും തെറ്റിപ്പോകുന്നതാണ്, ആദ്യം കിടക്കുന്നത് റിയൽ പാർട്ടെന്ന് എടുക്കരുത്. ഈ ഉള്ളത് ഇമാജിനറി പാർട്ട് തന്നെയാണ്. അപ്പൊ ഇവിടെ റിയൽ ഓഫ് ഇസഡ് എന്ന് പറഞ്ഞ ഏതാ? ഐ ഇല്ലാത്ത ടൈം ദാറ്റ് ഈസ് ഈക്വൽ ടു -4 ആണ്. ഇമാജിനറി ഓഫ് ഇസഡ് എന്ന് പറഞ്ഞ ഏതാ? ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ആണ്. അവിടെ ഒരിക്കലും ഐ പറയേണ്ട ആവശ്യമില്ല. ദെൻ അനദർ എക്സാമ്പിൾ നോക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ഇസഡ് ഈസ് ഈക്വൽ ടു 5i മൈനസ് 3/2 ആണ്. അവിടെ റിയൽ പാർട്ട് ഏതാ മക്കളെ? ഐ ഇല്ലാത്തതാണ് റിയൽ പാർട്ട്. അപ്പൊ റിയൽ ഓഫ് ഇസഡ് എന്ന് പറഞ്ഞ ഏതാണ്? മൈനസ് 3/2 ആണ്. ഇമാജിനറി ഓഫ് ഇസഡ് എന്ന് പറഞ്ഞ ഏതാ? ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ആണ്. അവിടെ ഒരിക്കലും എന്താണ്? ഐ പറയേണ്ട ആവശ്യമില്ല. ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ ഐ ഇല്ലാതെ പറയുന്ന ഇമാജിനറി പാർട്ട്. അപ്പൊ ഐ എം ഓഫ് ഇസഡ് 5 മാത്രം മതി. അവിടെ ഐയുടെ കാര്യം ആവശ്യമില്ല. ഐ എഴുതുകയും നിങ്ങൾ ചെയ്യരുത് കേട്ടോ, അതൊക്കെ ശ്രദ്ധിച്ചോളാം. അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇസഡ് ഈസ് ഈക്വൽ ടു 13th എക്സാമ്പിൾ. ഇസഡ് ഈസ് ഈക്വൽ ടു 1/2 ഐ പ്ലസ് 4/3 ആണ്. റിയൽ പാർട്ട് ഏതാ? 4/3 ആണ്. റിയൽ ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ ഐ ഇല്ലാത്ത ടൈം ദാറ്റ് ഈസ് ഈക്വൽ ടു 4/3. ഐ എം ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ആണ് വരും. ഐയോടെ പറയുക ചെയ്യരുത് കേട്ടോ. ഇനി ഇവിടെ നമുക്ക് എപ്പോഴും നമ്മൾ ഇവിടെ തന്നേക്കുന്നത് ഒരു നാച്ചുറൽ നമ്പറോ റിയൽ നമ്പറോ വേണമെന്ന് ഒരു നിർബന്ധമില്ല. ട്രിഗണോമെട്രി ഫംഗ്ഷൻ വരാം. ഇസഡ് ഈസ് ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് വെച്ചോ. അവിടെ റിയൽ പാർട്ട് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ റിയൽ ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് തീറ്റയാണ്. ദെൻ അടുത്ത് ഐ എം ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ട് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ. റിയൽ പാർട്ട് എന്താണ്? കോസ് തീറ്റ. ഇമാജിനറി പാർട്ട് എന്താണ്? സൈൻ തീറ്റയാണ്. അപ്പൊ ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആയിക്കോട്ടെ, ഏത് ഫംഗ്ഷൻ വേണമെങ്കിലും നമുക്കിവിടെ എന്താണ്? കോംപ്ലക്സ് ഫോമിൽ എഴുതാം. അതിന് റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും നമുക്ക് എഴുതാം. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ എന്താണെന്നും അതിൻ്റെ റിയൽ പാർട്ട് എന്താണെന്നും ഇമാജിനറി പാർട്ട് എന്താണെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് സിക്കൽ ഇസഡ് എന്ന് പറയുന്നത് a+ib ആണെങ്കിൽ ഇവിടെ എന്താണ്? നമ്മുടെ കോംപ്ലക്സ് നമ്പറിനകത്ത് റിയൽ ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എ ആയിരിക്കും. ഇമാജിനറി ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ആയിരിക്കും ഒരു കോംപ്ലക്സ് നമ്പറിനകത്ത്. ഇപ്പം എപ്പോഴും ഇസഡ് ഈസ് ഈക്വൽ ടു a+iയിൽ a+ib-ക്കകത്ത് എ എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ടും ബി എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടും ആവും. അങ്ങനെയാണെങ്കിൽ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ആണ്. ഓഫ് ഇസഡ്, കോൺജുഗേറ്റ് ഓഫ് ഇസഡ്. ഒരു കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇസഡ് ഇസ് ഈക്വൽ ടു a+ib ആണെന്ന് വെച്ചോ. ഇതിൻ്റെ കോൺജുഗേറ്റിനെ ഇസഡ് ബാർ എന്ന് നമ്മൾ നോട്ട് ചെയ്യും. കോൺജുഗേറ്റ് ഓഫ് ഇസഡിനെ എങ്ങനെയാണ് പറയുന്നത്? ഇസഡ് ബാർ. അതായത് ഇതിനെ നോട്ട് ചെയ്യുന്ന ഇസഡ് ബാർ ആണ്. ഇസഡ് ബാർ എന്ന് പറയുന്ന ഇമാജിനറി പാർട്ട് ഏതാണോ അതിൻ്റെ സൈൻ ഓപ്പോസിറ്റ് ആവും. നടുക്കുന്ന ഒരിക്കലും കരുതരുത്. ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ ഓപ്പോസിറ്റ് ആവും. അപ്പോൾ ഇവിടെ ഏതാ മക്കളെ? ഇമാജിനറി പാർട്ട് ഐ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ സൈൻ ഓപ്പോസിറ്റ് ആകുമ്പോൾ എന്ത് വരും? a-ib എന്ന് വരും. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം.
ഇസഡ് ഇസ് ഈക്വൽ ടു 4 മൈനസ് 3i ആണെന്ന് വെച്ചോ. അതിൻ്റെ കോൺജുഗേറ്റ് ഇസഡ് ബാർ എന്ന് പറയുന്നത് 4 പ്ലസ് 3i ആയിരിക്കും. കാരണം ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആവും, പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആവും. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇസഡ് ഇസ് ഈക്വൽ ടു 4 മൈനസ് 5/2i ആണെന്ന് വെച്ചോ. ഇസഡ് ബാർ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു 4 പ്ലസ് 5/2i എന്ന് വരും. അതായത് ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആവും, പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആവും. ദെൻ തേർഡ് എക്സാമ്പിൾ നോക്കാം. ഇസഡ് ഈസ് ഈക്വൽ ടു 5i മൈനസ് 3 ആണ്. ഇവിടെ എപ്പോഴും എഴുതുമ്പോൾ നമ്മൾ നേരെ കൊണ്ടുപോയി നടുക്കത്തെ സൈൻ പോസിറ്റീവ് ആക്കി വെക്കരുത്. ഇമാജിനറി പാർട്ടിൻ്റെ സൈന് ഓപ്പോസിറ്റ് ആവണേ. അപ്പോൾ ഇവിടെ ഇമാജിനറി പാർട്ട് ഏതാ? 5i ആണ്. അപ്പോൾ അതിൻ്റെ സൈനാ ഓപ്പോസിറ്റ് ആവുള്ളൂ. അതാണ് മൈനസ് 5i ആവും. ഈ മൈനസ് 3ക്ക് ഒരു മാറ്റമില്ല. റിയൽ പാർട്ടിന് ഒരു ചേഞ്ചും വരുത്തരുത് കേട്ടോ. ഇപ്പം നാലാമത്തെ എക്സാമ്പിൾ നോക്കാം. ഇസഡ് ഇസ് ഈക്വൽ ടു 4i പ്ലസ് 2 ആണെന്ന് വെച്ചോ. ഇസഡ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് 4i പ്ലസ് 2 ആയിരിക്കും. കാരണം ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആവും, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആവും. ഏതിൻ്റെ സൈനാണ്? ഇമാജിനറി പാർട്ടിൻ്റെ സൈനാണ്. ഇവിടെ നോക്കാം. അനദർ എക്സാമ്പിൾ നോക്കാം. ഇസഡ് ഇസ് ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റയാണ്. ട്രിഗണോമെട്രി ഫംഗ്ഷനാണ്. അതിൻ്റെ ഇസഡ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസഡ് ബാർ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ വരും. ഇതാണ് അതിൻ്റെ ഇമാജിനറി പാർട്ട്, നേരെ ഓപ്പോസിറ്റ് ആവും. അപ്പോൾ പ്ലസ് ഐ എന്നുള്ളത് മൈനസ് ഐ ആവും. ക്ലിയർ ആയല്ലോ? ദെൻ അനദർ എക്സാമ്പിൾ നോക്കാം നമുക്ക്. സിക്സ്ത് എക്സാമ്പിൾ. ഇസഡ് ഈസ് ഈക്വൽ ടു 3 പ്ലസ് റൂട്ട് മൈനസ് 7 ആണെന്ന് വെച്ചു. ഇവിടെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എഴുതണം. ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ ആദ്യം നമ്മൾ മാറ്റണം. 3 പ്ലസ് ഈ റൂട്ട് മൈനസ് 7 എങ്ങനെ എഴുതാം? പ്ലസ് ഓർ മൈനസ് ഐ എന്ന് എഴുതാം അല്ലേ? ദെൻ -1 പ്ലസ് ഓർ മൈനസ് 7 റൂട്ട് 7 എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് 2 കോംപ്ലക്സ് നമ്പർ കിട്ടും. ഒരു കോംപ്ലക്സ് നമ്പർ 3 പ്ലസ് ഐ റൂട്ട് 7 ഇതിനെ നമുക്ക് Z1 എന്ന് കൊടുക്കാം. രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പർ Z2 ഈക്വൽ 3 മൈനസ് ഐ റൂട്ട് 7 കിട്ടും. അതായത് നമ്മളൊരു കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ഈ റൂട്ട് -7 ആണെങ്കിൽ അതിനെ പ്ലസ് ഓർ മൈനസ് ഐ റൂട്ട് 7 എന്ന് എഴുതി. ഇനി ഇതിനകത്ത് Z1ൻ്റെ റിയൽ പാർട്ട് ഓഫ് Z1 എന്ന് പറഞ്ഞാൽ അവിടെ 3 വരും. ഇമാജിനറി പാർട്ട് ഓഫ് Z1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 7 വരും. ഇനി അവിടെ നമുക്ക് തന്നേക്കണത് നെഗറ്റീവ് എടുത്താൽ ഈ Z2 എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിയൽ പാർട്ട് ഏത് വരും? 3 വരും. അപ്പം ഇതിൻ്റെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കാം. റിയൽ ഓഫ് Z2 എന്ന് പറയുന്നത് 3 വരും. ഇമാജിനറി ഓഫ് Z എന്ന് പറഞ്ഞാൽ ഏത് വരും മക്കളെ? ഇമാജിനറി ഓഫ് Z എന്ന് പറഞ്ഞാൽ മൈനസ് റൂട്ട് 7 വരും. മൈനസ് റൂട്ട് 7 വരും. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ കിട്ടണമെങ്കിൽ അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇതിനെ റൂട്ടിന് പുറത്താക്കണം. ഇതിനെ എങ്ങനെ എഴുതാം? പ്ലസ് ഓർ മൈനസ് -1 ഐ എന്നും റൂട്ട് -1 നമുക്ക് ഐ സ്ക്വയർ വരും. ഐ സ്ക്വയർ റൂട്ടിന് പുറത്ത് വരുമ്പോൾ ഐ വരും. അത് ഒറ്റയടിക്ക് എഴുതാവുന്നേ ഉള്ളൂ. റൂട്ട് 7 അങ്ങനെ തന്നെ എഴുതും. അപ്പോൾ 3 പ്ലസ് ഓർ മൈനസ് ഐ റൂട്ട് 7 എന്ന് പറഞ്ഞ 2 വാല്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്തു. ഈ 3 പ്ലസ് ഐ റൂട്ട് 7 Z1 എന്നും Z2 ഈക്വൽ 3 മൈനസ് ഐ റൂട്ട് 7 എന്നും കൊടുത്തു. അപ്പോൾ അതിൻ്റെ റിയൽ പാർട്ട് ഏതാണ്? 3 ആണ്. ആദ്യത്തെ Z1ൻ്റെ റിയൽ പാർട്ട് 3, ഇമാജിനറി പാർട്ട് റൂട്ട് 7 വരും. Z2ൻ്റെ റിയൽ പാർട്ട് ഏത് വരും? 3 വരും. അതിൻ്റെ ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ ഐ ഒഴിച്ചുള്ളത് വരുമ്പോൾ ആ നെഗറ്റീവും കൂടെ ചേർത്ത് പറയണം. അപ്പോൾ ആൻസർ എന്നാ മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് റൂട്ട് 7 വരും. ഇതിൻ്റെ തന്നെ വേറെ മോഡൽ ക്വസ്റ്റ്യൻസോടെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ സൈഡ് നമുക്ക് തന്നേക്കണത് 4 മൈനസ് റൂട്ട് -5 എന്ന് വെച്ചോ. ഇതിൻ്റെ നമുക്ക് കോൺജുഗേറ്റ് എഴുതണം, റിയൽ പാർട്ട് എഴുതണം, ഇമാജിനറി പാർട്ട് എഴുതണം. അപ്പോൾ Z ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ 4 മൈനസ് പ്ലസ് ഓർ മൈനസ് എന്ത് കൊടുക്കാം? പ്ലസ് ഓർ മൈനസ് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു അത് കൊടുത്താൽ മതി. ഈ മൈനസ് നോക്കേണ്ട ആവശ്യമില്ല നമുക്കവിടെ. പ്ലസ് ഓർ മൈനസ് റൂട്ട് 5 എന്ന് വരും. അതായത് ഓൾറെഡി ഒരു മൈനസ് കിടപ്പുണ്ട്. പ്ലസ് ഓർ മൈനസ് വരുമ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ ഇവിടെ നടുക്ക് മൈനസ് ആണെങ്കിലും പ്ലസ് ആണെങ്കിലും പ്ലസ് ഓർ മൈനസ് ഇടുമ്പോൾ ഓൾറെഡി അവിടെ വന്നോളും. അത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 4 പ്ലസ് ഓർ മൈനസ് ഐ റൂട്ട് 5 വരും. അപ്പോൾ അതിൻ്റെ റിയൽ പാർട്ട് ഓഫ് Z എന്നായിരിക്കും വെച്ചിങ്ങളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 4 വരും. അപ്പോൾ ഈ ഒരു നമ്പറിൻ്റെ കോൺജുഗേറ്റ് നമ്മൾ കണ്ടുപിടിക്കും. അന്നേരം നമ്മൾ Z1 എന്ന് കൊടുക്കുക. 4 മൈനസ് ഇനി തന്നിരിക്കുന്നതിനെ ഒന്നോടെ എടുത്തെഴുതാം. 4 മൈനസ് ഐ റൂട്ട് 5 കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ Z1 ബാർ എന്ന് പറഞ്ഞാൽ എന്ത് വരും മക്കളെ? 4 പ്ലസ് ഐ റൂട്ട് 5 വരും. ഒരെണ്ണം ആൻസറായി. രണ്ടാമത്തേന് പോസിറ്റീവ് വരുന്നതിന് നമ്മൾ Z2 എന്ന് കൊടുക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 പ്ലസ് ഐ റൂട്ട് 5 വരും. അപ്പോൾ അതിൻ്റെ കോംപ്ലക്സ് നമ്പറിൻ്റെ കോൺജുഗേറ്റ് Z ബാർ എന്തായിരിക്കും? Z2 ബാർ എന്തായിരിക്കും?
4 - I√5 ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് തന്നിരിക്കുന്ന രണ്ട് നമ്പർ പ്ലസ് ഓർ മൈനസ് വരുവാണെങ്കിൽ അതിനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എഴുതിയിട്ട് അതിൻ്റെ കോൺജുഗേറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് നോക്കുന്ന എളുപ്പമായിരിക്കും മനസ്സിലാക്കാനായിട്ട്. ഈ മോഡൽ ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. 5 - √3i ആണെന്ന് വെച്ചു നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നേക്കണ ക്വസ്റ്റിനകത്ത് ഓൾറെഡി 5 - √3i ആണ്. ഐ ഓൾറെഡി തന്നേക്കുവാണ്. അപ്പോൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. Z ബാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, 5 + √3i എന്ന് എഴുതാം, ഒരു മാറ്റവും ഇല്ല. അതേസമയം നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. Z = 7 + √-3 ആണെന്ന് വെച്ച് തന്നേക്കണം. അവിടെ തരുമ്പോൾ നമ്മൾ നോക്കണം, ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആൻസർ എഴുതാം നമ്മൾ. അപ്പോൾ Z എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം, 7 ± I√3 എന്ന് എഴുതാം. കാരണം റൂട്ടിനകത്ത് നെഗറ്റീവ് നമ്പർ വന്നാൽ അതിന് എന്താണ് -1 എന്ന് പറയുന്ന I² ആണ്. I² റൂട്ടിന് പുറത്ത് വരുമ്പോൾ +i വരും. അപ്പോൾ നമുക്കിടെ Z കിട്ടി 7 ± I√3 എന്ന് കിട്ടി. അപ്പോൾ Z1 കൊടുക്കാം നമുക്ക്. 7 + I√3 കൊടുത്താൽ ഒരു നമ്പർ കൊടുത്തു. അപ്പോൾ അതിൻ്റെ Z1 ബാർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, 7 - I√3 എന്ന് പറയും. Z2 എന്ന് പറയുന്നത് 7 - I√3 കൊടുക്കണം. അതായത് ഇത് ഒരെണ്ണം എടുത്തു, ഇത് രണ്ടാമത്തെ നമ്മൾ അതിനകത്ത് എടുത്തു. അപ്പം Z2 ബാർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 7 + I√3 ആയിരിക്കും. അതായത് ഒരു ക്വസ്റ്റ്യനകത്ത് നമ്മൾ എന്താ വേണ്ടത്, റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കോൺജുഗേറ്റ് കണ്ടുപിടിക്കാനായിട്ട് റിയൽ പാർട്ടിന് ഒന്നും ചെയ്യരുത്, ഇമാജിനറി പാർട്ട് എന്താണോ അതിൻ്റെ സൈൻ ഓപ്പോസിറ്റ് ആക്കണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ നമുക്ക് തന്നേക്കണ ക്വസ്റ്റിനകത്ത് ഏത് വേണമെങ്കിലും ഇതുപോലെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത് നോക്കാം, നാലാമതൊരു എക്സാമ്പിൾ. Z = 4 - √-7 ആണ് തന്നേക്കണേ. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം, നമുക്ക് ആദ്യം 4 മൈനസ് ഈ √-7 +/- √7i എന്ന് എഴുതാം. അപ്പോൾ 4 - +/- √7i എന്ന് എഴുതാം. ഇതിന് നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും, 4 മൈനസ് ഈ മൈനസും പ്ലസും -√7i. അത് വേറെ ഒന്നും നോക്കണ്ട, ഒരെണ്ണം നെഗറ്റീവ് ഇടുക, ഒരെണ്ണം പോസിറ്റീവ് ഇടുക, അത്രയേ ഉള്ളൂ. അതിന് നമ്മൾ Z1 എന്ന് കൊടുക്കണം. നെഗറ്റീവ് എടുത്തതിന് Z1 കൊടുക്കണം. ഇനി Z2 എന്ന് പറഞ്ഞതിന് പോസിറ്റീവ് എടുത്ത് കൊടുക്കണം. അപ്പോൾ ഈ നെഗറ്റീവും +√7i ആവില്ലേ. അപ്പോൾ ഇവിടെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഓരോന്നിനും നെഗറ്റീവ് കൊടുക്കുക, ഓരോന്നിനും പോസിറ്റീവ് കൊടുത്തങ്ങ് എഴുതിയാൽ മതി, വേറെ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ Z1 ബാർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മക്കളെ, ഈ നെഗറ്റീവ് എന്തായി മാറും, 4 + √7i ആയി മാറും. ഈ പോസിറ്റീവ് Z2 ബാർ എന്തായി മാറും, ഈ 4 ഇതെന്താവും, പ്ലസ് എന്ന് പറഞ്ഞാൽ -√7i ആവും. ഇതിങ്ങനെ സെപ്പറേറ്റ് തിരിച്ച് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ അത് ഒറ്റയടിക്ക് നമുക്ക് +/- എഴുതിയാലും പ്രശ്നമൊന്നുമില്ല, മാർക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളൊരു കോംപ്ലക്സ് നമ്പർ എന്താണെന്നും അതിൻ്റെ കോൺജുഗേറ്റ് എന്താണെന്നും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അതുപോലെ തന്നെ മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്താണെന്ന് നോക്കാം. എന്താണ് മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ? മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഇപ്പോൾ Z = a+ib എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പർ ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ മോഡുലസ് Z എന്ന് പറഞ്ഞാൽ √(a² + b² ആയിരിക്കും. അതായത് റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ ആയിരിക്കും. അവിടെ നെഗറ്റീവോ പോസിറ്റീവോ ഇതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, നേരെ ആ നമ്പറിൻ്റെ സ്ക്വയർ കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാണ് നമ്മുടെ മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. Z = 5 + 3i ആണെന്ന് വെച്ചോ. Z 5 + 3 ആണെങ്കിൽ മോഡുലസ് ഓഫ് Z എന്ന് പറഞ്ഞാൽ √(ഈ 5ൻ്റെ സ്ക്വയർ = 25 നേരെ എഴുതാം, പ്ലസ് ഈ 3യുടെ സ്ക്വയർ = 9. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ മക്കളെ, 25 + 9 = 34 വരും. അപ്പോൾ നമ്മളൊരു കോംപ്ലക്സ് നമ്പർ നമുക്ക് തന്നിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് വേറെ നേരെ എഴുതാം, റിയൽ പാർട്ടിൻ്റെ സ്ക്വയറും ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയറും അങ്ങ് എഴുതിയാൽ മാത്രം മതി. അതിനകത്ത് നെഗറ്റീവ് ആണെങ്കിൽ പോലും. സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. Z = 5 - 2i എന്ന് വെച്ചോ. അതിൻ്റെ മോഡുലസ് ഓഫ് Z എന്ന് പറഞ്ഞാൽ √5ൻ്റെ സ്ക്വയർ = 5ൻ്റെ സ്ക്വയർ വേണമെങ്കിൽ എഴുതാം കേട്ടോ. 5ൻ്റെ സ്ക്വയർ പ്ലസ് -2 എഴുതി എങ്ങനെ എഴുതണം, -2² എന്ന് എഴുതണം. അല്ലാതെ ബ്രാക്കറ്റ് ഇടാതെ നമുക്ക് അവിടെ എഴുതാൻ പറ്റത്തില്ല. അതങ്ങനെ വരുമ്പോൾ നമ്മൾ അറിയാതെ എങ്ങാനും തെറ്റിപ്പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒറ്റ സ്റ്റെപ്പിൽ എഴുതാൻ പറഞ്ഞേക്കണം. 5ൻ്റെ സ്ക്വയർ 25 ഇത്രയും മതി, പ്ലസ് ഈ 2ൻ്റെ സ്ക്വയർ = 4. അപ്പോൾ -2ൻ്റെ സ്ക്വയർ 4 കറക്റ്റ് അല്ലേ നോക്കി. അപ്പോൾ നേരെ എഴുതാം, തെറ്റിപ്പോയിരിക്കും. ഇവിടെ നെഗറ്റീവ് എഴുതിയാൽ നിങ്ങൾ നിർബന്ധമായിട്ടും ബ്രാക്കറ്റ് ഇടണം, അല്ലെങ്കിൽ അത് -4 ആയി പോകും നിങ്ങൾ എഴുതുമ്പോൾ. അപ്പോൾ തെറ്റിപ്പോകും നമ്മുടെ ആൻസർ. തെറ്റിപ്പോയിരിക്കാൻ വേണ്ടി നേരെ എഴുതിക്കോ, ഒരു പ്രശ്നമില്ല. അപ്പോൾ √29 വരും. പെർഫെക്റ്റ് റൂട്ട് ഉണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ എഴുതുക നമ്മൾ. തേർഡ് എക്സാമ്പിൾ നോക്കാം. Z = 1 - i ആണ്.
മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഏതാണ് 1ന്റെ സ്ക്വയർ 1 എഴുതിയ പ്ലസ് ഈ ഐയുടെ കോയഫിഷ്യന്റ് -1 ആണ്. അപ്പം -1 ദ ഹോൾ സ്ക്വയർ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. അപ്പം എഴുതണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ വെറുതെ 1 എഴുതിയാലും മതി. 1 + 1 വരും. അപ്പോൾ ആൻസർ ഈസ് √2 വരും. കണ്ടോ, ഈ 1ന്റെ സ്ക്വയർ 1, ഈ -1ന്റെ സ്ക്വയർ 1. അപ്പോൾ 1 + 1 √2. നേരെ നമുക്ക് ആൻസറിലേക്ക് എത്താം. അല്ലാതെ നെഗറ്റീവോ സ്ക്വയർ എടുക്കേണ്ടെന്ന് ആവശ്യമില്ല നമുക്ക് അവിടെ കേട്ടോ. ഇസഡ് ഇസ് ഈക്വൽ ടു അടുത്ത നോക്കുക 3 - 2y. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഈ 3യുടെ സ്ക്വയർ 9 -2ന്റെ സ്ക്വയർ 4 ഒറ്റയടിക്ക് √13 നമുക്ക് എഴുതിയാൽ മതി. ദെൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇസഡ് ഈസ് ഈക്വൽ ടു 1 + i. 1 + i മോഡുലസ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1ന്റെ സ്ക്വയർ എന്നാ 1 പ്ലസ് ഈ ഐയുടെ കോയഫിഷ്യന്റ് 1 ആണ്. അപ്പോൾ 1ന്റെ സ്ക്വയർ 1. അപ്പോൾ ആൻസർ ഈസ് √2 ആണ്. സ്റ്റെപ്പിന്റെ ആവശ്യമില്ല അവിടെ. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കുക. ഇസഡ് ഈസ് ഈക്വൽ ടു ½ - i ആണെന്ന് വെച്ചോ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇസഡ് എന്താ? ഹാഫിൻ്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു വേണമെങ്കിൽ എഴുതാം, റൂട്ട് എഴുതാം, എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. -1ന്റെ സ്ക്വയർ -1 സ്ക്വയർ വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ 1 എന്നങ്ങ് എഴുതിയാലും മതി. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 + 1. അപ്പോൾ ആൻസർ ഈസ് 5/4 വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സ്റ്റെപ്പ് -1 ഹോൾ സ്ക്വയർ എഴുതണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾ നേരെ എഴുതിയാൽ മതി. 1/2ന്റെ സ്ക്വയർ 1/4, ഈ ഐയുടെ കോയഫിഷ്യന്റ് -1ന്റെ സ്ക്വയർ 1. അപ്പോൾ നേരെ മൾട്ടിപ്ലൈ ചെയ്ത് √5/4 എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ? ഒരു കോംപ്ലക്സ് നമ്പറിനകത്ത് നമുക്ക് എന്താണ്, നമ്മൾ കോംപ്ലക്സ് നമ്പർ, അതിൻ്റെ കോൺജുഗേറ്റ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ റിയൽ പാർട്ടെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്കറിയാം നമ്മൾ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ പവർ ഓഫ് i. എന്താ മക്കളെ? ഇൻ്റഗ്രൽ പവർ ഓഫ് i ആണ്. എന്താണ് ഇൻ്റഗ്രൽ പവർ ഓഫ് i? നമുക്കറിയാം i² എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു -1 ആണ്. നമുക്ക് വാല്യൂ അറിയാം. i² വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. ഇവിടെ നമുക്ക് നോക്കാം. ഇപ്പോൾ i⁻²00 ആണെന്ന് വെച്ചോ. ഇതിനെ നമുക്ക് i² ഇത് പ്രോഡക്റ്റ് ചെയ്യാൻ പാടില്ലേ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ വരുമ്പോൾ ഇതിനെയൊക്കെ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് അറിയാവുന്നതാണ് ഇൻ്റഗ്രൽ പവർ ഓഫ് i എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ ഇൻ്റഗ്രൽ പവർ ഓഫ് i? അത് നമുക്ക് 2 ഫോർമുലയുണ്ട്. ഒരു ഫോർമുല വെച്ച് പഠിക്കാം. അത് വെച്ച് നമുക്ക് ഓഡ് നമ്പറോ ഈവൻ നമ്പറോ എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. i⁻²n-നകത്ത് 1 if n ഈസ് ഈവൺ. n എന്ന് പറയുന്നത് ഈവൺ നമ്പർ ആണെങ്കിൽ ഈ i⁻²n-നകത്ത് ആൻസർ 1 ആയിരിക്കും. ഇതിൻ്റെ ആൻസർ 1 ആയിരിക്കും. ഇനി -1 if n ഈസ് ഓഡ് നമ്പർ ആണെങ്കിൽ, -1 if n ഈസ് ഓഡ് നമ്പർ ആണെങ്കിൽ, ഓഡ് നമ്പർ ആണെങ്കിൽ ഇതിനകത്ത് i⁻²n-ന്റെ വാല്യൂ എന്തായിരിക്കും? -1 ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ ഇൻ്റഗ്രൽ പവർ ഓഫ് i എന്ന് പറയുന്നത്. ഈ ഒരു ഫോർമുല വെച്ചാണ് നമ്മൾ എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഇവിടെ നോക്കാം. ഇപ്പം ഇങ്ങനെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് i⁻400 ആണെന്ന് വെച്ചോ. ഈ 400നെ നമ്മൾ i² എന്ന് പറഞ്ഞാൽ 200 പ്രാവശ്യം എഴുതാൻ പറ്റുന്ന കാര്യമാണോ? അല്ല. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതും? i⁻2 × 400ന്റെ നേരെ പകുതി എടുക്കണം. 2ന് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ നേരെ ഹാഫാണ്. അപ്പോൾ 400ന്റെ പകുതി എത്രയാണ് വെച്ചിട്ടുള്ളത്? ദാറ്റ് ഈസ് ഈക്വൽ ടു 200 വരും. എന്നിട്ട് നോക്കണം ഈ 200 ഈവൺ ആണോ ഓഡാണോ നോക്കണം. അത് ഈവൺ നമ്പർ അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? 1 ആണ്. അപ്പോൾ ആൻസർ ഈസ് 1 വരും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. i⁻500 ആണെന്ന് വെച്ചോ. i⁻500നെ i × 2 × 250 എന്ന് എഴുതാം. 250 എന്ന് എഴുതാം. 250 ഈവൺ ആണോ ഓഡാണോ? ഈവൺ നമ്പറാ അല്ലേ? അപ്പോൾ അതിൻ്റെ ആൻസർ എന്നാ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 വരും. ദെൻ അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക. i⁻54 ആണെന്ന് വെച്ചോ. i⁻54നെ i × 2 × 27 എന്ന് എഴുതാം. 54ന്റെ പകുതി കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ വേണമെങ്കിൽ കേട്ടോ. അപ്പോൾ ഈ 27 ഓഡാണോ ഈവൺ ആണോ? ഓഡ് നമ്പറാണ്. അപ്പോൾ അത് ആൻസർ എന്നാ? ദാറ്റ് ഈസ് ഈക്വൽ ടു -1. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കുക. i⁻3000 ആണെന്ന് വെച്ചോ. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ i × 2 × 1500 എന്ന് എഴുതാം. ഈ 1500 എന്ന് പറയുന്നത് ഈവൺ ആണോ ഓഡാണോ? ഈവൺ നമ്പറാണ്. അപ്പോൾ ആൻസർ എന്നാ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 വരും. അപ്പോൾ ഏത് നമ്പറിനെ ഇതുപോലെ എഴുതാൻ പറ്റും. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ i⁻100 ആണെന്ന് വെച്ചോ. അതിനെങ്ങനെ എഴുതാം? i⁻2 × 50 എന്ന് എഴുതാം. 50 എന്ന് എഴുതാം. ഈ 50 ഓഡാണോ ഈവൺ ആണോ? ഈവൺ നമ്പറാണ്. അപ്പോൾ ആൻസർ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. ഇനി അനദർ എക്സാമ്പിൾ നോക്കാം നമുക്ക്. സിക്സ്ത് ക്വസ്റ്റ്യൻ i⁻272 ആണെന്ന് വെച്ചു. ഇതിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ 272 എന്ന് പറഞ്ഞാൽ i⁻2 × 272നെ നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് അടിച്ച് പകുതി എടുത്തു. അതാണ് എളുപ്പം കേട്ടോ. അപ്പോൾ ഇവിടെ 1 വരും. ദെൻ 7-നകത്ത് 3 വരും. അപ്പോൾ റിമൈൻഡർ 1 വരും. ദാറ്റ് ഈസ് ഈക്വൽ 12 വരും. 136 വരും. 136 വരും.
ഈ 136 എന്ന് പറഞ്ഞ ഈവൺ ആണോ ഓടാണോ? ഈവൺ നമ്പറാ. അപ്പോൾ ആൻസർ തന്നെ നമുക്ക് 1 വരും. കറക്റ്റ് അല്ലേ? ഇനി അടുത്ത് നോക്കുക, ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. I raised to 322 ആണെന്ന് വെച്ചു. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? I raised to 2 into 322ന്റെ പകുതി. അപ്പോൾ ഇവിടെ നമുക്ക് വരുമ്പോൾ 1 വരും, 12 6 വരും, 1 വരും, 161 വരും. നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്താൽ മതി. ഈ 161 ഓടാണോ ഈവൺ നമ്പർ ആണോ മക്കളെ? ഓഡ് നമ്പർ അല്ലേ? അതിൻ്റെ ആൻസർ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു -1 വരും. ദെൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. I raised to, ദെൻ ഇച്ചിരി വലിയ നമ്പറാണ്, 5000 ആണെന്ന് വെച്ചു. അപ്പോൾ ഇവനെ എങ്ങനെ എഴുതാം? I raised to 2 into 2500 എന്ന് എഴുതാം. ഈ 2500 ഈവൺ ആണോ ഓടാണോ? ഈവൺ നമ്പറാ. അപ്പോൾ ആൻസർ എന്നാ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. ഇതുപോലെ എത്ര ഹയർ നമ്പർ വന്നാലും ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇവിടെ നോക്കാം, ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. I raised to 1000. ദെൻ 10th ക്വസ്റ്റ്യൻ I raised to 510. ദെൻ 11th ക്വസ്റ്റ്യൻ I raised to 600. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈവൺ നമ്പർ ഇൻ്റഗ്രൽ പവർ വരുമ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇതേപോലെ ഓഡ് നമ്പർ വരുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ I raised to 5 ആണെന്ന് വെച്ചോ. ഈ I raised to 5നെ 2 into എന്ന് എഴുതാൻ പറ്റുമോ? ഇതിന് വേറെ ഫോർമുലയുണ്ട്. പക്ഷെ നമ്മൾ ആദ്യത്തെ ഒരു ഫോർമുല പഠിച്ചാൽ മതി. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? I into I raised to 4 എന്ന് എഴുതാം. കാരണം എന്താ? A raised to 5നെ A into A raised to 4 എന്ന് എഴുതാം. കാരണം ഏതൊരു ഓഡ് നമ്പറിനെയും ഒരെണ്ണത്തിനെ മാറ്റി നിർത്തിയാൽ അതപ്പോൾ ഈവൺ നമ്പർ ആകും അല്ലേ? അപ്പോൾ നമ്മൾ ഒരു I അവിടെ മാറ്റി നിർത്തിയിട്ട് ബാലൻസ് വരുന്ന I raised to 4 എന്ന് എഴുതാം. കാരണം ഇതിൻ്റെ പവർ 1 ആണ്, ഇതിൻ്റെ പവർ 4 ആണ്. അപ്പോൾ 1 + 4 നമുക്ക് 5 കിട്ടും. കറക്റ്റാണ്. അപ്പം ഇനി നോക്കാം, I അവിടെ നിർത്തി I raised to 4നെ 2 into 2 എന്ന് എഴുതാൻ പാടില്ലേ? നമ്മുടെ 4 എന്ന് പറഞ്ഞ ഏതൊരു ഈവൺ നമ്പറിനെയും 2ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതണം അല്ലേ? അപ്പം നോക്കിക്കേ, ഈ I അങ്ങനെ തന്നെ വന്നു. ഈ 2 ഈവൺ ആണോ ഓടാണോ? ഈവൺ നമ്പറാ. അപ്പോൾ ആൻസർ 1 ആയി. അപ്പോൾ ആൻസർ ഈസ് I ആയി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഈസ് I വരും. അപ്പോൾ ഫസ്റ്റിലെ ഓഡ് നമ്പർ ആണെങ്കിൽ അതിന് ആൻസർ ഏത് ഫോമിലായിരിക്കും കിടക്കണേ? Iയുടെ രൂപത്തിലായിരിക്കും കിടക്കണം. ആദ്യം ഓഡ് നമ്പർ ആണെങ്കിൽ വളരെ ശ്രദ്ധിച്ചാൽ ചെയ്യാമുള്ളൂ കേട്ടോ. ഇനി I raised to 7 ആണെന്ന് വെച്ചോ, 17 ആണെന്ന് വെച്ചോ. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം മക്കളെ? I into I raised to 16 എന്ന് എഴുതാം. അപ്പോൾ I into I raised to 16 നമുക്ക് 2 into 8 എന്ന് എഴുതാം. ഈ 8 ഈവൺ ആണോ ഓടാണോ? ഈവൺ നമ്പറാ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു I into 1 എന്ന് വരും. അപ്പോൾ ദാ ആൻസർ എന്നാ? I എന്ന് വരും. അപ്പോൾ I എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും എഴുതുമ്പോൾ ഒന്ന് ചെരിച്ച് എഴുതി പോവുക കേട്ടോ, നേരെ എഴുതരുത് എപ്പോഴും. അടുത്ത നമ്പർ നോക്കാം, മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കാം. അപ്പോൾ Z എന്ന് വേണമെങ്കിൽ കൊടുക്കാം. I raised to 19 ആണെന്ന് വെച്ചു. ആ കോംപ്ലക്സ് നമ്പറിന് വേണമെങ്കിൽ പേരെടുത്ത് കൊടുത്ത് നമുക്ക് വരാറുണ്ട്. Z I raised to 19 ആണെങ്കിൽ I into I raised to 18 എന്ന് എഴുതാം. ഇത് ഈ 18 നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു I into I raised to 2 into 9 എന്ന് എഴുതാം. ഈ 9 ഈവൺ ആണോ ഓടാണോ? ഓഡ് നമ്പറാ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് വരും? I into -1 വരും. അപ്പോൾ ആൻസർ ഈസ് -I വരും. നമ്മുടെ ആൻസറായി. I raised നമുക്ക് 501 ആണെന്ന് വെച്ചോ. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതും? I into I raised to 500 എന്ന് എഴുതും. അപ്പോൾ I അങ്ങനെ തന്നെ എഴുതി. ഇൻറ്റു I raised to 500 എങ്ങനെ എഴുതാം? 2 into 250 എന്ന് എഴുതാം. 250 എന്ന് എഴുതാം. ഈ 250 ഈവൺ ആണോ ഓടാണോ? ഓടിന് ഈവൺ നമ്പർ അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ I into 1 വരും, +1 വരും. അപ്പോൾ ആൻസർ എന്നാ വരും നോക്കി? I എന്ന് വരും. അപ്പോൾ ഏത് നമ്പർ തന്നാലും ഇതുപോലെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. ഇനി നമുക്ക് ഒരു വലിയ നമ്പർ ആയിക്കോട്ടെ, I raised to 2001 ആണെന്ന് വെച്ചോ. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? I into I raised to 2000 എന്ന് എഴുതാം അല്ലേ? ഇനി ഈ 2000 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? I raised to 2 into 1000 എന്ന് എഴുതാം. കാരണം 2000ന്റെ പകുതിയാണ് 1000. ഇനി 1000 ഈവൺ ആണോ ഓടാണോ? ഈവൺ നമ്പറാ. അപ്പോൾ ആൻസർ എന്ത് വരും? I into 1 വരും. അപ്പോൾ ആൻസർ ഈസ് I വരും. അപ്പോൾ ഫസ്റ്റിലെ ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മുടെ ആൻസർ Iയുടെ രൂപത്തിലായിരിക്കും. ഫസ്റ്റിലെ ഈവൺ നമ്പർ ആണെങ്കിൽ ആൻസർ നമുക്ക് 1ൻ്റെയോ -1ൻ്റെയോ രൂപത്തിലായിരിക്കും. ഇനി 6th ക്വസ്റ്റ്യൻ നോക്കാം. Z എന്ന് വേണമെങ്കിൽ കൊടുക്കാൻ, കൊടുത്തില്ലായിരുന്നു. ചില പ്രോബ്ലത്തിൽ വരുമ്പോൾ Z എന്ന് കൊടുക്കും കേട്ടോ. I raised to 351 ആണെന്ന് വെച്ചോ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? I into I raised to 350 എന്ന് എഴുതാം. അപ്പോൾ I into I raised to 350യുടെ പകുതി എന്താ? 3യുടെ പകുതി 1. അപ്പോൾ 15ൻ്റെ പകുതി 7. അതിനകത്ത് മൾട്ടിപ്ലൈ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 175 വരും. 2 into 175 വരും. ഇനി ഈ 175 ഓടാണോ ഈവൺ ആണോ? ഓഡ് നമ്പറാണ്. അപ്പോൾ നമ്മുടെ ആൻസർ I into -1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -I വരും. അപ്പം ഇതുപോലെ ഏതൊരു കോംപ്ലക്സ് നമ്പറിനകത്തും ഇൻ്റഗ്രൽ പവറിനകത്ത് ഓഡ് നമ്പർ വന്നാൽ ഒരെണ്ണത്തിന് അവിടെ നിർത്തുക, മറ്റതിനെ ഈവൺ ആക്കി വിട്ടിട്ട് നമ്മുടെ ഫോർമുല ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ആൻസറായി.
ദെൻ നെക്സ്റ്റ് ഇതിനകത്ത് നെഗറ്റീവ് നമ്പർ വരുമ്പോൾ ഉള്ള പ്രോബ്ലം. നെഗറ്റീവ് നമ്പർ വരുന്നതാണ് അടുത്ത ഇൻ്റഗ്രൽ പവർ ഓഫ് ഐക്കകത്ത്. ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം, i⁻⁻19 എന്ന് വെച്ചോ. ഇവിടെ i⁻⁻19 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം x⁻⁻a എന്ന് പറഞ്ഞാൽ 1/x⁻a എഴുതാം അല്ലേ. അങ്ങനെയാണെങ്കിൽ i⁻⁻19 നമുക്ക് 1/i⁻19 എഴുതാം. നമ്മൾ ആ തന്നിരിക്കുന്ന പവറിന് നേരെ നെഗറ്റീവ് ആണ് താഴേക്ക് മാറ്റി എഴുതി. ഇനി ഇവിടെ നോക്കിക്കേ, i⁻19 എങ്ങനെ എഴുതാം? 1/i × i⁻18 എന്ന് എഴുതാം അല്ലേ. ഇനി i⁻8 എന്താ മക്കളെ? 18 എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു i⁻2 × 9 എന്ന് എഴുതാം. ഈ 9 ഓടാണോ ഈവൺ ആണോ? ഓഡ് നമ്പറാണ് അല്ലേ. അപ്പോൾ എന്ത് വരും? 1/i × -1 എന്ന് വരും. ഇനി 1/-i എന്ന് പറഞ്ഞ ഇക്വേഷൻ എഴുതി കഴിയുമ്പോൾ 1/-i വരും. കാരണം വെച്ചാൽ i-യെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -i കിട്ടും. ഇനി 1/-i എന്താ? നമുക്ക് പോസിറ്റീവ് വരും. 1/-i ആണ്, ഇത് ഓർത്ത് വയ്ക്കുക. 1/-i ആണെങ്കിൽ i-യും 1/i ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു -i വരും. ഇതൊന്ന് കോളം വരച്ച് ഓർത്ത് വയ്ക്കുക കേട്ടോ. അത് നമ്മൾ പ്രോബ്ലത്തിൽ വരുമ്പോൾ നേരെ കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഇവിടെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. i⁻−39 എന്ന് വെച്ചോ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? 1/i⁻39 എന്ന് എഴുതും. ഇനി 1/i⁻39 i × i⁻38 എന്ന് എഴുതണം. ഇനി 1/i × i⁻13 എങ്ങനെ എഴുതാം? 2 × 19 എന്ന് എഴുതാം. ഈ 2 × 19 38. ഈ 19-നകത്ത് 19 ഈവൺ ആണോ ഓടാണോ? ഓഡ് നമ്പറാണ്. അപ്പോൾ ആൻസർ എന്നാ വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/i × -1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/-i എന്ന് വരും. 1/-i എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/-i എന്ന് പറഞ്ഞാൽ +i ആണ് നമ്മുടെ ആൻസർ കിട്ടും. ക്ലിയർ ആയല്ലോ. ദെൻ അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. i⁻−14 ആണെന്ന് വെച്ചോ. i⁻−14 എങ്ങനെ എഴുതാം നമുക്ക്? 1/i⁻14 എന്ന് എഴുതാം. i⁻14. ഇനി i⁻14 എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഈവൺ നമ്പർ. അപ്പോൾ അതിന് i എന്ന് എഴുതേണ്ട ആവശ്യം നമുക്ക് അവിടെ വരുന്നില്ല. അപ്പോൾ അതിനെന്ത് എഴുതാം? 1/i⁻2 × 20 എന്ന് എഴുതാം. 20 ഈവൺ ആണോ ഓടാണോ? ഈവൺ നമ്പറാണ്. അപ്പോൾ ആൻസർ ഈസ് 1/1 വരും. 1/1 എന്ന് പറഞ്ഞാൽ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. ക്ലിയർ ആയല്ലോ. ദെൻ അടുത്ത നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. i⁻−15 ആണെന്ന് വെച്ചോ. അപ്പോൾ എന്താ എഴുതാം? 1/i⁻15 എന്ന് വരും. i⁻15 നമുക്ക് എന്ത് എഴുതാം? 1/i⁻2 × 25 എന്ന് എഴുതാം. 25 ഓഡ് നമ്പറാണ്. അപ്പോൾ ആൻസർ -1 വരും. അപ്പോൾ ആൻസർ ഈസ് -1 വരും. നമുക്ക് ആദ്യമേ ഓഡ് നമ്പർ ആണെങ്കിലാണ് അത് ഐയുടെ രൂപത്തിലേക്ക് ആൻസർ വരും. ആദ്യമേ ഈവൺ നമ്പർ ആണെങ്കിൽ ഓൾറെഡി നമുക്ക് 2 × ഒരു ഈവൺ നമ്പർ ആക്കി എഴുതാം, അല്ലെങ്കിൽ ഓഡ് നമ്പർ ആക്കി എഴുതാം. അപ്പോൾ ആൻസർ നേരിട്ട് നമുക്ക് 1ന്റെ രൂപത്തിലായിരിക്കും. ആ ഫസ്റ്റ് ഓഡ് നമ്പർ ആണെങ്കിൽ ആൻസർ ഐയുടെ രൂപത്തിലും, ഫസ്റ്റ് ഈവൺ നമ്പർ ആണെങ്കിൽ ആൻസർ 1ന്റെ രൂപത്തിലായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ഇനി ഇവിടെ നോക്കാം. അഞ്ചാമത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കണം. i⁻−51. സിക്സ്ത് ക്വസ്റ്റ്യൻ i⁻−101. ഈ രണ്ട് പ്രോബ്ലം ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പോസിറ്റീവ് നമ്പർ, ഓഡ് നമ്പർ, ഈവൺ നമ്പർ, നെഗറ്റീവ് നമ്പർ എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി ഇങ്ങനെയുള്ള നമ്പേഴ്സ് എല്ലാം നമുക്ക് സമ്മിട്ട് വന്നാൽ എങ്ങനെ കോംപ്ലക്സ് നമ്പർ ഫോം ചെയ്യാന്നുള്ളതാണ് വരുന്നത്. ഇപ്പോൾ ഓൾജിബ്ര കോംപ്ലക്സ് നമ്പറാണ് ഇവിടെ വരുന്നത്. z ഈസ് ഈക്വൽ ടു i⁻19 + i⁻20 ആണ്. ഇതിനെ നമുക്കൊന്ന് ആഡ് ചെയ്ത് എഴുതാം. i⁻19 ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിത് ഓരോന്നും സെപ്പറേറ്റ് കണ്ടുപിടിക്കുക. ആദ്യം നമ്മൾ i⁻19 കണ്ടുപിടിക്കണം. i⁻19 എങ്ങനെ എഴുതാം? i × i⁻18 എന്ന് എഴുതാം അല്ലേ. 1ഉം 18, 1ഉം 19 കറക്റ്റാണ്. അപ്പം i × i⁻18 എങ്ങനെ എഴുതാം? 2 × 9 എന്ന് എഴുതാം. ഈ 9 ഓടാണോ ഈവൺ ആണോ? ഓഡ് നമ്പറാണ് അല്ലേ. അപ്പം നമ്മുടെ ആൻസർ i × -1 വരും, -i വരും. അപ്പോൾ അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചു. ഓരോന്നും നമ്മളിങ്ങനെ സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് അവിടെ കൊടുത്താൽ മതി കേട്ടോ. അപ്പം അടുത്ത് നോക്കുക i⁻20. അപ്പം i⁻2 × 10 ആവും. 10 ഈവൺ ആണോ ഓടാണോ? ഈവൺ നമ്പർ. അപ്പോൾ ആൻസർ എന്ത് വരും? 1 വരും. അപ്പോൾ നമ്മുടെ രണ്ടിൻ്റെയും ആൻസർ കിട്ടി. ഇനി നമ്മളിത് z എന്ന് പറയുന്ന ആ കോംപ്ലക്സ് നമ്പറിലേക്ക് കൊടുക്കണം. അപ്പോൾ z ഈക്വൽ ടു എന്തായിരിക്കും? i⁻19 -i ആയി, i⁻20 നമ്മൾ 1 ആയി. അപ്പോൾ നമ്മുടെ ആൻസർ -i + 1 ആയി. ക്ലിയർ ആയല്ലോ. അപ്പോൾ അതുപോലെ നമുക്ക് വേറൊരു എക്സാമ്പിളോട് നോക്കാം. ഫസ്റ്റ് വൺ. സെക്കൻഡ് എക്സാമ്പിൾ. z ഈസ് ഈക്വൽ ടു i⁻14 + i⁻31 എന്ന് വെച്ചോ.
ഇവിടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇസഡ് ഈസ് ഈക്വൽ ടു നമ്മൾ I raised to 14 അങ്ങനെ തന്നെ എഴുതണം പ്ലസ് I raised to 31. ഇതിനകത്ത് I raised to 14ഉം I raised to 31ഉം കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് വൺ I raised to 40. 40 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? I raised to 2 into 20 എന്ന് എഴുതാം. 20 ഈവൺ ആണോ ഓടാണോ? ഈവൺ നമ്പറാ അല്ലേ? അപ്പോൾ ഇതിന് ആൻസർ ഈസ് 1 വരും. I raised to 31നെ നമുക്ക് എങ്ങനെ എഴുതാം? I into I raised to 30 എന്ന് എഴുതാം. കാരണം 30ൻ്റെ കൂടെ ഒന്നോടെ കൂട്ടിയാൽ 31 കിട്ടും. ഇനി ഇവിടെ നോക്കാം I into I raised to 30 എങ്ങനെ എഴുതാം? 2 into 15 എന്ന് എഴുതാം. ഇനി ഈ 15 ഓടാണോ ഈവൺ ആണോ? ഓഡ് നമ്പറാ. അപ്പോൾ ആൻസർ എന്താ? I into -1 ദാറ്റ് ഈസ് ഈക്വൽ ടു -I എന്ന് വരും. അപ്പോൾ അവിടെ ആൻസർ കിട്ടി. ഇനി ഇത് രണ്ട് നമ്മൾ എവിടെ കൊടുക്കണം? നമ്മുടെ ഇക്വേഷനിലേക്ക് കൊടുക്കണം. അപ്പോൾ എന്ത് വരും നോക്കിയേ? ദാറ്റ് ഈസ് ഈക്വൽ ടു Z ഈസ് ഈക്വൽ ടു I raised to 40 എന്ന് പറയുന്നത് 1 മൈനസ് I വരും. I raised to 31 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു -I ആൻസറായി. ദെൻ അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക. Z ഈസ് ഈക്വൽ ടു I raised to 50 മൈനസ് I raised to 72 എന്ന് വെച്ചു. ഏത് നമ്പർ വേണമെങ്കിലും അങ്ങനെ വരാം. അപ്പം നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിച്ചു? I raised to 15 കണ്ടുപിടിച്ചു. I raised to 15 എന്ന് പറഞ്ഞാൽ I raised to 2 into ആദ്യമേ 15 ഈവൺ നമ്പർ തന്നെയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് 2 into 25 എന്ന് എഴുതാം. 25 ഈവൺ ആണോ ഓടാണോ? ഓഡ് നമ്പർ. അപ്പോൾ ആൻസർ -1 വരും. ഇനി I raised to 72 എന്ന് പറഞ്ഞാൽ I raised to 2 into 36 എന്ന് എഴുതാം. ഈ 36 ഈവൺ ആണോ ഓടാണോ? ഈവൺ നമ്പറാണ്. അപ്പോൾ ആൻസർ ഈസ് 1 വരും. അപ്പോൾ നമ്മുടെ രണ്ടിൻ്റെ ആൻസർ കിട്ടി. ഇവിടെ കിട്ടിയ ആൻസർ എന്ന് കൊടുക്കണം. ആദ്യത്തെ കിട്ടിയത് -1, രണ്ടാമത് കിട്ടിയത് -1. കാരണം ഇത് മൈനസ്, ഈ -1 അവിടെ എഴുതുമ്പോൾ -1 ആയി. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് -2. ഇതിനെ -2 + 0 ആയി എന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്ത് എഴുതാൻ പറ്റും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതേ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. Z ഈസ് ഈക്വൽ ടു I raised to 40 മൈനസ് I raised to 53. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ I raised to 52 മൈനസ് I raised to 60. Z ഈക്വൽ ടു വേണമെങ്കിൽ കൊടുക്കാം. Z ഈസ് ഈക്വൽ ടു I raised to 52 മൈനസ് I raised to 60. ഇപ്പം ആ സിക്സ്ത് ക്വസ്റ്റ്യൻ Z ഈസ് ഈക്വൽ ടു I raised to 17 മൈനസ് I raised to 20. ഈ രണ്ട് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ പോസിറ്റീവ് നമ്പർ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് നെഗറ്റീവ് നമ്പർ വരണ എന്നാന്ന് നോക്കാം. I raised to 19 പ്ലസ് I raised to 14 ഒരു ക്വസ്റ്റ്യൻ ആണ്. മൈനസ് I raised to -19 പ്ലസ് I raised to 14 ആണ്. ഇവിടെ നമ്മൾ ഇതുപോലെ തന്നെ ആദ്യത്തെ പോലെ തന്നെ ആദ്യം കണ്ടുപിടിക്കണം. I raised to -19 വരും. അപ്പോൾ അത് 1/I raised to 19 വരും. 1/I raised to 19 I into ആദ്യമേ ഓഡ് നമ്പർ അല്ലേ? അപ്പോൾ ഒരെണ്ണത്തിനെ മാറ്റി നിർത്തണം നമുക്ക് അല്ലേ? I into I raised to 18 വരും. ഇനി 18 എന്ന് പറഞ്ഞ് നമ്മൾ എന്തായിട്ട് എഴുതാൻ പറ്റും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/I into I raised to 2 into 9 വരും. 9 ഓടാണ് ഈവൺ ആണ്? ഓഡ് നമ്പറാണ്. അപ്പോൾ ആൻസർ ഈസ് 1/I into -1 വരും. അപ്പോൾ 1/-I വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു I വരും. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിനകത്ത് നമ്മൾ നോക്കുമ്പോൾ എന്താണോ നിങ്ങൾ വരുന്നതനുസരിച്ച് ഓരോ സ്റ്റെപ്പും കറക്റ്റായിട്ട് ചെയ്തേ പോകാമുള്ളൂ കേട്ടോ. സ്റ്റെപ്പ് എഴുതാതെ എഴുതി തെറ്റിപ്പോകും. അപ്പോൾ നമുക്ക് ആദ്യത്തെ എൻ്റെ ആൻസർ I കിട്ടി. ഇനി അതുപോലെ I raised to 14 കണ്ടുപിടിക്കണം. I raised to 14 മുകളിൽ അടക്കണം, താഴേക്ക് കൊണ്ടതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം അത് ഓൾറെഡി പോസിറ്റീവാണ്. അപ്പോൾ I raised to 2 into 20 എന്ന് എഴുതാം. കാരണം 40 എന്ന് പറയുന്നത് 2ൻ്റെ മൾട്ടിപ്പിൾ 20 ആണ് അല്ലേ? 2 into 20 ആണ് 40 വരുന്നത്. അപ്പോൾ ഈ 20 ഓടാണോ ഈവൺ ആണോ? ഓടിന് ഈവൺ നമ്പറാണ്. ഈവൺ നമ്പർ ആയതുകൊണ്ട് ആൻസർ എന്താ? ഈ 20 ഈവൺ ആണോ ഓടാണോ? ഈവൺ നമ്പറാണ്. അപ്പോൾ ആൻസർ ഈസ് 1 വരും. രണ്ടിൻ്റെ ആൻസർ കിട്ടി. ഇനി നമ്മുടെ therefore Z എന്ത് വരും മക്കളെ? അത് ആദ്യത്തെ കിട്ടിയത് I, രണ്ടാമത്തെ കിട്ടിയത് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + I ആയി നമ്മുടെ കോംപ്ലക്സ് നമ്പറിൻ്റെ A+IB ഫോമായി. ക്ലിയർ ആയല്ലോ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ Z ഈസ് ഈക്വൽ ടു I raised to 50 50 മൈനസ് I raised to -41. രണ്ട് നമ്പർ നമുക്ക് ഇവിടെ തന്നേക്കുവാണ്. I raised to 15ഉം മൈനസ് I raised to 41 ആണ് തന്നേക്കുന്നത്. ഓരോന്നും കണ്ടുപിടിക്കണം. ആദ്യത്തെ I raised to 15 എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു I raised to 2 into 25 വരും. 25 ഈവൺ ആണോ ഓടാണോ? ഓഡ് നമ്പറാണ്. അപ്പോൾ ആൻസർ ഈസ് എന്ത് വരും? 1 വരും. ആൻസർ -1 വരും. നേരെ എഴുതാം. ആദ്യം 15 കിടക്കുന്ന ഈവൺ നമ്പറാണ്. അപ്പോൾ അതിനെ I raised to 2 into 25 എഴുതാം. അപ്പോൾ ആൻസർ -1 വരും. ഇനി ഇവിടെ നോക്കുക, രണ്ടാമത്തെ നമ്മൾ കണ്ടുപിടിക്കണം. I raised to -41. അപ്പോൾ I raised to -41.
ഇതിനെ എപ്പോൾ എഴുതുന്നത്? നമ്മൾ താഴേക്ക് കൊണ്ടുവരും അല്ലേ? അപ്പോൾ I⁻41 എഴുതും. ഇനി നോക്കിക്കേ നിങ്ങൾ, ഈ 41 ഓടാണോ ഈവൺ ആണോ? ആദ്യമേ ഓഡ് നമ്പറാ. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഈവൺ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ I × I⁻40 എന്ന് എഴുതാം. ഇനി ഇതിനെ എങ്ങനെ എഴുതാം? 1/I × I⁻2 × 20 എന്ന് എഴുതാം. 40നെ 2 × 20 എന്ന് എഴുതാം. അപ്പോൾ 20 ഈവൺ ആണോ ഓടാണോ? ഈവൺ ആണ്. അപ്പോൾ ആൻസർ ഈസ് 1/I × 1 വരും. അപ്പോൾ ആൻസർ 1/I വരും. 1/ എന്താ മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു -I വരും. ഇപ്പോൾ രണ്ട് വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ? ഇത് രണ്ടും നമ്മൾ ഇസഡിൻ്റെ കോംപ്ലക്സ് നമ്പറിലേക്ക് കൊടുക്കണം. അപ്പോൾ ഇസഡ് ആദ്യം കിട്ടിയത് I⁻50 -1, രണ്ടാമത് കിട്ടിയത് -I. നമ്മുടെ കോംപ്ലക്സ് നമ്പർ ഏതാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു -1 -I വരും. ക്ലിയർ ആയല്ലോ? ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഇസഡ് ഈസ് ഈക്വൽ ടു I⁻20 -I⁻40. ഫോർത്ത് ക്വസ്റ്റ്യൻ ഇസഡ് ഈസ് ഈക്വൽ ടു I⁻100 -I⁻51. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് ഈക്വൽ ടു I⁻400 +I⁻200. അപ്പോൾ ഇത് രണ്ട് പ്രോബ്ലം നമ്മൾ ചെയ്ത് നോക്കാം. ഇതിനകത്ത് നമുക്കൊരു വേറൊരു സിമ്പിൾ ഫോർമുല കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് നമ്പർ നെഗറ്റീവ് നമ്പർ എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇത് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു നോട്ടായിട്ട് നമുക്ക് നോട്ട് ചെയ്യാൻ പഠിക്കാൻ പറ്റുന്ന ഒരു പോയിൻ്റാണ് I⁻A + I⁻B + I⁻C + I⁻D. A, B, C, D ആർ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ ആവണം. എന്താണ്? എയും ബിയും സിയും ഡിയും എല്ലാം കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ ആണെങ്കിൽ, നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഇപ്പോൾ I⁻4 + I⁻5 + I⁻6 I⁻7. ഇപ്പം 4, 5, 6, 7 ആൻസർ അപ്പം തന്നെ നമുക്ക് 0 എന്ന് എഴുതാം. ഒരു പ്രശ്നമില്ല, ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല. ദെൻ സെക്കൻഡ് വൺ നോക്കാം. I⁻51 + I⁻52 + I⁻53 + I⁻54. ആൻസർ എന്താ? 51, 52, 53, 54. ആൻസർ 0 ആണ്. ദെൻ അടുത്ത് നോക്കാം. I⁻100 + I⁻101 I⁻102 I⁻103. ആൻസർ എന്നാ? 0. അതായത് I⁻A, I⁻B, I⁻C, I⁻D എന്ന് പറയുന്നത് 0 ആണ്. എങ്ങനെയാണെങ്കിൽ അവിടെ പവറായിട്ട് വരുന്ന ABCD എന്ന് പറയുന്നത് എന്തായിരിക്കണം? കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന് ആൻസർ അപ്പോൾ നമുക്ക് 4 എണ്ണം വന്നു കഴിഞ്ഞാൽ 0 കൊടുക്കാം. പിന്നെ ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയല്ലോ? നമ്മൾ നെക്സ്റ്റ് ഒരു മോഡലാണ് ഇവിടെ നമുക്ക് തന്നേക്കണം. ഇസഡ് എന്ന് പറയുന്നത് ഇസഡ് ഈസ് ഈക്വൽ ടു I × 5y × I/2 ദ ഹോൾ സ്ക്വയർ. ഇത് നമ്മൾ ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഒരു കോംപ്ലക്സ് നമ്പറിനെ A+IBയുടെ ഫോമിലേക്ക് മാറ്റണം. ഇവിടെ നോക്കാം മക്കളെ, നമ്മുടെ ഇവിടെ തന്നേക്കണം ആദ്യം നമ്പറുകൾ ആദ്യം എഴുതണം. ഇവിടെ 5 ആണ്. ആ 5നെ അങ്ങനെ തന്നെ എഴുതി. I × I എന്ന് പറഞ്ഞാൽ I² എന്ന് പറയും അല്ലേ? കറക്റ്റ് അല്ലേ? ഇനി ഇവിടെ നോക്കി, ഈ ഐയുടെ സ്ക്വയർ വന്നാൽ അതിനെ I² എന്ന് എഴുതാം. /2ൻ്റെ സ്ക്വയറിനെ 2² എന്ന് എഴുതാം. ഓരോ നമ്പറിനും എന്താണ് നമുക്ക് അവിടെ കൊടുക്കേണ്ടത് അതെല്ലാം നമ്മൾ കൊടുത്തെഴുതി. ഇനി ഇവിടെ നോക്കുക, ഇവിടെ 2² എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ആണ്. 5/4 എഴുതി. ഇൻറ്റു I² എന്ന് പറഞ്ഞാൽ -1 ആണ്. ഇവിടെ വരുന്ന I² -1 ആണ്. അപ്പം -1 × -1 എന്ത് വരും? പ്ലസ് വരും. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് 5/4 എന്ന് കിട്ടും. ആൻസർ 5/4 ആയി. ഇനി ഇതേ മോഡൽ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. നമുക്കിത് ഫസ്റ്റ് വൺ. ദെൻ സെക്കൻഡ് വൺ ഇസഡ് ഈസ് ഈക്വൽ ടു I × 5y/2 ദ ഹോൾ സ്ക്വയർ × 3i ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിന് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. ആദ്യം അവിടെ എഴുതി I അങ്ങനെ തന്നെ എഴുതി. ഇതിന് ഓരോന്നിനും സ്ക്വയർ കൊടുക്കണം. 5² വരും, I² വരും, /2² വരും, × 3i വരും. കാരണം AB ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, AB ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ A²B² ആണ്. A/B ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ A²/B² ആണ് അല്ലേ? അപ്പോൾ ആ ഫോർമുല കൊടുത്തു. ഇനി ഇതിനൊക്കെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. 5² എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 25 വരും. × 3 അങ്ങനെ തന്നെ വരും. /2² എന്ന് പറഞ്ഞാൽ 4 വരും. അങ്ങനെ തന്നെ എഴുതി. ഈ ഒരു ഐയും കൂടെ കൂടി I² ആയി. ഉള്ള I² നമ്മൾ അവിടെ ഇറക്കി എഴുതി. ഇനി ഇതിനെല്ലാം നമ്മൾ വാല്യൂ കൊടുത്തു. 25 × 3 എന്ന് പറഞ്ഞാൽ 75 /4 വരും. ഇൻറ്റു ഇവിടെ I² എന്ന് പറഞ്ഞാൽ -1 വരും. ഈ ഒരു I² -1 വരും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? 75 /4 എന്ന് നമ്മുടെ ആൻസറായി. ഇനി അടുത്ത് നോക്കുക, തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക. തേർഡ് വണ്ണിനകത്ത് ഇസഡ് ഈസ് ഈക്വൽ ടു
i/2 the whole cube into 4i into 5/2 i ആന്ന് വെച്ചു. ഇതിനെ നമ്മൾ പ്രോഡക്റ്റ് ചെയ്യണം. ഓരോന്നിനകത്തും എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ആദ്യം കൊടുക്കുക. ഇപ്പൊ ഇവിടെ a/b the whole cube എന്ന് പറഞ്ഞാൽ a³/b³ അല്ലേ? അപ്പൊ ഇതിനെങ്ങനെ എഴുതാം? i³ ഡിവൈഡഡ് ബൈ 2³ എന്ന് എഴുതി. ഇൻറ്റു 4 × 5 നമുക്ക് വേണമെങ്കിൽ അവിടെ എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ 20 വരും. ഡിവൈഡഡ് ബൈ 2 അങ്ങനെ തന്നെ എഴുതി. ഇവിടെ i × i² എന്ന് എഴുതി. തന്നേക്കണ വാല്യൂ എല്ലാം നമ്മൾ തന്നേക്കണത് അങ്ങനെ തന്നെ കൊടുത്തു. ഇനി ഇവിടെ നോക്കാം, ഈ 20യും ഈ 2ഉം വെട്ടിയ 10 വരും അല്ലേ? ഇവിടെ നമുക്ക് 10 ഡിവൈഡഡ് ബൈ 2³ എന്ന് പറഞ്ഞാൽ 8 വരും. ഇവിടെ i² എന്ന് പറഞ്ഞാൽ -1 വരും. ഈ i³ നമുക്ക് എങ്ങനെ എഴുതാം? i × i² എന്ന് എഴുതാൻ പാടില്ലേ? i² വാല്യൂ -1 ആണ്. അപ്പൊ 10/8 നമുക്ക് വെട്ടിക്കുറച്ച 5/4 വരും. ഇൻറ്റു മൈനസ് ആദ്യം കൊടുത്തു. ഈ i² എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ i × -1 വരില്ലേ? കാരണം i² വാല്യൂ -1 ആണ്. ആ മൈനസും ഈ മൈനസും കൂടി നമുക്ക് പ്ലസ് ആക്കി വിടാം. അപ്പൊ 5/4 i എന്ന് വരും. അപ്പൊ നമ്മുടെ ആൻസർ എന്നാന്ന് നോക്കി, 5/4 i ആയി. ക്ലിയർ ആയല്ലോ? നമ്മൾ ഇതിനകത്ത് തന്നെ കോംപ്ലക്സ് നമ്പറിനകത്ത് പാർട്ട് 2 ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. ഒരു 2 കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആന്ന് പറഞ്ഞാൽ അതിന്റെ റിയൽ പാർട്ട് ഈക്വൽ ആയിരിക്കും, ഇമാജിനറി പാർട്ട് ഈക്വൽ ആയിരിക്കും. ഇപ്പൊ z എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പർ ആണ്, a+ib ആണ്. രണ്ടാമത്തെ z1 എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ c+id ആന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ z = z1 എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? a+ib = c+id എന്ന് കൊടുക്കാം. അപ്പൊ a = c ആയിരിക്കും, b = d ആയിരിക്കും. അതായത് ആ കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്യാം, ഇമാജിനറി പാർട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പറിനകത്തുള്ള ഇക്വാളിറ്റി എന്ന് പറയും. ഇപ്പൊ ഇവിടെ നോക്കാം, നമുക്കൊരു കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ട് 3 + 2y ആണ് = x + iy ആണെങ്കിൽ ഇവിടെ നമുക്ക് എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാം. വളരെ സിമ്പിൾ ആണ്. ഇവിടുത്തെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്? ദാറ്റ് ഈസ് ഈക്വൽ 3 ആണ്. ഇവിടുത്തെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് 3 എന്ന് എഴുതാം. അതുപോലെ ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റിംഗ് ദ ഇമാജിനറി പാർട്ട്. അപ്പൊ അവിടെ വരുമ്പോ ഇവിടെ ഏത് വരും? ഇവിടെ ഏത് വരും? 2 വരും അല്ലെ? ഇവിടെ എന്താണ് വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു y വരും. അപ്പൊ നമ്മുടെ 2 = y എന്ന് കിട്ടും. നമുക്ക് അനദർ എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആണ് 4x + 3 - 2y × i ഈസ് ഈക്വൽ ടു -i + 6 ആണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ തന്നേക്കണേ. ഇവിടെ നമുക്ക് എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. ഇപ്പൊ ഇവിടെ നോക്കാം, നമുക്ക് റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റിംഗ് ദ റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ റിയൽ പാർട്ട് 4x വരും. അപ്പൊ 4x എഴുതി. ഇവിടെ റിയൽ പാർട്ട് ഏതാ മക്കളെ? 6 അല്ലേ? അപ്പൊ = 6 വരും. അപ്പൊ നമ്മുടെ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഏതായിരിക്കും? 6/4 വരും. അതായത് നേരെ ഈ 4 6ന്റെ താഴേക്ക് പോകും. അപ്പൊ 6/4 വരും. ഇനി രണ്ടാമത്തെ ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 3 - 2y = നമുക്ക് 1 വരും. കാരണം ഇവിടെ ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ 3 വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ. i എഴുതാം, ഇപ്പുറത്തെ എഴുതാം, എന്നിട്ട് ഈ i വെട്ടി കളഞ്ഞ് എഴുതാം. അങ്ങനെയും ചെയ്യാം. 2 ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. അപ്പൊ 3 - 2y = 1 വരും. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്? -2y = 1 - 3 വരും. കാരണം ഈ 3 നേരെ ഇക്വേഷന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ സൈൻ എന്താവും? ഓപ്പോസിറ്റ് ആവും. അപ്പൊ 3 എന്തായി? -3 ആയി. ഉള്ള 1 അങ്ങനെ തന്നെ ഇറക്കി എഴുതി. ഇനി ഇവിടെ നോക്കുക, -2y അവിടെ നിർത്തി. ഈ 1 - 3 എന്താ? -2 അല്ലേ? അപ്പൊ ഈ മൈനസും എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. അപ്പൊ y = 2 ഡിവൈഡഡ് ബൈ 2 ആവും. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് നമ്മൾ പഠിക്കാനാണ് സം ആൻഡ് ഡിഫറൻസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ആണ്. എന്താണ് സം ആൻഡ് ഡിഫറൻസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ? ഒരു 2 കോംപ്ലക്സ് നമ്പർ തന്നാൽ അതിന്റെ സം എടുക്കണം, അതിന്റെ ഡിഫറൻസ് എടുക്കണം. ഇതാണ് നമ്മുടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ഫോർ എക്സാമ്പിൾ z1 = നമുക്ക് 3 + 4i ഒരു കോംപ്ലക്സ് നമ്പർ തന്നേക്കുക. z2 എന്ന് പറയുന്നത് അനദർ കോംപ്ലക്സ് നമ്പർ 4 + 2i. ഈ 2 കോംപ്ലക്സ് നമ്പറുകൾ തമ്മിൽ നമുക്ക് ആഡ് ചെയ്യണം. അപ്പൊ എന്താ മക്കളെ? z1 + z2 എടുക്കുക. അപ്പൊ എപ്പോഴും നമ്മൾ നമ്പേഴ്സുകൾ ഈ കോംപ്ലക്സ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ റിയൽ പാർട്ട് തമ്മിലേ കൂട്ടാൻ പോകും. അപ്പൊ റിയൽ പാർട്ട് ഏതാ? 3 ആണ്. ഇവിടെ ഏതാ? 4 ആണ്. അപ്പൊ 3 + 4 എന്ത് വരും? 7 വരും. സാധാ പോലെ 4i + 2i എന്ത് വരും? 6i വരും. അപ്പൊ 2 കോംപ്ലക്സ് നമ്പറിനെ തമ്മിൽ കൂട്ടുമ്പോൾ അതിന്റെ റിയൽ പാർട്ട് തമ്മിൽ കൂട്ടണം, എന്താണ്? ഇമാജിനറി പാർട്ട് തമ്മിൽ കൂട്ടണം.
എപ്പോഴും അങ്ങനെ കൂട്ടാം. നമ്മൾ ചുമ്മാ കൂട്ടി എഴുതി വെക്കരുത്. റിയൽ പാർട്ട് കൂട്ടണം, പിന്നെ ഇമാജിനറി പാർട്ട് കൂട്ടണം. അങ്ങനെ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 7 + 6 ആയി. ഈ Z1 + Z2 വീണ്ടും ഒരു കോംപ്ലക്സ് നമ്പർ തന്നെയല്ലേ അല്ലേ? ഈ 7 ഇമാജിനറി പാർട്ടുണ്ട്, റിയൽ പാർട്ടുണ്ട്. അപ്പോൾ ഇത് എന്ത് തന്നെയാണ്? ഒരു കോംപ്ലക്സ് നമ്പറാണ്. അപ്പം നമുക്ക് പറയാൻ പറ്റും അഡീഷൻ ഈസ് ക്ലോസ്ഡ് എന്ന് പറയാൻ പറ്റും. നമ്മൾ വെറുതെ ഒന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടി പറയുന്നുള്ളൂ. അഡീഷൻ എന്താണ്? ക്ലോസ്ഡ് ആണ്. ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ രണ്ട് നാച്ചുറൽ നമ്പറിൻ്റെ തുക നാച്ചുറൽ നമ്പർ തന്നെയാണെങ്കിൽ എന്താണ്? അതിനെയാണ് നമ്മൾ ക്ലോസ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് നാച്ചുറൽ നമ്പറിൻ്റെ തുക ഒരു നാച്ചുറൽ നമ്പർ തന്നെയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയാം? നാച്ചുറൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് എന്ന് പറയും. അപ്പോൾ Z1 ഒരു കോംപ്ലക്സ് നമ്പറാണ്, Z2 ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ Z1 + Z2 വിച്ച് അഗെയിൻ എ കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. അതാണ് നമ്മൾ അഡീഷൻ ക്ലോസ്ഡ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇവിടെ ഒന്ന് ക്ലോസ്ഡ്, ഒന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ Z1 + Z2 എന്ന് പറഞ്ഞാൽ വിച്ച് അഗെയിൻ എ കോംപ്ലക്സ് നമ്പർ, വിച്ച് അഗെയിൻ എ കോംപ്ലക്സ് നമ്പർ. Therefore addition is closed എന്ന് പറയാം. addition is closed. ഇനി ഇവിടെ നോക്കിക്കേ, ഈ Z1 + Z2 എന്ന് എഴുതിയാലും Z2 + Z1 എന്ന് എഴുതിയാലും മാറ്റം ഉണ്ടോ? അപ്പോൾ നമുക്ക് രണ്ടാമത്തെ റൂൾ അവിടെ പറയാൻ പറ്റും. അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാൻ പറ്റും. അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയും. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. 1 + 2 എന്ന് പറഞ്ഞാലും 2 + 1 എന്ന് പറഞ്ഞാലും ഇവിടെയും 3 ഇവിടെയും 3 ഇങ്ങനെ പറയുന്നതിനെയാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ Z1 + Z2 കോംപ്ലക്സ് നമ്പറാണ്. തിരിച്ച് Z2 + Z1 എന്ന് പറഞ്ഞാലും അതെന്ത് തന്നെയാണ്? കോംപ്ലക്സ് നമ്പർ ആയതുകൊണ്ട് അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാൻ പറ്റും. ഇത് റൂളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പറിനെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റിയൽ പാർട്ട് തമ്മിൽ കൂട്ടണം, പിന്നെ എന്താണ്? ഇമാജിനറി പാർട്ട് തമ്മിൽ കൂട്ടണം. ഇതാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. Z1 എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോംപ്ലക്സ് നമ്പർ 1 - i ആണ്. Z2 എന്ന് പറയുന്നത് നമ്മുടെ കോംപ്ലക്സ് നമ്പർ 3 + 4i ആണ്. ഈ രണ്ട് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യണം. അപ്പം Z1 + Z2 എന്ന് പറഞ്ഞാൽ 1 - i + 3 + 4i വരും. ഇത് രണ്ട് തമ്മിൽ കൂട്ടണം. ഞാൻ ഇങ്ങനെ എഴുതി കൂട്ടാം. അപ്പോൾ 1ഉം 3ഉം കൂട്ടി 4, റിയൽ പാർട്ട് തമ്മിൽ കൂട്ടി. -i + 4i കൂട്ടി കഴിയുമ്പോൾ 3i. അപ്പോൾ നമ്മുടെ കോംപ്ലക്സ് നമ്പർ ഏത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 4 + 3i കിട്ടും. അപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പർ ഏത് തന്നാലും ഇതുപോലെ റിയൽ പാർട്ട് തമ്മിൽ കൂട്ടണം, ഇമാജിനറി പാർട്ട് തമ്മിൽ കൂട്ടണം. ഇപ്പം മൂന്നാമതൊരു എക്സാമ്പിൾ നോക്കാം. Z ഈസ് ഈക്വൽ ടു 1 + i - i × 2 + 3i എന്ന് വെച്ചോ. ഈ രണ്ട് കോംപ്ലക്സ് നമ്പർ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ തന്നേക്കുവാണ്. അപ്പോൾ ആദ്യം നമ്മൾ 1 + i എഴുതും. ഇനി ഇതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ -2i വരും. ഇതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ -3i² വരും. ഇതിനെ നമ്മൾ 1 എഴുതും. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു -i കിട്ടും. ഇവിടെ -3 വരും. i² വാല്യൂ എന്താ മക്കളെ? -1 അല്ലേ? അപ്പോൾ -1 വരും. അപ്പോൾ നമ്മുടെ ആൻസർ എന്നായി നോക്കിയേ? 1 - i + 3 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 - i വരും. അപ്പോൾ നമ്മുടെ കോംപ്ലക്സ് നമ്പർ എന്ത് കിട്ടി? 4 - i. നോക്കിക്കേ നിങ്ങൾ, ഈ 4 - i എന്ത് തന്നെയാണ്? കോംപ്ലക്സ് നമ്പർ അല്ലേ? അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് അഡീഷൻ എന്താന്ന് പറയാൻ പറ്റും? ക്ലോസ്ഡ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ രണ്ട് കോംപ്ലക്സ് നമ്പറിൽ നിന്ന് ഡിഫറൻസ് എടുത്ത് നോക്കാം. ഇപ്പോൾ Z1 എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പർ Z1 ഈസ് ഈക്വൽ ടു 1 + i ആണെന്ന് വെച്ചു. Z2 എന്ന് പറയുന്നത് 3 - 2i. ഈ രണ്ട് കോംപ്ലക്സ് നമ്പർ തമ്മിൽ ഡിഫറൻസ് എടുക്കണം. അപ്പോൾ Z1 - Z2 വരും. അപ്പോൾ ആദ്യത്തെ കോംപ്ലക്സ് നമ്പർ നമ്മൾ 1 + i എഴുതും, മൈനസ് ഓഫ് രണ്ടാമത്തെ 3 - 2i എഴുതും. ഇനി ഇത് രണ്ട് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. 1 + i അങ്ങനെ തന്നെ എഴുതാം. ഇതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും മക്കളെ? -3 വരും. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2i വരും. ഇനി നോക്കിക്കേ, 1 അങ്ങനെ തന്നെ വരും. ഇവിടെ നമ്മൾ ഇതിനെ 1ഉം ഈ -3ഉം കൂടെ നമ്മൾ ഒന്നിച്ചെടുത്തു, റിയൽ പാർട്ട് ഒന്നിച്ചെടുത്തു. ഇത് രണ്ടും ഒരുമിച്ചെടുത്തു. അത് ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാം കേട്ടോ. 3i ദാറ്റ് ഈസ് ഈക്വൽ ടു -2 + 3i. ഇവിടെ നോക്കിക്കേ, ഡിഫറൻസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ഒരു കോംപ്ലക്സ് നമ്പർ തന്നെയാണ്. അപ്പോൾ ഡിഫറൻസ് നമുക്ക് എന്ത് പറയാൻ പറ്റും? ക്ലോസ്ഡ് ആണെന്ന് പറയാൻ പറ്റും. പക്ഷേ ഇവിടെ നമ്മൾ നേരെ തിരിച്ചെടുത്ത Z2 - Z1 എടുത്താൽ സൈൻ മാറും. അപ്പോൾ അത് നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് അല്ല, തിരിച്ച് ഡിഫറൻസ് ആൻറ്റി കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാൻ മാത്രം മതി കേട്ടോ. ഇനി ഒരു തേർഡ് എക്സാമ്പിൾ കൊടുക്കാം. Z1 എന്ന് പറഞ്ഞാൽ Z എന്ന് തന്നെ കൊടുക്കാം. Z ഈസ് ഈക്വൽ ടു 1 - i - 4 + 3i ആണ്. അപ്പോൾ നമ്മൾ രണ്ട് കോംപ്ലക്സ് നമ്പറുടെ ഡിഫറൻസ് എടുക്കണം. ആദ്യത്തെ 1 - i അങ്ങനെ തന്നെ എഴുതി. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ -4 വരും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3i വരും. ഇനി ഇവിടെ നമ്പർ നോക്കുക. 1ഉം -4ഉം -3 എഴുതും. -iയും -3iയും
മൈനസ് 4i വരും. അപ്പോൾ നമ്മുടെ ആൻസറായി. അപ്പോൾ ഏത് കോംപ്ലക്സ് നമ്പറിനെയും ഇതുപോലെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ 1 മൈനസ് ഐ മൈനസ് ഐ ഇൻറ്റു 4 പ്ലസ് 3i ആണെന്ന് വെച്ചു. ഓരോന്നിനും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. 1 മൈനസ് ഐ അങ്ങനെ തന്നെ എഴുതി. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 4i വരും. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ഐ ഇൻറ്റു ഐ സ്ക്വയർ, അപ്പോൾ മൈനസ് 3i സ്ക്വയർ വരും. ഇതേ ഇൻറ്റു ഇത്, ഇതേ ഇൻറ്റു ഇത്. ഇനി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. 1 മൈനസ് ഐ മൈനസ് 4i മൈനസ് 5. കാരണം എന്താ, ഇതിൻ്റെ രണ്ടിൻ്റെയും സൈൻ സെയിം ആണ്. അപ്പോൾ രണ്ടും കൂടെ കൂട്ടിയിട്ട് സെയിം സൈൻ കൊടുത്താൽ മതി. ഇത് മൈനസ് 3i സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 1. അപ്പോൾ 1 മൈനസ് 5i പ്ലസ് 3 വരും. കാരണം മൈനസ് 3 മൈനസ് 1 പ്ലസ് 3 വരും. അപ്പോൾ നമ്മുടെ ആൻസർ 3 പ്ലസ് 1 4 മൈനസ് 5 വരും. അപ്പോൾ നമ്മുടെ ആൻസറായി. ഇതുപോലെ ഏതൊരു നമ്പറും നമുക്ക് ഇതുപോലെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ദെൻ അടുത്ത നെക്സ്റ്റ് എക്സാമ്പിൾ 5 നോക്കാം. ഇസഡ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു 7 പ്ലസ് i7 മൈനസ് 2 ഇൻറ്റു 2 മൈനസ് 3i. ഇതൊരു കോംപ്ലക്സ് നമ്പറാണ്. ഇതിന് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ആൻസർ എഴുതണം. ആദ്യത്തെ ആൻസർ എന്താ, i7 വരും. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഐ സ്ക്വയർ 7 വരും. ഐ സ്ക്വയർ കാരണം ഐ ഇൻറ്റു ഐ സ്ക്വയർ 7 അങ്ങനെ തന്നെ എഴുതി. മൈനസ് 2 ഇൻറ്റു 2 മൈനസ് 4. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് 2 ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 6i പ്ലസ് 6i വരും. കാരണം എന്താ, മൈനസ് മൈനസ് പ്ലസ് 2 ഇൻറ്റു 3 6i അങ്ങനെ തന്നെ എഴുതി. ഇനി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. i7 അങ്ങനെ തന്നെ വരും. ഇത് ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 1 അല്ലേ, അപ്പോൾ മൈനസ് 7 വരും. ഇത് മൈനസ് 4 വരും. ഇത് പ്ലസ് 6i വരും. ഇതിനെ നമ്മളൊന്ന് ആഡ് ചെയ്യണം. 6iയും ഇവിടെ 7iയും കൂടെ കൂടുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 13i വരും. മൈനസ് 7 മൈനസ് 4 വരുമ്പോൾ മൈനസ് 11 വരും. അപ്പോൾ നമ്മുടെ ആൻസർ എന്നായി നോക്കിയേ, 13i മൈനസ് 14 വരും. ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റിനകത്ത് കോൺജുഗേറ്റ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ ഓപ്പോസിറ്റ് ആക്കണം. അപ്പോൾ മൈനസ് 3i മൈനസ് 11 എഴുതിയ ഈ നമ്പറിൻ്റെ കോൺജുഗേറ്റ് ആയി. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് നമ്മൾ 2 കോംപ്ലക്സ് നമ്പറിൻ്റെ പ്രോഡക്റ്റും ഡിവിഷനുമാണ്. അപ്പോൾ ഒന്നാമത് പ്രോഡക്റ്റ് ഓഫ് 2 കോംപ്ലക്സ് നമ്പർ. പ്രോഡക്റ്റ് ഓഫ് 2 കോംപ്ലക്സ് നമ്പർ. പ്രോഡക്റ്റ് ഓഫ് 2 കോംപ്ലക്സ് നമ്പർ. ഈ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 രീതിയിൽ 3 ടൈപ്പ് പ്രോഡക്റ്റ് കാണാനുണ്ട്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞ ഇതാണ്. ഇപ്പോൾ നമ്മളൊരു നമ്പർ സിസ്റ്റത്തിനകത്ത് എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി ആണെങ്കിൽ ഈ കോംപ്ലക്സ് നമ്പറിനെ എങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം മക്കളെ? സാധാരണ നമ്പറാണെങ്കിൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും? എ ഇൻറ്റു സി പ്ലസ് ഡി എഴുതും. അടുത്ത ബി ഇൻറ്റു സി പ്ലസ് ഡി എഴുതും അല്ലേ? ഓരോ നമ്പറിനെയും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മൾ എ സി എഴുതും. ഇവിടെ എഴുതുമ്പോൾ എ ഡി എഴുതും. അടുത്ത ബി സി എഴുതും. ഇതിനെ ബി ഡി എഴുതും. ഇങ്ങനെയാണ് നമ്മൾ 2 നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ 2 നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇതേപോലെ ഒന്നാമത്തെ ടൈപ്പിൽ വരുന്നതാണിത്. 2 കോംപ്ലക്സ് നമ്പറിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ Z1 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ഐ എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പറാണ്. Z2 എന്ന് പറഞ്ഞാൽ 2 മൈനസ് 3i 2 കോംപ്ലക്സ് നമ്പറാണ്. നമുക്കിതിൻ്റെ പ്രോഡക്റ്റ് Z1 ഇൻറ്റു Z2 കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? Z1 ഇൻറ്റു Z2 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കോംപ്ലക്സ് നമ്പർ 1 പ്ലസ് ഐ എഴുതും. രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പർ 2 മൈനസ് 3i എഴുതും. 2 കോംപ്ലക്സ് നമ്പറും പ്രോഡക്റ്റ് ചെയ്ത് എഴുതണം. ആദ്യം നമ്മൾ ഈ 1നെ ഇതുകൊണ്ട് പ്രോഡക്റ്റ് ചെയ്യണം. 1 ഇൻറ്റു 2 മൈനസ് 3i ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. രണ്ടാമത്തെ പ്ലസ് നടുക്കിടാൻ മറന്നു പോരുത് കേട്ടോ. ഐ ഇൻറ്റു രണ്ടാമത്തതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 മൈനസ് 3i അല്ലേ? ഓരോ നമ്പറും ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ലാസ്റ്റ് ആൻസർ തെറ്റിപ്പോകും കേട്ടോ. അതാണ് നമുക്ക് എപ്പോഴും കുട്ടികൾക്ക് എപ്പോഴും തെറ്റിപ്പോണയാണ്. കാരണം മൾട്ടിപ്ലൈ ചെയ്യാൻ എല്ലാവർക്കും അറിയാം, ആഡ് ചെയ്യാനൊക്കെ അറിയാം, പക്ഷേ എഴുതി വരുമ്പോൾ എല്ലാവരും തെറ്റിപ്പോകും. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. 1 ഇൻറ്റു 2 എന്നാ 2, 1 ഇൻറ്റു മൈനസ് 3i മൈനസ് 3, ഇങ്ങനെ ഒരു വരച്ച ഒരു കുഴപ്പമില്ല. പ്ലസ് ഐ ഇൻറ്റു 2i, അടുത്ത് പ്ലസും മൈനസും കൂടെ വരുമ്പോൾ മൈനസ് ഐ ഇൻറ്റു ഐ വരുമ്പോൾ 3ക്ക് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാനില്ല. അപ്പോൾ ആ 3 അങ്ങനെ തന്നെ എഴുതി. ഐനെ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ കിട്ടും. അപ്പോൾ ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ നേരത്ത് 2 അങ്ങനെ തന്നെ എഴുതി. ഇത് രണ്ടും കൂടെ കൂട്ടി പറഞ്ഞ് ഒരെണ്ണം നെഗറ്റീവ് ഒരെണ്ണം പോസിറ്റീവ്. വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ചിട്ട് വലിയ നമ്പറിന് സൈൻ കൊടുക്കണം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഐ മൈനസ് 3i പ്ലസ് 2i മൈനസ് ഐ. ഇനി മൈനസ് അങ്ങനെ തന്നെ എഴുതുന്നു. ഐ സ്ക്വയറിൻ്റെ വാല്യൂ എന്താ? -1 അപ്പോൾ -3 ഇൻറ്റു -1 വരും. അപ്പോൾ നമ്മുടെ ആൻസർ 2 വരും, മൈനസ് ഐ വരും, ഇത് +3 വരും. ഇനി ഇത് രണ്ടും എന്താണ്? റിയൽ നമ്പേഴ്സാണ്, അത് കൂടണം. അപ്പോൾ 5 മൈനസ് ഐ വരും. അപ്പോൾ നമ്മുടെ കോംപ്ലക്സ് നമ്പർ എന്ത് നമുക്ക് കിട്ടി? Z1 ഇൻറ്റു Z2 എന്ന് പറയുന്നത് 5 മൈനസ് ഐ കിട്ടി. ദെൻ അനദർ എക്സാമ്പിൾ നോക്കാം. Z1 ഈസ് ഈക്വൽ ടു 1 പ്ലസ് ഐ ഇൻറ്റു 4 മൈനസ് 2i ആണ്.
ഇതിനെ നമ്മൾ പ്രോഡക്റ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം 1 × 4 - 2i, രണ്ടാമത്തെ പ്ലസ് i × 4 - 2i. അപ്പോൾ ഈ ഒരു കോംപ്ലക്സ് നമ്പർ കിട്ടി ഒന്നും നമുക്കറിയേണ്ട, സാധാ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ 1നെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, പിന്നെ i ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി ഇത് സാധാ പോലെ മൾട്ടിപ്ലൈ 1 × 4 എന്താ മക്കളെ 4 വരും. ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8i വരും. ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4i വരും. ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2i² വരും. കാരണം i × i എന്ന് പറഞ്ഞാൽ i² ആണ്. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. 4 അങ്ങനെ തന്നെ വരും. ഇത് രണ്ടും കൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -4i വരും. ഇവിടെ -2. ഈ i² എന്ന് പറഞ്ഞാൽ -1 അല്ലേ. ആ മൈനസ് ഈ മൈനസും കൂടെ വരുമ്പോൾ എന്താവും? +2 ആവില്ലേ? +2 ആവും. ഇനി എന്ത് ചെയ്യണം? ഈ 4ഉം ഈ 2ഉം കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ 6 വരും. -4i അങ്ങനെ തന്നെ എഴുതും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 6 - 4i എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? മൾട്ടിപ്ലിക്കേഷന് നെക്സ്റ്റ് ടൈപ്പ് പ്രോബ്ലം ആണ്. നമുക്കറിയാം ഒരു കോംപ്ലക്സ് നമ്പർ 1 + i × 1 - i അതാരാണെന്ന് വെച്ചോ. ഇവിടെ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? a + b × a - b എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? a² - b². അപ്പോൾ ആ ഒരു റൂളാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. a + b × a - b രണ്ടാമത്തെ ടൈപ്പാണിത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇതിനെ എങ്ങനെ എഴുതാം? 1² - i² എന്ന് എഴുതാം. കാരണം ആദ്യത്തെ പോസിറ്റീവ്, രണ്ടാമത്തെ അതേ സെയിം നമ്പർ നെഗറ്റീവാണ്. അപ്പോൾ ആദ്യത്തെ സ്ക്വയർ മൈനസ് രണ്ടാമത്തെ ഐയുടെ സ്ക്വയർ. അപ്പോൾ 1 അങ്ങനെ തന്നെ വരും. -i² എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ ഈ മൈനസും എന്താവും? 1 + 1 വരും. അപ്പോൾ ആൻസർ 2 വരും. അപ്പോൾ 1ൻ്റെ ആൻസറായി. ഇനി ഇതേപോലെ നമ്മൾ അടുത്തൊരു പ്രോബ്ലം നോക്കാം. z = 4 + 3i × 4 - 3i ആന്ന് വെച്ചോ. ഇവിടെ നമുക്ക് ഈ ഒരു സ്റ്റെപ്പിനകത്ത് നമുക്ക് ഒരു സ്റ്റെപ്പോടെ എഴുതി കാണിക്കാം, പിന്നെ അത് വേണ്ട. അപ്പോൾ 4² വരും -3i² വരും. കറക്റ്റ് അല്ലേ? അപ്പോൾ 4² എന്താണ്? നമുക്ക് 16 വരും. -3യുടെ സ്ക്വയർ 9, ഐയുടെ സ്ക്വയർ i². അപ്പോൾ 16 അങ്ങനെ തന്നെ വരും. -9 i²ൻ്റെ വാല്യൂ എന്താ? -1 അല്ലേ. അപ്പോൾ ഇത് -1 വരും. അപ്പോൾ 16 -9 -9ഉം -1ഉം +9 വരും. അപ്പം നമ്മുടെ ആൻസർ 25 വരും. ഇനി ഇവിടെ ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് നേരെ ഇങ്ങോട്ട് എഴുതാവുന്നേ ഉള്ളൂ. കാരണം നോക്കിക്കുക, 4ൻ്റെ സ്ക്വയർ 16ഉം ഈ 3ൻ്റെ സ്ക്വയറും എഴുതിയാൽ പോരെ. വേറെ നമ്മൾ ഇത്രയും ഒരു സ്റ്റെപ്പിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ ഇല്ല. നേരെ ഡയറക്റ്റ് നമുക്ക് എഴുതാം. അപ്പോൾ നമ്മുടെ ആൻസർ എങ്ങനെ വരും നോക്കിയാൽ ഒരെണ്ണം എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നേക്കണം 5 - 2i × 5 + 2i എന്ന് വെച്ചോ. ഇവിടെ ഒരു നമ്പർ a + b a - b × a + b ആണ് അല്ലേ. അപ്പോൾ നമ്മൾ നോക്കിയാൽ മതി. 5ൻ്റെ സ്ക്വയർ 25, ഈ 2ൻ്റെ സ്ക്വയർ 4, 25 4 29 നേരെ എഴുതിയാൽ മതി. അപ്പോൾ നമ്മളിത് മൾട്ടിപ്ലിക്കേഷനിലാണ് ഏറ്റവും ഉപയോഗിക്കുന്നത്. ഇങ്ങനെ 2 നമ്പർ വന്നാൽ അപ്പോൾ നമ്മളിത് ഇത്രയും ഒരു സ്റ്റെപ്പിൻ്റെ ആവശ്യമുള്ളൂ. ഇത്രയും ഒരു സ്റ്റെപ്പ് നമുക്ക് വേണ്ട. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക. z = 4 - i × 4 + i ആന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ a - b × a + b ഫോമല്ലേ ഇത്. അപ്പോൾ നമുക്ക് എഴുതാം 4ൻ്റെ സ്ക്വയർ 16 പ്ലസ് ഈ ഐയുടെ കോയഫിഷ്യൻ്റ് -1 ആണ്. അപ്പോൾ ആ -1ൻ്റെ സ്ക്വയർ 1. അപ്പോൾ 16 + 1 = 17 നേരെ എഴുതുക. ഇത്ര സ്റ്റെപ്പ് മതി. ദെൻ അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. z = 7 + 2i × 7 - 2i. അപ്പോൾ നമ്മൾ ആൻസർ എന്ന് പറഞ്ഞാൽ 7ൻ്റെ സ്ക്വയർ (7² എഴുതാം. പിന്നെ ഈ 2ൻ്റെ സ്ക്വയർ എഴുതാം (2²). വേണമെങ്കിൽ ആ ഒരു സ്റ്റെപ്പോടെ എഴുതാം. അപ്പോൾ (49 + 4 ആണ് (53) നമ്മുടെ ആൻസർ വരും. അപ്പോൾ ഏത് നമ്പർ ഈ ഒരു മോഡൽ ഫോർമുല വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ നമ്പറിൻ്റെ സ്ക്വയറിൻ്റെ സമ്മതം എഴുതിയാൽ മതി. ഒരെണ്ണം a + b × a - b ഫോമിലാണെങ്കിൽ ഇങ്ങനെ എഴുതാം. മൾട്ടിപ്ലിക്കേഷന് നെക്സ്റ്റ് ഫോർമുലയാണ് നമുക്ക് മൂന്നാമത് ഉപയോഗിക്കുന്നത്. a + b the whole സ്ക്വയറും a - b the whole സ്ക്വയറും. നമ്മുടെ ഫോർമുല തന്നെ മക്കളെ a² + 2ab + b² ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഫോർമുലയ്ക്കകത്ത് എങ്ങനെ ഇത് കൊടുക്കാൻ നോക്കാം. 1 + 2i the whole സ്ക്വയർ ആണ്. അപ്പോൾ ആദ്യത്തെ സ്ക്വയർ 1² വരും പ്ലസ് ഇത് രണ്ടും കൂടെ പ്രോഡക്റ്റ് ചെയ്തിട്ട് അതിന് ഇത് കണ്ടോ എയും ബിയും കൂടെ മൾട്ടിപ്പിൾ ചെയ്തിട്ട് അതിൻ്റെ ഇരട്ടിയാണ്. അതും ഇതുപോലെ തന്നെ മതി. 1ഉം 2ഉം കൂടെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ 1 × 2i = 2i വരും. അതിൻ്റെ ഇരട്ടി എത്രയാണ്? 4i വരും. പിന്നെ ദെൻ അടുത്ത എന്താ? 2i the whole സ്ക്വയർ വരും. 2i the whole സ്ക്വയർ. അപ്പോൾ നമ്മുടെ ആൻസർ 1 വരും പ്ലസ് 4i വരും. 2ൻ്റെ സ്ക്വയർ 4 വരും. ഐയുടെ സ്ക്വയർ i² വരും. അപ്പോൾ അവിടെ ആൻസർ 1 + 4i - 4 വരും.
ഇനി ഈ രണ്ട് നമ്പർ കൂടണം. അപ്പോൾ -3 + 4i വരും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണെന്ന് നോക്കി, -3 + 4i വരും. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കോൺജുഗേറ്റ് കാണാൻ പറഞ്ഞ് ഇസഡ് അല്ലേ നമുക്കിവിടെ 3 + 4i വരും. അപ്പോൾ അതിൻ്റെ കോൺജുഗേറ്റ് ചോദിച്ചാൽ ഇസഡ് ബാർ എന്താണെന്നാണ് പഠിച്ചേക്കണേ, 3 - 4i. അത് വേണമെങ്കിൽ നമുക്കൊന്ന് എഴുതി പോകാം. അതായത് കോൺജുഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇമാജിനറി പാർട്ടിൻ്റെ സൈൻ നമ്മൾ ഓപ്പോസിറ്റ് ആക്കിയാൽ ഏതൊരു കോംപ്ലക്സ് നമ്പറിൻ്റെയും നമുക്ക് എന്താവും, കോൺജുഗേറ്റ് ആവും. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക, ഇസഡ് ഈസ് ഈക്വൽ ടു 1 + i ദ ഹോൾ സ്ക്വയർ ആണ്. 1 + i ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ വരും. പിന്നെ ഇത് രണ്ടും കൂടെ ഗുണിച്ച് കഴിയുമ്പോൾ വേണമെങ്കിൽ എഴുതാം കേട്ടോ, 2 × 1 × i + i സ്ക്വയർ. വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡബിൾ എടുക്കേണ്ട ആവശ്യമില്ല, നേരെ ഫോർമുല നിങ്ങളുടെ രീതിയിൽ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മുടെ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 വരും, 1 സ്ക്വയർ 1 എന്ന് എഴുതാം. ഇത് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ 2i വരും, ഇതെന്ന് പറഞ്ഞാൽ -1 വരും. അപ്പോൾ ഈ 1ഉം ഈ -1ഉം ക്യാൻസലായി പോകും. അപ്പോൾ ആൻസർ എന്നാ വരും, 2i വരും. ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പഠിച്ചു വെക്കാം. 1 + i ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2i ആണെന്നുള്ളത് ഒന്ന് പഠിച്ച് നമ്മൾ വയ്ക്കാം, കാരണം നമുക്കത് ചിലപ്പോഴൊക്കെ ആവശ്യമുള്ളൊരു സാധനമാണ്. ഇനി അടുത്ത് നോക്കാം, ഇതേപോലെ നമുക്ക് 1 + i ദ ഹോൾ സ്ക്വയർ നോക്കാം. അപ്പോൾ ആദ്യത്തെ സ്ക്വയർ 1 സ്ക്വയർ വരും, -b ദ ഹോൾ സ്ക്വയർ വരുമ്പോൾ നടുക്ക് മൈനസ് അല്ലേ, *1 × i വരും, +i സ്ക്വയർ വരും, a സ്ക്വയർ -2ab + b സ്ക്വയർ. അപ്പോൾ 1 അങ്ങനെ തന്നെ വരും, -2i വരും, ഇത് -1 വരും. ഈ 1ഉം ഈ -1ഉം ക്യാൻസലായി പോകും. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് -2i വരും. ഇത് നമുക്കൊന്ന് ഓർത്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ a + b ദ ഹോൾ സ്ക്വയറിൻ്റെ ഫോർമുല നോക്കാം. ദെൻ അടുത്ത നെക്സ്റ്റ് വൺ നോക്കാം, തേർഡ്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇസഡ് ഈസ് ഈക്വൽ ടു 4 - i ദ ഹോൾ സ്ക്വയർ. ആദ്യത്തെ സ്ക്വയർ 4 സ്ക്വയർ വരും, -2 × 4 × i, പിന്നെ ആ മൈനസ് എടുക്കരുത് കേട്ടോ, +i സ്ക്വയർ വരും, a സ്ക്വയർ -2ab + b സ്ക്വയർ. 4 സ്ക്വയർ 16 വരും, ഇവിടെ -8i വരും, ഇത് -1 വരും. ഇനി ആൻസർ എന്നാ വരും, 50 - 8i വരും. അപ്പോൾ നമ്മുടെ ആൻസർ എന്നായി നോക്കിയേ, 50 - 8i കിട്ടും. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷനകത്ത് a + b ദ ഹോൾ സ്ക്വയർ ആയി, a + b × a - b പഠിച്ചു. ഇനി a + b × c + d പഠിച്ചു. ഈ 3 മൾട്ടിപ്ലിക്കേഷൻ നന്നായിട്ട് പഠിക്കണം കേട്ടോ. നമ്മൾ ഇനി മൾട്ടിപ്ലിക്കേഷൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇസഡ് ഈസ് ഈക്വൽ ടു നമുക്ക് തന്നേക്കുവാണ് 1 + i ദ ഹോൾ റേസ് ടു 4 ആണെന്ന് വെച്ചു. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ, 1 + i ദ ഹോൾ സ്ക്വയർ × 1 + i ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 + i ദ ഹോൾ സ്ക്വയർ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് 2i ആണ്, ഇതെന്ന് പറഞ്ഞാൽ 2i ആണ്. ഇവിടെ സെപ്പറേറ്റ് അത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നോക്കിക്കേ, 2 × 2 4 വരും, × i സ്ക്വയർ വരും. i സ്ക്വയറിൻ്റെ വാല്യൂ എന്താ, -1 ആണ്. അപ്പോൾ 4 × -1, അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് -4 വരും. ഒന്നാമത്തെ ആൻസറായി. ഇവിടെ നമ്മൾ ഈ ലെവൽ 1 നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കി പഠിക്കണം. ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ പഠിക്കുന്നത് നമ്മൾ ലെവൽ 1 ആണ്. ലെവൽ 1 എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിൻ്റെ കണ്ടന്റും അതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് എല്ലാം ഉൾപ്പെടുത്തിയാണ്. അതും ഒരേ ടൈപ്പ് പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തു പോകുന്നത്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ദ നെക്സ്റ്റ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇതുപോലെ തന്നെ ഒരു എക്സാമ്പിളോട് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇസഡ് 2 ഈക്വൽ ടു ഇസഡ് എന്ന് പറയുന്നത് 1 - i ദ ഹോൾ റേസ് ടു 4 ആണെന്ന് വെച്ചു. 1 - i ദ ഹോൾ റേസ് ടു 4 ഇതുപോലെ നമുക്ക് എഴുതാം, 1 - i ദ ഹോൾ സ്ക്വയർ × 1 - i ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ -2i വരും, ഇതെന്ന് പറഞ്ഞാൽ -2i വരും. അപ്പം മൈനസും മൈനസും ഓൾറെഡി പോസിറ്റീവ്. 2 × 2 4 വരും, i × i സ്ക്വയർ വരും. അപ്പോൾ നമ്മുടെ 4 വരും × -1, അപ്പോൾ ആൻസർ -4 വരും. ആൻസറായി. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇസഡ് ഈസ് ഈക്വൽ ടു 1 + i ദ ഹോൾ റേസ് ടു 6 ആണെന്ന് വെച്ചാൽ മൂന്നാമത്തെ എക്സാമ്പിൾ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ 1 + i ദ ഹോൾ സ്ക്വയർ, 1 + i ദ ഹോൾ സ്ക്വയർ, 1 + i ദ ഹോൾ സ്ക്വയർ. ഇതിന് ഓരോന്നിനെ നമുക്ക് സെപ്പറേറ്റ് കൊടുക്കാം അല്ലേ. ഇതിനെ എങ്ങനെ എഴുതാം, നമുക്ക് 2i എന്ന് എഴുതാം, ഇതിനെ നമുക്ക് 2i എന്ന് എഴുതാം, ഇതിനെ നമുക്ക് 2i എന്ന് എഴുതാം. ഓരോന്നും 2i ആണ്. പ്ലസ് ആയതുകൊണ്ട് പോസിറ്റീവ് 2, മൈനസ് ആണ് -2i. എത്ര രണ്ടെണ്ണം നോക്കിയാൽ 2 × 2 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 8. i × i സ്ക്വയർ. ഈ i അങ്ങനെ തന്നെ എഴുതി. ഈ i സ്ക്വയറിൻ്റെ വാല്യൂ എന്താ, -1 അങ്ങനെ തന്നെ എഴുതി, × i അങ്ങനെ തന്നെ എഴുതി. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് -8i എന്നായി. അപ്പോൾ ആൻസർ എന്തായി, -8i. ഇതുപോലത്തെ ഒരു എക്സാമ്പിൾസ് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കണം കേട്ടോ. ഫോർത്ത് എക്സാമ്പിൾ 1 - i, ഇവിടെ പ്ലസ് ആണ് പറഞ്ഞത്. അപ്പോൾ 1 - i ദ ഹോൾ റേസ് ടു 6, 1 - i ദ ഹോൾ റേസ് ടു 8, 1 + i ദ ഹോൾ റേസ് ടു 8. ഈ ഒരു 3 പ്രോബ്ലം വർക്കൗട്ട് ചെയ്ത് നോക്കണം കേട്ടോ.
നമ്മൾ ആപ്ലിക്കേഷൻ മൾട്ടിപ്ലിക്കേഷൻ വേറൊരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. ഇസഡ് ഈസ് ഈക്വൽ ടു I raised to 18 പ്ലസ് 1/I raised to 25 ദ ഹോൾ ക്യൂബ്. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കാം, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് ആദ്യം നമ്മൾ ഇതിൻ്റെ വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കണം. I raised to 18. I raised to 18 എന്ന് പറഞ്ഞാൽ I ഇൻറ്റു 2 ഇൻറ്റു 9 ആണ്. 9 ഓഡ് നമ്പറാണ്. അപ്പോൾ ആൻസർ ഈസ് -1 വരും. ഇനി I raised to 25 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? I ഇൻറ്റു I raised to 24. കാരണം നമുക്കറിയാം ഓഡ് നമ്പർ ഏത് കിട്ടിയാലും അതിനെ ഈവൺ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ നമ്മൾ 25നെ I ഇൻറ്റു I raised to 24 ആക്കി. ഇനി നമുക്കറിയാം I അങ്ങനെ തന്നെ എഴുതി. I raised to 2 ഇൻറ്റു 12 ആണ്. ഈ 12 ഓഡാണോ ഈവൺ ആണോ? ഈവൺ നമ്പറാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ എന്നാ? I ഇൻറ്റു 1 വരും. അപ്പോൾ ആൻസർ ഈസ് I കിട്ടും. അപ്പോൾ നമ്മൾ തന്നേക്കണ ക്വസ്റ്റിനകത്ത് I raised to 25 കിട്ടി. പക്ഷേ നമ്മുടെ I raised to 25 ആണ് അവിടെ കിടക്കണേ. അല്ല, 1/I raised to 25 ആണ്. അപ്പോൾ 1/I വരും. ഇത് നമ്മൾ പഠിച്ചു വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, -I ആണ്. 1/I എന്ന് പറഞ്ഞാൽ എന്താണ്? -I ആണ്. 1/-I എന്താണ്? +I ആണ്. അപ്പോൾ നമ്മുടെ രണ്ടിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കണം. ഇനി ഇത് ഇസഡിലേക്ക് കൊടുക്കുക. I raised to 18 എന്നാ കിട്ടിയത്? -1. ഇതെന്നാ കിട്ടിയത്? -I ദ ഹോൾ raised to 3 എന്ന് വരും. ക്ലിയർ ആയല്ലോ? ഇനി നമുക്കറിയാം ഇതിനകത്ത് രണ്ടിനകത്തും നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആ നെഗറ്റീവിനെ വേണമെങ്കിൽ നമുക്കൊന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1+I ദ ഹോൾ raised to 3 എന്ന് കിട്ടി. നെഗറ്റീവ് നമ്പറിൻ്റെ പവറായിട്ട് ഓട് വന്നാൽ നെഗറ്റീവാണ്. അപ്പോൾ ബാക്കി എന്ത് കിട്ടി? 1+I ദ ഹോൾ raised to 3 കിട്ടി. കാരണം ഈ നെഗറ്റീവ് നമ്പർ ഇട്ട് പ്രോഡക്റ്റ് ചെയ്യാൻ പോയി നിങ്ങളത് തെറ്റിച്ചളി. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എളുപ്പത്തിന് 1+I ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. 1+I ദ ഹോൾ raised to 3യെ 1+I ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇൻറ്റു എന്ത് വരും? 1+I വരും. ഇനി ഈ 1+I ദ ഹോൾ സ്ക്വയർ എന്താ? 2I വരും. -2I വരും. ഇൻറ്റു എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 1+I വരും. ഇവിടെ നമുക്ക് തന്നേക്കണം 1+I ദ ഹോൾ സ്ക്വയറിനെ നമ്മൾ തന്നേക്കണം ഫോർമുല കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 2I. ഇവിടെ ഓൾറെഡി ഉള്ള 1+I അങ്ങനെ തന്നെ എഴുതി. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായി നോക്കിയാൽ മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു -2I ഇൻറ്റു ഇവിടെ നിന്ന് ഇതും കൊണ്ട് പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ -2I, അടുത്ത പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ -2I സ്ക്വയർ. അപ്പം -2I + 2I നമ്മുടെ ആൻസറായി. ക്ലിയർ ആയല്ലോ? ഇതേ മോഡൽ വേറെ ക്വസ്റ്റ്യൻ ഇവിടെ നോക്കാം നമുക്ക്. I raised to 16 plus 1/I raised to 35 the whole raised to 3. ആദ്യമേ ഫസ്റ്റ് എന്തെടുക്കണം? I raised to 16 എടുത്തു. അതിനെ നമുക്ക് I raised to 2 ഇൻറ്റു 8 എന്ന് വരും. 8 ഈവൺ നമ്പർ ആയതുകൊണ്ട് ആൻസർ 1 വരും. ഇനി അടുത്ത I raised to 35 എടുക്കണം. I raised to 35നെ നമുക്ക് എങ്ങനെ എഴുതാം? I ഇൻറ്റു I raised to 34 എന്ന് എഴുതാം. അപ്പോൾ I ഇൻറ്റു I raised to 34 എന്താ? 2 ഇൻറ്റു 17 അല്ലേ? നമ്മൾ ഇഷ്ടംമാതിരി ക്വസ്റ്റ്യൻ ചെയ്താണ്. അതായത് 34നെ 2 ഇൻറ്റു 17 എന്നറിയാം. ഈ ഒരു നമ്പേഴ്സിനെ മാറ്റുന്നത് ആദ്യത്തെ വീഡിയോകളിൽ പാർട്ട് 1-നകത്ത് ഒത്തിരി ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, നോക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ആൻസർ എന്നാ മക്കളെ? I ഇൻറ്റു -1 ദാറ്റ് ഈസ് ഈക്വൽ ടു -I കിട്ടും. ഇനി നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെ വാല്യൂ കൊടുത്ത് ഈ ഇക്വേഷനിലേക്ക് കൊടുക്കണം. I raised to 35 എന്താ കിട്ടിയത് നമുക്ക്? ദാറ്റ് ഈസ് ഈക്വൽ ടു -I കിട്ടി. അപ്പോൾ 1/I raised to 35നെ നമുക്ക് എന്താ എഴുതാം? 1/-I എന്ന് എഴുതാം അല്ലേ? അതെന്താണ്? +I ആണ്. ഇനി നമ്മൾ ഈ ഇക്വേഷനിലേക്ക് കൊടുക്കണം. Z ഈസ് ഈക്വൽ ടു I raised to 16 കിട്ടിയത് 1, ഇത് കിട്ടിയത് +I. അപ്പോൾ നമ്മൾ ഹോൾ raised to 3 ആണ്. ഇതിനെ എങ്ങനെ എഴുതാം? 1+I ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 1+I എന്ന് എഴുതാം. കാരണം A³ എന്ന് പറഞ്ഞാൽ A² ഇൻറ്റു A ആണ് അല്ലേ? അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? 1+I ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 1+I എന്ന് എഴുതാം. ഇനി 1+I ദ ഹോൾ സ്ക്വയർ എന്താ? 2I ആണ്. അപ്പോൾ 2I ഇൻറ്റു എന്ത് എഴുതാം? 1+I എന്ന് എഴുതാം. ഇതിനെ ഓരോന്നിനും നമ്മളൊന്ന് പ്രോഡക്റ്റ് ചെയ്യണം. അങ്ങനെ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ എന്ത് വരും മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2I ഇൻറ്റു 1 വരും പ്ലസ് 2I ഇൻറ്റു I എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2I സ്ക്വയർ വരും. ഇനി I സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -1 ആണ് അല്ലേ? അപ്പോൾ 2I അങ്ങനെ തന്നെ വരും. ദെൻ ഇത് -2 വരും. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് 2I -2 വരും. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മുടെ മിസ്ലേനീസിലൊക്കെ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത് നോക്കുക. I raised to 16 പ്ലസ് 1/I raised to 45 ദ ഹോൾ ക്യൂബ് എന്ന് വെച്ചോ. I raised to 16 നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. I raised to 16 എന്ന് പറഞ്ഞാൽ I raised to 2 ഇൻറ്റു 8 വരും. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് 1 വരും. നെക്സ്റ്റ് എന്താണ്? I raised to 45. ഈ 45നെ എന്തെഴുതാം മക്കളെ? നമുക്ക് I ഇൻറ്റു I raised to 44 എന്ന് എഴുതാം അല്ലേ? കാരണം 45 ഓടാണ്. ആ ഓഡ് നമ്പറിനെ
ഈവൺ നമ്പറിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഐ അങ്ങനെ തന്നെ വരും. I⁴44നെ 2 × 22 എന്ന് എഴുതാം. അപ്പോൾ 22 ഈവൺ ആണോ ഓടാണോ? ഈവൺ നമ്പർ അല്ലേ? അപ്പോൾ അതിൻ്റെ ആൻസർ ഈസ് ഐ എന്ന് വരും. I × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ വരും. അപ്പോൾ 1/I⁴45 എന്ന് പറഞ്ഞാൽ 1/I വരും. 1/I എന്നാ? ദാറ്റ് ഈസ് ഈക്വൽ ടു -I ആണ് 1/I എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യനിലേക്ക് ഇതെല്ലാം കൊടുക്കും. അപ്പോൾ I⁻16 1 വരും, ഇത് -I വരും, ദ ഹോൾ റേസ് ടു 3 വരും. ഇതിനെ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - I ദ ഹോൾ സ്ക്വയർ വരും ഇൻറ്റു 1 - I എന്ന് വരും. 1 - I ദ ഹോൾ സ്ക്വയർ നമുക്ക് പഠിച്ചു വയ്ക്കാം, ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. -2I ഇൻറ്റു 1 - I വരും. ഇതിനെ ഇതുകൊണ്ട് പ്രോഡക്റ്റ് ചെയ്യണം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു -2I. ഇതിനെ ഇതുകൊണ്ട് പ്രോഡക്റ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു +2I². ഇനി -2I അങ്ങനെ തന്നെ എഴുതും. I² വാല്യൂ എന്താ? -1 അല്ലേ? അപ്പോൾ ഇവിടെ ആൻസർ എന്നാ വരും? -2 വരും. ക്ലിയർ ആയല്ലോ? നമ്മൾ കോംപ്ലക്സ് നമ്പർ എന്ന ചാപ്റ്ററിനകത്ത് പാർട്ട് 3 ടോപ്പിക്കാണ് എടുക്കുന്നത്, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. നമ്മൾക്കറിയാം മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് എല്ലാ എക്സാമിൻ്റെയും ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണ്? നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് മക്കളെ, Z⁻⁻1 എന്ന് പറഞ്ഞാൽ Z⁻ ഡിവൈഡഡ് ബൈ മോഡ് Z² ആണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ Z⁻⁻1 ഈക്വൽ ടു എന്ത് വരും? Z⁻ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് Z² വരും. അപ്പൊ സപ്പോസ് Z ഇസ് ഈക്വൽ ടു നമുക്ക് 1 + I ആന്ന് വെച്ചോ, ഫൈൻഡ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടേ? Z⁻ കണ്ടുപിടിക്കും. Z⁻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇമാജിനറി പാർട്ട് നേരെ ഓപ്പോസിറ്റ് ആവും അല്ലേ? അപ്പൊ ഇവിടെ 1 + I ആണെങ്കിൽ നമ്മുടെ ആൻസർ എന്നാ? 1 - I ആണ് നമ്മുടെ കോൺജുഗേറ്റ്. ഇനി നമുക്ക് മോഡുലസ് Z കണ്ടുപിടിക്കണം. മോഡുലസ് Z എന്ന് പറഞ്ഞാൽ √A² + B² ആണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ മോഡുലസ് Z എന്ന് പറഞ്ഞാൽ √A² + B² ആണ്. നമ്മുടെ ക്വസ്റ്റിനകത്ത് A1 ആണ്, B1 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ മോഡുലസ് Z എന്ന് പറഞ്ഞാൽ എന്ത് വരും? √1² + 1² വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + 1 ആൻസർ ഈസ് √2 വരും. നമ്മുടെ ഫോർമുലയ്ക്കകത്ത് മോഡുലസ് Z ദ ഹോൾ സ്ക്വയർ അല്ലേ? അപ്പൊ മോഡ് Z ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ √2ന്റെ സ്ക്വയർ കൊടുക്കണം. √2ന്റെ സ്ക്വയർ എന്താ? 2 ആണ്. അപ്പൊ ആൻസർ ഈസ് 2 വരും. അപ്പൊ നമ്മുടെ ഇക്വേഷനിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ Z⁻⁻1 ഈക്വൽ ടു Z⁻ ബൈ മോഡ് Z² ആണ്. Z⁻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - I, മോഡ് Z² എന്ന് പറഞ്ഞാൽ 2. അപ്പൊ നമ്മുടെ ആൻസർ ഈസ് 1 - I ഡിവൈഡഡ് ബൈ 2 ആവും. ദെൻ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, Z ഈസ് ഈക്വൽ ടു 1 + I ദ ഹോൾ സ്ക്വയർ ആണ്. ഇവിടെ നമുക്കറിയാം Z എന്ന് പറഞ്ഞാൽ 1 + I ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ Z ന് നമുക്കറിയാം 2I എഴുതാം. അത് ചെയ്യേണ്ട ആവശ്യം കൂടിയില്ല. 1 + I ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2I ആണ്. അപ്പൊ Z⁻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു -2I. കാരണം അവിടെ റിയൽ പാർട്ട് ഇല്ല, ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ഓൾറെഡി -2I എഴുതിയാൽ മതി. ദെൻ മോഡ് Z എന്ന് പറഞ്ഞാൽ എന്താണ്? √A² + B² ആണ്. അവിടെ A എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. അപ്പൊ 0² + 2² വരും. അപ്പൊ ആൻസർ ഈസ് 2² വരും. അപ്പൊ ആൻസർ ഈസ് 2 വരും. ഇപ്പൊ മോഡ് Z² എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2ന്റെ സ്ക്വയർ, ആൻസർ ഈസ് 4 വരും. അപ്പൊ നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് Z⁻⁻1 എന്ന് പറഞ്ഞാൽ Z⁻ ബൈ മോഡ് Z² ആണ്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ Z⁻ -2I മോഡ് Z² 4. അപ്പൊ ആൻസർ ഈസ് -2I ഡിവൈഡഡ് ബൈ 4 വരും. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിന്റെ നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. Z ഈസ് ഈക്വൽ ടു 5 - √3I. ഫൈൻഡ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ Z⁻⁻1 ഈസ് ഈക്വൽ ടു ദെൻ Z⁻ ഡിവൈഡഡ് ബൈ മോഡ് Z² ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ Z⁻⁻1 എന്ന് പറഞ്ഞാൽ Z⁻ ബൈ മോഡ് Z² വരും. അപ്പൊ നമ്മൾ ആദ്യം ഏത് കണ്ടുപിടിക്കണം? Z⁻ കണ്ടുപിടിക്കണം. Z⁻ എന്ന് പറഞ്ഞാൽ എന്താ? റിയൽ പാർട്ടിന്റെ സൈൻ അല്ല, ഇമാജിനറി പാർട്ടിന്റെ സൈൻ നേരെ ഓപ്പോസിറ്റ് ആവും അല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ ഈസ് 5 + √3I ആവും. ഇവിടെ ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ -√3I ആണ്. അപ്പൊ അതിന്റെ സൈൻ ഓപ്പോസിറ്റ് ആവുമ്പോൾ ഈ നെഗറ്റീവ് പോസിറ്റീവായി മാറും. അപ്പൊ 5 + √3I വരും. ഇനി മോഡുലസ് Z എന്ന് പറഞ്ഞാൽ എന്താ? √A² + B² ആണ്. അപ്പൊ നമ്മുടെ A എന്ന് പറഞ്ഞ 5 ആണ്. അപ്പൊ 5ന്റെ സ്ക്വയർ വരും. A എന്ന് പറഞ്ഞാൽ ഈ 5, ഇനി പ്ലസ് B എന്ന് പറഞ്ഞാൽ -√3. അപ്പൊ -√3 ദ ഹോൾ സ്ക്വയർ വരും. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. അപ്പൊ 5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 വരും. ദെൻ പ്ലസ്
മൈനസ് √3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 വരും. കാരണം √3 ഇൻറ്റു √3 എന്ന് പറഞ്ഞാൽ 3 അല്ലേ. അപ്പൊ മൈനസ് √3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താ വരുള്ളൂ, 3 വരുള്ളൂ. അപ്പൊ √28 നമ്മുടെ ആൻസർ വരും. അപ്പൊ മോഡ് ഇസഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും, റൂട്ടിനകത്ത് നമ്മൾ സ്ക്വയർ കൊടുത്തു കഴിയുമ്പോൾ ആ നമ്പർ മാത്രം നമുക്ക് എഴുതിയാൽ മതി. അപ്പൊ മോഡ് ഇസഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 28 വരും. അപ്പൊ നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താ, ഇസഡ് ബാർ ബൈ മോഡ് ഇസഡ് സ്ക്വയർ ആണ്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇസഡ് ബാർ എന്ന് പറഞ്ഞാൽ 5 പ്ലസ് √3 ആയി വരും. മോഡ് ഇസഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 28 വരും. അപ്പൊ നമ്മുടെ കോംപ്ലക്സ് നമ്പർ ആയി. ക്ലിയർ ആയല്ലോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഇസഡ് ഈസ് ഈക്വൽ ടു തേർഡ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇസഡ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ഐ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഐ ആണ്. അപ്പൊ അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇതിനെ എ പ്ലസ് ഐ ബിയുടെ ഫോമിലാക്കണം. 1 പ്ലസ് ഐ ഡിവൈഡ് ബൈ 1 മൈനസ് ഐ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഐ ആണെന്ന് നമുക്കറിയാം. ക്ലിയർ അല്ലേ. അപ്പൊ ഇസഡ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഐ വരും. ക്ലിയർ ആയല്ലോ. ഇസഡ് ബാർ എന്ന് പറഞ്ഞാൽ മൈനസ് ഐ വരും. അപ്പൊ നമ്മുടെ മോഡ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, റൂട്ട് ഓഫ്, ഇവിടെ റിയൽ പാർട്ട് ഇല്ല, ഇമാജിനറി പാർട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ റിയൽ പാർട്ടിന്റെ നമ്മൾ 0 കൊടുത്തു, അപ്പൊ 0 സ്ക്വയർ. ഇമാജിനറി പാർട്ടിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. അപ്പൊ നമ്മുടെ 1ന്റെ സ്ക്വയർ കൊടുത്തു. അപ്പൊ 0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 വരും, 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 വരും. അപ്പൊ അവിടെ ആൻസർ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 വരും. 0 പ്ലസ് 1 1 വരും. അപ്പൊ √1 വരും. അപ്പൊ മോഡ് ഇസഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 വരും. അപ്പൊ നമ്മുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഇസഡ് റേസ് ടു -1 എന്ന് പറഞ്ഞാൽ ഇസഡ് ബാർ മൈനസ് ഐ, മോഡ് ഇസഡ് സ്ക്വയർ 1, ആൻസർ ഈസ് മൈനസ് ഐ വരും. നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ഡിവിഷൻ റൂളാണ്. ഡിവിഷനാണ്. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത എന്താ മക്കളെ പഠിക്കാനുള്ള, ഡിവിഷനാണ്. അപ്പൊ ഇസഡ് ഈസ് ഈക്വൽ ടു ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. നമുക്ക് 3 + 2i ഡിവൈഡഡ് ബൈ 1 + i തന്നേക്കണമെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു കോംപ്ലക്സ് നമ്പർ തന്നാൽ ഇതിന് നമ്മൾ ഡിവൈഡ് ചെയ്ത് എ പ്ലസ് ഐ ബിയുടെ ഫോമിലാക്കണം. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, 3 + 2i ആദ്യം അങ്ങനെ തന്നെ എഴുതണം, 1 + i അങ്ങനെ തന്നെ എഴുതണം. ഈ താഴെ എന്താണോ കിടക്കുന്നത് അതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 1 മൈനസ് ഐ വരും, ഡിവൈഡഡ് ബൈ 1 മൈനസ് ഐ വരും. അപ്പൊ ഇവിടെ എന്ത് വരുന്നു, പ്ലസ് ആണെങ്കിൽ മൈനസ്, മൈനസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആണെങ്കിൽ പ്ലസ്. ഈ ഡിനോമിനേറ്റർ എന്താണോ അതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഡിനോമിനേറ്റർ നമുക്കറിയാം 1 + i ഇൻറ്റു 1 മൈനസ് ഐ ആയി. ദെൻ ന്യൂമറേറ്റർ നമുക്ക് 3 + 2i ഇൻറ്റു 1 മൈനസ് ഐ ആയി. ഇനി നമ്മുടെ ഡിനോമിനേറ്റർ നമുക്ക് നേരെ എഴുതാം. a + b ഇൻറ്റു a മൈനസ് ബി എന്ന് പറഞ്ഞാൽ a² മൈനസ് b². വേറെ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ 1 എടുക്കുക, ഈ ഐയുടെ കോഎഫിഷ്യന്റ് നോക്കുക, അതിന്റെ സ്ക്വയർ കൊടുത്താൽ മാത്രം മതി. ഇനി ന്യൂമറേറ്റർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ആദ്യം 3 ഇൻറ്റു 1 മൈനസ് ഐ ആയി. രണ്ടാമത്തെ പ്ലസ് 2i ഇൻറ്റു ഏതായി, 1 മൈനസ് ഐ ആയി. നമ്മൾ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാണ് അല്ലേ. ആ ടൈപ്പിൽ വരുന്ന അതേ സെയിം മൾട്ടിപ്ലിക്കേഷനാണ്. ഇനി ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. 3 എഴുതി, മൈനസ് 3i എഴുതി. ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2i വരും. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 2i² വരും. കാരണം 2 അങ്ങനെ എഴുതി, i ഇൻറ്റു i എന്ന് പറഞ്ഞാൽ i² എഴുതി. അപ്പൊ ഡിവൈഡഡ് ബൈ 1² എന്ന് പറഞ്ഞാൽ 1 എഴുതി, ഇവിടെ 1² 1 എഴുതി. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും നോക്കി, 3 അങ്ങനെ തന്നെ വരും. ഈ മൈനസ് 3iയും 2iയും കൂടെ വരുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് i വരും. ഈ മൈനസ് അങ്ങനെ തന്നെ വരും. i² വാല്യൂ എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പൊ -2 ഇൻറ്റു എന്ത് വരും, -1 ഓൾറെഡി അവിടെ വരും. ഡിവൈഡഡ് ബൈ 2 വരും നമ്മുടെ ആൻസർ. അപ്പൊ 3 മൈനസ് i വരും. ഈ മൈനസും മൈനസും +2 വരും, ഡിവൈഡഡ് ബൈ 2 വരും. ഇനി ഈ 3 + 2 എന്ന് പറഞ്ഞാൽ 5 വരും. അപ്പൊ 5 മൈനസ് i ഡിവൈഡഡ് ബൈ 2 വരും. ഇതിനെ നമ്മുടെ a + ib ഫോമിലേക്ക് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം, z ഈസ് ഈക്വൽ ടു 5/2 മൈനസ് i/2 എന്ന് കൊടുക്കാം. അപ്പൊ നമ്മുടെ കോംപ്ലക്സ് നമ്പറിന്റെ ജനറൽ ഫോമുലയായി. ഇനി അടുത്ത നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. z ഈസ് ഈക്വൽ ടു 1 + 2y ഡിവൈഡഡ് ബൈ 3 മൈനസ് 2y. ഇവിടെ നമ്മൾ ഏതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യണം, ഡിനോമിനേറ്റർ നോക്കണം. അവിടെ എന്താണോ അതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ എന്ത് വരും മക്കളെ, 1 + 2y ഡിവൈഡഡ് ബൈ 3 മൈനസ് 2y അങ്ങനെ തന്നെ എഴുതണം. ഏതാണ് കോൺജുഗേറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 + 2y ഡിവൈഡഡ് ബൈ 3 + 2y ആണ് നമ്മുടെ കോൺജുഗേറ്റ് അല്ലേ. ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3a². ഇവിടെ നമ്പർ നോക്കിയാൽ മതി, 3ന്റെ സ്ക്വയർ പ്ലസ് 2ന്റെ സ്ക്വയർ. നെഗറ്റീവ് നോക്കണ്ട, ഐ നോക്കണ്ട, ഒന്നും നമ്മൾ അവിടെ നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ 1 + 2y ഇൻറ്റു 3 + 2y ഒരു സ്റ്റെപ്പിൽ തന്നെ എഴുതാം. 1 ഇൻറ്റു 3 + 2y. ദെൻ അടുത്ത 2y ഇൻറ്റു അടുത്ത എന്ത് വരും, 3 + 2y. ഇത് രണ്ടും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ നമ്മുടെ ആൻസറായി. അപ്പോൾ ഇവിടെ 3 വരും, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ +2y വരും, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2y ഇൻറ്റു 3
6i വരും. ഇത് 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 4i സ്ക്വയർ വരും. ഡിവൈഡഡ് ബൈ 3ന്റെ സ്ക്വയർ 9 വരും. 2ന്റെ സ്ക്വയർ 4 വരും. ഇനി ഇതൊന്ന് ആഡ് ചെയ്ത് എഴുതാം. നമ്മളിത് ഡിവിഷൻ്റെ വേറൊരു ഫോമാണ്. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇസഡ് ഈസ് ഈക്വൽ ടു 1 + i ഡിവൈഡഡ് ബൈ, നമുക്കറിയാം കോസ് π/3 എന്ന് പറഞ്ഞാൽ π/3 എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി ആണ്. 60 ഡിഗ്രീനെയാണ് നമ്മൾ റേഡിയനിൽ π/3 എന്ന് പറഞ്ഞത്. അപ്പോൾ കോസ് 60 എന്ന് പറഞ്ഞാൽ 1/2 ആണെന്നും പ്ലസ് i സൈൻ 60 എന്ന് പറഞ്ഞാൽ √3/2 ആണെന്നും നമുക്കറിയാം. അപ്പോൾ നമ്മൾ ആദ്യം ആ ക്വസ്റ്റ്യൻ എന്താണ് ജനറൽ ഫോർമുലയിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്തെഴുതണം. വാല്യൂസ് കൊടുത്തെഴുതണം. ഇനി ഇതിനെ വേണം നമ്മൾ കോംപ്ലക്സ് നമ്പറിനെ a+yb രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ആദ്യം എന്ത് ചെയ്യാന്ന് നോക്കിയേ, ഈ 1/2 എന്ന് പറയുന്നത് 1 + i അങ്ങനെ തന്നെ എഴുതി. ഇവിടെ LCM നമ്മൾ കാണും. 1 + i √3 ഡിവൈഡഡ് ബൈ 2 ആണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ വരുന്നത്. ഈ 2 നേരെ എവിടെ പോകും മക്കൾ? നേരെ മുകളിലോട്ട് പോകും. അപ്പോൾ Z ഈസ് ഈക്വൽ ടു 2 × 1 + i ഡിവൈഡഡ് ബൈ 1 + i √3 വരും നമ്മുടെ ക്വസ്റ്റ്യൻ. കാരണം ഡിവൈഡഡ് ബൈ 2 കിടക്കുന്ന ഈ ഒരു നമ്പറിനെ നേരെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 2 നേരെ മുകളിൽ പോകും. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് എന്ത് വരും? 2 + 2i ഡിവൈഡഡ് ബൈ 1 + i √3 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ കിട്ടുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നേരെ ഡിനോമിനേറ്റർ എന്താണോ അതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ 2 + 2i അങ്ങനെ തന്നെ എഴുതി. നമ്മൾ ഡിവൈഡഡ് ബൈ 1 + i √3 എഴുതി. ഏതുകൊണ്ടാണ് നമ്മൾ പ്രോഡക്റ്റ് ചെയ്യേണ്ടത്? ഇതെന്താണോ അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ടാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് വരും? 1 - i √3 ഡിവൈഡഡ് ബൈ 1 - i √3 വരും. ഇതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ ആദ്യം എഴുതാം. ഈ 1ന്റെ സ്ക്വയർ നമുക്ക് എഴുതാം. ഈ √3യുടെ സ്ക്വയർ എഴുതിയാൽ മതി. നെഗറ്റീവ് നോക്കണ്ട, i നോക്കണ്ട, ഒന്നും വേണ്ട. കാരണം ഇത് കറക്റ്റായിട്ട് a² - b² ഫോർമുലയിലേക്ക് വരുമ്പോൾ നമ്മൾ അങ്ങനെയാണ് പഠിച്ചു കഴിഞ്ഞു. ഇനി മോളിൽ കിടക്കണം നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. 1 - i √3 കാരണം ഇതിനകത്ത് ഫുള്ളായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. പ്ലസ് 2i ഇൻറ്റു ദെൻ സെക്കൻഡ് വണ്ണിനെ മൾട്ടിപ്ലൈ ചെയ്തു. 1 - i √3. ഈ 2 നമ്പറിനെ നമ്മൾ എന്താണ് മൾട്ടിപ്ലൈ ചെയ്തു. ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്തു സാധാ പോലെ. ഇത് നമ്മളൊന്ന് പ്രോഡക്റ്റ് എഴുതണം. ആദ്യം അപ്പോൾ 2 അങ്ങനെ തന്നെ വന്നു. 2 - 2i √3 ആയി. ദെൻ 2i അങ്ങനെ തന്നെ വന്നു. പ്ലസ് 2i അങ്ങനെ തന്നെ വന്നു. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു -2 i ഇൻറ്റു i സ്ക്വയർ √3 അങ്ങനെ തന്നെ എഴുതി. √3 ഡിവൈഡഡ് ബൈ താഴെ 1 + √3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോൾ 1 + 3i. ഒന്നുകൂടെ പറയാം. 2 ഇൻറ്റു 1 2. പിന്നെ 2 ഇൻറ്റു -i √3 -2i √3. രണ്ടാമത്തെ 2i ഇൻറ്റു i 1 ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസ് 2i. ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു √3 2 √3 വരും. i ഇൻറ്റു i സ്ക്വയറും വരും. താഴെ 1 √3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ആണല്ലോ, അത് അങ്ങനെ തന്നെ എഴുതി. ഇനി ഇതിനെ ഒന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. അപ്പം നമ്മൾ 2 അങ്ങനെ തന്നെ എഴുതി. i² -1 ആണ്. ആ മൈനസും ഈ മൈനസും പ്ലസ് 2 √3 വരും. അതൊന്നിച്ചെഴുതി. റിയൽ പാർട്ട് നമ്മൾ ഒന്നിച്ചെഴുതി. ഇനി i ഇൻറ്റു ഇമാജിനറി പാർട്ട് നമ്മൾ ഒരുമിച്ച് എഴുതണം. ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇവിടെ -2 √3 വരും, പ്ലസ് 2 വരും, ഡിവൈഡഡ് ബൈ 1 + 3 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 വരും. ഇനി ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ 2 + 2 √3 ഡിവൈഡഡ് ബൈ 4 ആയി. പ്ലസ് i -2 √3 പ്ലസ് 2 ഡിവൈഡഡ് ബൈ 4 ആയി. അപ്പോൾ ഇത് നോക്കിക്കേ, a+ib ഫോം ആയില്ലേ? നമ്മുടെ കോംപ്ലക്സ് നമ്പർ a+ib രൂപത്തിലായി. ക്ലിയർ ആയല്ലോ? നമുക്ക് വേറൊരു എക്സാമ്പിളോടെ നോക്കാം. Z ഈസ് ഈക്വൽ ടു തേർഡ് എക്സാമ്പിൾ. Z ഈസ് ഈക്വൽ ടു 1 + i ഡിവൈഡഡ് ബൈ 1 - i ആണ്. ഈ ഒരു വാല്യൂ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെച്ച് അത് വെച്ച് പ്രോബ്ലം ചെയ്യാവുന്ന ഒരു പ്രോബ്ലം ആണ് കേട്ടോ. ഇവിടെ നമ്മൾ ഏതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യണം മക്കളെ? 1 + i ബൈ 1 - i അങ്ങനെ തന്നെ എഴുതി. നമ്മുടെ ഡിനോമിനേറ്റർ കിടക്കണ എന്താ? 1 - i. അപ്പോൾ ഏതുകൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണേ? ഇതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് താഴെ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് താഴെ 1 ആയി. 1² 1 നോക്കിയാൽ മതി. ഈ ഐയുടെ കോഎഫിഷ്യന്റ് 1 ആണ്. അപ്പോൾ 1ന്റെ സ്ക്വയർ. നെഗറ്റീവ് നോക്കണ്ട, i നോക്കണ്ട, ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 1 + i ഇൻറ്റു 1 + i ആയി നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു. ഇതെന്താണ്? 1 + i ദ ഹോൾ സ്ക്വയർ ആയി. ഇവിടെ താഴെ 1 + 1 ആൻസർ 2 ആയില്ലേ? അതായത് a ഇൻറ്റു a എന്ന് പറഞ്ഞാൽ എന്താ? a². അപ്പോൾ ഇതൊരു 1 + i ആണ്, ഇതൊരു 1 + i ആണ്. രണ്ട് 1 + iയുടെ പ്രോഡക്റ്റ് എപ്പോഴും എന്തായിരിക്കും? ഒരു 1 + i ദ ഹോൾ സ്ക്വയർ വരും. അതങ്ങനെ തന്നെ എഴുതി. ഇത് 1² 1² 1 + 1 2 എഴുതി. ഇനി നമ്മൾ നോക്കാം 1 + i ദ ഹോൾ സ്ക്വയർ നമ്മൾ 2i ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 2 ഇത് രണ്ടും വെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കോംപ്ലക്സ് നമ്പർ എന്തെന്ന് കിട്ടി? Z ഈസ് ഈക്വൽ ടു i എന്ന് കിട്ടി. ക്ലിയർ ആയല്ലോ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. Z ഈസ് ഈക്വൽ ടു 4 - 2i ഡിവൈഡഡ് ബൈ 3 + 5i ആണ് ഒരു ക്വസ്റ്റ്യൻ. ഇതുപോലെ തന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. എന്താ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് നോക്കി?
ദാറ്റ് ഈസ് ഈക്വൽ ടു 4 - 2y അങ്ങനെ തന്നെ എഴുതി ഇൻറ്റു ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 3 - 5y ഡിവൈഡഡ് ബൈ 3 - 5y ബൈ 3 + 5y. അതായത് ഇവിടെ നമ്മുടെ ക്വസ്റ്റിനകത്ത് ഈ ഡിനോമിനേറ്റർ എന്താണോ അതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് താഴെ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് മൈനസ് കൊണ്ട് താഴെ മുകളിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഇനി 3യുടെ സ്ക്വയർ എന്നാ 9, ഈ 5ൻ്റെ സ്ക്വയർ 25. വേറെ ഒരു നമ്പർ നമ്മളവിടെ നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു 4 × 3 - 5y ആയി -2y × 3 - 5y ആയി. അതായത് ഈ നമ്പറിന് നമ്മൾ ഇതുകൊണ്ട് പ്രോഡക്റ്റ് ചെയ്തു. ഈ -2യെ ഇതിന് 2yയെ 3 - 5y കൊണ്ട് പ്രോഡക്റ്റ് ചെയ്തു. ഇത് പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 4 × 3 12 വരും, -4 × -5y ദാറ്റ് ഈസ് ഈക്വൽ ടു 20i വരും. ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6i വരും. ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ നെഗറ്റീവും പോസിറ്റീവും i × i സ്ക്വയർ ആവും. 2 × 5 10 ആവും. അപ്പോൾ 10i സ്ക്വയർ എന്ന് വരും ഡിവൈഡഡ് ബൈ 25 9 34 നമുക്ക് ആൻസർ കിട്ടും. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. ഈ 12 അങ്ങനെ തന്നെ എഴുതി. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ -26i വരും. ഇത് നമുക്ക് -10 വരും. കാരണം എന്താ, ഈ i സ്ക്വയറിന്റെ വാല്യൂ -1 ആണ്. ആ മൈനസും പോസിറ്റീവ് 10 കൂടെ കൂടുമ്പോൾ മൈനസ് ആവില്ലേ? അപ്പം -10 വരും ഡിവൈഡഡ് ബൈ 34 വരും. അപ്പം 12 -10 എന്ന് പറഞ്ഞ് ഇത് രണ്ടും കൂടെ വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് എഴുതാം. -10 ഒരുമിച്ച് എഴുതി. ഇത് 26i കൊടുത്തു ഡിവൈഡഡ് ബൈ 34 വന്നു. 12 - 10 എത്രയാണ് മക്കളെ? 2 വന്നു. 2 - 26i ഡിവൈഡഡ് ബൈ 34 ആയി. ഇതിന് നമ്മൾ a+ib രൂപത്തിൽ എഴുതുമ്പോൾ 2 ഡിവൈഡഡ് ബൈ 34 -26i ഡിവൈഡഡ് ബൈ 34 ആയി. അപ്പൊ a+ib ഫോമിലായി. ഡിവിഷൻ ശരിക്കും മനസ്സിലായല്ലോ അല്ലേ? നമ്മൾ നെക്സ്റ്റ് ഇതിനകത്ത് പഠിക്കാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞത്. മോഡുലസ് നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോയതാണ്, പക്ഷെ അതിനകത്ത് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട് മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഇപ്പൊ ഇസഡ് എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അത് ഈക്വൽ ടു a+ib ആണെങ്കിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മോഡുലസ് ഇസഡ് എന്ന് പറഞ്ഞാൽ √a² + b² ആണ് നമ്മുടെ മോഡുലസ് ഇസഡ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് നോക്കാം ഒന്നിൽ കൂടുതൽ നമ്പേഴ്സ് തന്നാ. ഇപ്പൊ മോഡ് Z1 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാലും മോഡ് Z1 ദ ഹോൾ ബാർ കോൺജുഗേറ്റ് കണ്ടിട്ട് അതിന്റെ മോഡുലസ് എടുത്താലും സാധാ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് എടുത്താലും സെയിം ആണ്. ഇതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത്. രണ്ടാമത്തെ പ്രോപ്പർട്ടി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മോഡ് Z1 Z2 ആണെങ്കിൽ ഇതിനെ നമുക്ക് ഓരോന്നിനും സെപ്പറേറ്റ് ഈ വര മുറിച്ച് കൊടുക്കാം. മോഡുലസ് Z1 Z2 എന്ന് പറയുന്നത് മോഡ് Z1 × മോഡുലസ് ഓഫ് Z2 എന്ന് എഴുതാം. ഇതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി പറയുന്നത്. മൂന്നാമതൊരു പ്രോപ്പർട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മോഡ് Z1 ബൈ മോഡ് Z2 എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് Z1 × മോഡുലസ് ഓഫ് ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് Z1 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് Z2 ആയിരിക്കും. ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ എങ്ങനെ പ്രോബ്ലത്തിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന നോക്കാം. നമുക്ക് ഒന്നാമത്തെ എടുക്കാം. ഒന്നാമത്തേന് ഒരു എക്സാമ്പിൾസ് നോക്കാം. ഇപ്പൊ ഇവിടെ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ Z ഈസ് ഈക്വൽ ടു 1 + i ആന്ന് വെച്ചു. അപ്പൊ ഇതിന്റെ മോഡുലസ് Z എന്ന് പറഞ്ഞാൽ എന്താ? √1² പ്ലസ് iയുടെ കോഎഫിഷ്യന്റ് 1² വരും. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + 1 ആൻസർ ഈസ് √2 വരും. ഇതിന്റെ കോൺജുഗേറ്റ് എടുക്കുകയാണ്. Z ബാർ എടുത്തു കഴിഞ്ഞാൽ ഇതെന്താ മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - i വരും. കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ടിന്റെ സൈൻ നേരെ ഓപ്പോസിറ്റ് ആവും. ഇനി ഇതിന്റെ മോഡുലസ് നിങ്ങൾ എടുത്തു നോക്കിയേ, അപ്പോഴും നമുക്ക് കിട്ടും 1² വരും. ഇവിടെ നമ്മൾ iയുടെ കോഎഫിഷ്യന്റ് -1 ആണ്. -1² വരും. -1² എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 1 ആണ്. അപ്പൊ 1 + 1 വരും. ആൻസർ ഈസ് √2 വരും. അപ്പൊ ഇത് രണ്ടും ഈക്വൽ അല്ലേ? മോഡുലസ് അപ്പൊ നമുക്ക് എന്നെ കിട്ടിയ മോഡ് Z² എന്ന് പറഞ്ഞാലും മോഡ് Z ബാർ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാലും സെയിം ആണ് കിട്ടി. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോംപ്ലക്സ് നമ്പർ തന്നേക്കുവാണ്. Z ഈസ് ഈക്വൽ ടു 1 + i × 2 + 3i ആണ് നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നേക്കണമെന്ന് വെച്ചോ. ഇതിന്റെ മോഡുലസ് Z കണ്ടുപിടിക്കണം. നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് മോഡുലസ് Z കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ മോഡ് 1 + i × മോഡ് 2 + 3i കൊടുക്കുക. നമ്മുടെ ഈ ക്വസ്റ്റിനകത്ത് തന്നെ കൊടുത്തു. മാഗ്നിറ്റ്യൂഡ് കൊടുത്തു, മോഡുലസ് കൊടുത്തു. ഇതിന്റെ നമ്മുടെ പ്രോപ്പർട്ടി അനുസരിച്ച് ഓരോന്നിനെയും മോഡുലസ് കൊടുക്കാം. മോഡ് 1 + i വരും. മോഡ് 2 + 3i വരും. ഇവിടെ എങ്ങനെ എഴുതാം? അപ്പൊ ഇതിന്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ √1 + 1 അല്ലേ? ഇവിടെ എന്ത് വരും? ഇപ്പൊ 2ന്റെ സ്ക്വയർ 4 വരും. 3യുടെ സ്ക്വയർ 9 വരും. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു √2 × √13 വരും. അപ്പൊ അവിടെ ആൻസർ ആയി. ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് സമയം കളയേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ പ്രോപ്പർട്ടി അനുസരിച്ച് Z 1 + i × 2 + 3i ആയ മോഡുലസ് Z എന്ന് പറഞ്ഞാൽ ഇതിന് ഓരോന്നിനും കൊടുക്കാം. അപ്പൊ മോഡ് 1 + i × 2 + 3i ഇത് മോഡുലസ് എടുത്ത് കഴിയുമ്പോൾ ഇതിന്റെ മോഡുലസ് ആ വര കൊടുത്തു. ഇതിന് ഒരു വര കൊടുത്തു. അപ്പൊ മോഡ് 1 + i നമ്മൾ എന്താ എഴുതി? ഇതിന്റെ 1ന്റെ സ്ക്വയർ 1 എഴുതി. ഈ iയുടെ കോഎഫിഷ്യന്റ് 1 എഴുതി. അപ്പൊ 1² 1 വരും.
ഈ 2ന്റെ സ്ക്വയർ എന്താ മക്കളെ 4, ഈ 3യുടെ സ്ക്വയർ 9. അപ്പോൾ 1 + 1 2, 4 + 9 എന്ന് പറഞ്ഞാൽ 13 കിട്ടും. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Z ഈസ് ഈക്വൽ ടു 1 + 3i × 5 - 2i ആന്ന് വെച്ചോ. ഇവിടെ നമ്മൾ മോഡ് Z എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ കൊടുക്കുവാണെങ്കിൽ മോഡുലസ് ഓഫ് 1 + 3i വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 - 2i ഒന്നിച്ച് മോഡുലസ് കൊടുത്തു. ഇതിനെ സെപ്പറേറ്റ് മോഡുലസ് കൊടുക്കാം. അപ്പോൾ 1 + 3i ആയി, സെപ്പറേറ്റ് 5 - 2i ആയി, മോഡുലസ് കൊടുത്തു. ഇതിനെ എങ്ങനെ എഴുതാം? √1 + 9 എഴുതാം. ഇതിനെ √25 + 4 എഴുതാം. കാരണം 1ന്റെ സ്ക്വയർ 1 എഴുതി, ഈ 3ന്റെ സ്ക്വയർ 3 എഴുതി, 5ന്റെ സ്ക്വയർ 25, 2ന്റെ സ്ക്വയർ 4. വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഒറ്റയടിക്ക് നമുക്ക് ആൻസർ എഴുതാം. അപ്പൊ ഇവിടെ ആൻസർ എന്താന്ന് നോക്കി, √10 വരും, ഇത് √29 വരും. ഇതിന്റെ മോഡുലസിന്റെ ആൻസറായി. ഇനി ഇതേപോലെ നമുക്ക് ഡിവിഷൻ വന്നാൽ എങ്ങനെ വരും നോക്കാം. ഫസ്റ്റ് വൺ, ഇവിടെ Z ഈക്വൽ ടു നമ്മുടെ 1 + i / 1 - i × 2 + 3i ആണെന്ന് വെച്ചോ. ഇതിന് നമ്മൾ മോഡുലസ് കണ്ടുപിടിക്കും. ഈ ഒരു ക്വസ്റ്റിനകത്ത് നമുക്ക് എന്താ അറിയാം? ഡിവിഷനകത്ത് ഓരോന്നിനും സെപ്പറേറ്റ് മോഡുലസ് കൊടുക്കണം. മോഡ് 1 + i എഴുതാം, ഡിവൈഡഡ് ബൈ മോഡ് 1 - i എഴുതാം, ഡിവൈഡഡ് ബൈ മോഡ് 2 + 3. എവിടെയൊക്കെ കിടക്കുന്നു? നമ്മൾ സബ്ട്രാക്ഷനകത്തും അഡീഷനകത്തും മാത്രമാണ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് മോഡുലസ് കൊടുക്കാൻ പറ്റില്ലാത്തേ ഉള്ളൂ. അപ്പോൾ ഇൻറ്റു വന്നാലും ഡിവിഷൻ വന്നാലും ഇതുപോലെ നമുക്ക് എല്ലാം ഇപ്പം നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുവാണെങ്കിലോ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് അതിനെ ഡിവൈഡ് ചെയ്യണം, എന്നിട്ട് വേണം a + ib യുടെ രൂപത്തിലാക്കണം, എന്നിട്ട് വേണം അതിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കുക. അതിനെയൊന്നും നമുക്ക് ആവശ്യമില്ല. ഇവിടെ എല്ലാം ഇൻറ്റുവും ഡിവിഷനും ആണെങ്കിൽ നേരെ നമുക്ക് ഇതുപോലെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആൻസർ 1ന്റെ സ്ക്വയർ വന്നു, പ്ലസ് ഐയുടെ കോഎഫിഷ്യന്റ് 1, 1ന്റെ സ്ക്വയർ വന്നു, ഇവിടെ √, ഈ 1ന്റെ സ്ക്വയർ വന്നു, ഇവിടെ -1ന്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ -1 സ്ക്വയർ വന്നു, ഇവിടെ 2ന്റെ സ്ക്വയർ 4, 3യുടെ സ്ക്വയർ 9. ഇതിങ്ങനെ എഴുതിയാലും മതി. ഇങ്ങനെ ഓരോന്നും സ്ക്വയർ ഇട്ട് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായി നോക്കിയാൽ മക്കളെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + 1 വന്നു, താഴെ 1 + 1 വന്നു, താഴെ 9, 4, 13 വന്നു. അപ്പോൾ √2 ഡിവൈഡഡ് ബൈ √2 × √13 വരും. ഇത് രണ്ടും വെട്ടിപ്പോവും. അപ്പോൾ ആൻസർ ഈസ് 1/√13. അപ്പം ഇത് ഇങ്ങനത്തെയുള്ള എല്ലാ പ്രോബ്ലം നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലെ ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ ഇതിനകത്ത് തന്നെ കോംപ്ലക്സ് നമ്പറിനകത്ത് പാർട്ട് 2 ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. ഒരു 2 കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ റിയൽ പാർട്ട് ഈക്വൽ ആയിരിക്കും, ഇമാജിനറി പാർട്ട് ഈക്വൽ ആയിരിക്കും. ഇപ്പം Z എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പർ ആണ്, a + ib ആണ്. രണ്ടാമത്തെ Z1 എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ c + id ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ Z ഈക്വൽ ടു Z1 എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? a + ib = c + id എന്ന് കൊടുക്കാം. അപ്പം a = c ആയിരിക്കും, b = d ആയിരിക്കും. അതായത് ആ കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്യാം, ഇമാജിനറി പാർട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പറിനകത്തുള്ള ഇക്വാളിറ്റി എന്ന് പറയും. ഇപ്പം ഇവിടെ നമുക്കൊരു കോംപ്ലക്സ് നമ്പർ തന്നിട്ടുണ്ട്, 3 + 2i ആണ് ഈക്വൽ ടു x + iy ആണെങ്കിൽ ഇവിടെ നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കാം. വളരെ സിമ്പിൾ ആണ്. ഇവിടുത്തെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ആണ്. ഇവിടുത്തെ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? x ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് 3 എന്ന് എഴുതാം. അതുപോലെ ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റിംഗ് ദ ഇമാജിനറി പാർട്ട്. അപ്പോൾ അവിടെ വരുമ്പോൾ ഇവിടെ ഏത് വരും? ഇവിടെ ഏത് വരും? 2 വരും അല്ലേ? ഇവിടെ എന്താണ് വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു y വരും. അപ്പോൾ നമ്മുടെ 2 = y എന്ന് കിട്ടും. നമുക്ക് അനദർ എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ്, 4x + 3 - 2y × i ഈസ് ഈക്വൽ ടു -i + 6 ആണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ തന്നേക്കണം. ഇവിടെ നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റിംഗ് ദ റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ റിയൽ പാർട്ട് 4x വരും. അപ്പോൾ 4x എഴുതി. ഇവിടെ റിയൽ പാർട്ട് ഏതാ മക്കളെ? 6 അല്ലേ? അപ്പോൾ = 6 വരും. അപ്പോൾ നമ്മുടെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏതായിരിക്കും? 6/4 വരും. അതായത് നേരെ ഈ 4 6ൻ്റെ താഴേക്ക് പോകും. അപ്പോൾ 6/4 വരും. ഇനി രണ്ടാമത്തെ ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 3 - 2y = നമുക്ക് 1 വരും. കാരണം ഇവിടെ ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ 3 വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം കേട്ടോ. i എഴുതാം, ഇപ്പുറത്തെ എഴുതാം, എന്നിട്ട് ഈ i വെട്ടി കളഞ്ഞ് എഴുതാം. അങ്ങനെയും ചെയ്യാം. 2 ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. അപ്പോൾ 3 - 2y = 1 വരും. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്? -2y = 1 - 3 വരും. കാരണം ഈ 3യെ നേരെ ഇക്വേഷൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ സൈൻ എന്താവും? ഓപ്പോസിറ്റ് ആവും. അപ്പോൾ 3 എന്തായി? -3 ആയി. ഉള്ള 1 അങ്ങനെ തന്നെ ഇറക്കി എഴുതി. ഇനി ഇവിടെ നോക്കുക, -2y അവിടെ നിർത്തി. ഈ 1 - 3 എന്താ? -2 അല്ലേ? അപ്പോൾ ഈ മൈനസും ഈ മൈനസും എന്തായി പോകും? ക്യാൻസൽ ആയി പോകും.
അപ്പോൾ y ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 2 ആവും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് നമ്മൾ പഠിക്കാനാണ് സം ആൻഡ് ഡിഫറൻസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ ആണ്. എന്താണ് സം ആൻഡ് ഡിഫറൻസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ? ഒരു രണ്ട് കോംപ്ലക്സ് നമ്പർ തന്നാൽ അതിൻ്റെ സം എടുക്കണം, അതിൻ്റെ ഡിഫറൻസ് എടുക്കണം. ഇതാണ് നമ്മുടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ Z1 ഈക്വൽ ടു നമുക്ക് 3 + 4i ഒരു കോംപ്ലക്സ് നമ്പർ നിൽക്കുക. Z2 എന്ന് പറയുന്നത് അനദർ കോംപ്ലക്സ് നമ്പർ 4 + 2i. ഈ രണ്ട് കോംപ്ലക്സ് നമ്പറുകൾ തമ്മിൽ നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ എന്താ മക്കളെ? Z1 + Z2 എടുക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ നമ്പേഴ്സുകൾ ഈ കോംപ്ലക്സ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ റിയൽ പാർട്ട് തമ്മിൽ കൂട്ടാൻ പോകും. അപ്പോൾ റിയൽ പാർട്ട് ഏതാ? 3 ആണ്, ഇവിടെ ഏതാ? 4 ആണ്. അപ്പോൾ 3 + 4 എന്ത് വരും? 7 വരും. സാധാ പോലെ 4i + 2i എന്ത് വരും? 6i വരും. അപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പറിനെ തമ്മിൽ കൂട്ടുമ്പോൾ അതിൻ്റെ റിയൽ പാർട്ട് തമ്മിൽ കൂട്ടണം, എന്താണ് ഇമാജിനറി പാർട്ട് തമ്മിൽ കൂട്ടണം. എപ്പോഴും അങ്ങനെ കൂട്ടാൻ നമ്മൾ ചുമ്മാ കൂട്ടി എഴുതി വെക്കരുത്. റിയൽ പാർട്ട് കൂട്ടണം, പിന്നെ ഇമാജിനറി പാർട്ട് കൂട്ടണം. അങ്ങനെ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 7 + 6i. ഈ Z1 + Z2 വീണ്ടും ഒരു കോംപ്ലക്സ് നമ്പർ തന്നെയല്ലേ? അല്ലേ? ഈ 7 ഇമാജിനറി പാർട്ടുണ്ട്, റിയൽ പാർട്ടുണ്ട്. അപ്പോൾ ഇത് എന്ത് തന്നെയാണ്? ഒരു കോംപ്ലക്സ് നമ്പറാണ്. അപ്പം നമുക്ക് പറയാൻ പറ്റും അഡീഷൻ ഈസ് ക്ലോസ്ഡ് എന്ന് പറയാൻ പറ്റും. നമ്മൾ വെറുതെ ഒന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടി പറയുന്നുള്ളൂ. അഡീഷൻ എന്താണ്? ക്ലോസ്ഡ് ആണ്. ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ രണ്ട് നാച്ചുറൽ നമ്പറിൻ്റെ തുക നാച്ചുറൽ നമ്പർ തന്നെയാണെങ്കിൽ എന്താണ്? അതിനെയാണ് നമ്മൾ ക്ലോസ്ഡ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിപ്പോൾ രണ്ട് റോസാപ്പൂ എടുത്താൽ നമ്മളത് രണ്ടും കൂടെ എന്ന് പറയും 2 റോസ് എന്ന് പറയും, അല്ലേ? അപ്പം അത് 2 റോസിൻ്റെ തുക 2 റോസ് തന്നെയാണ്, 2 റോസാപ്പൂ എന്നാണ് പറയണമെങ്കിൽ. അപ്പോൾ രണ്ട് നാച്ചുറൽ നമ്പറിൻ്റെ തുക ഒരു നാച്ചുറൽ നമ്പർ തന്നെയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയാം? നാച്ചുറൽ നമ്പേഴ്സ് ആർ ക്ലോസ്ഡ് എന്ന് പറയും. അപ്പോൾ Z1 ഒരു കോംപ്ലക്സ് നമ്പറാണ്, Z2 ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ Z1 + Z2 വിച്ച് അഗെയിൻ എ കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. അതാണ് നമ്മുടെ അഡീഷൻ ക്ലോസ്ഡ് എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഇവിടെ ഒന്ന് ക്ലോസ്ഡ്, ഒന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ Z1 + Z2 എന്ന് പറഞ്ഞാൽ വിച്ച് അഗെയിൻ എ കോംപ്ലക്സ് നമ്പർ, വിച്ച് അഗെയിൻ എ കോംപ്ലക്സ് നമ്പർ. Therefore addition is closed എന്ന് പറയാം. addition is closed. ഇനി ഇവിടെ നോക്കിക്കേ, ഈ Z1 + Z2 എന്ന് എഴുതിയാലും Z2 + Z1 എന്ന് എഴുതിയാലും മാറ്റം ഉണ്ടാവും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ റൂൾ അവിടെ പറയാൻ പറ്റും. അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാൻ പറ്റും. അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് ആന്ന് പറയും. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്നാ? ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. 1 + 2 എന്ന് പറഞ്ഞാലും 2 + 1 എന്ന് പറഞ്ഞാലും ഇവിടെയും 3 ഇവിടെയും 3 ഇങ്ങനെ പറയുന്നതിനെയാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ Z1 + Z2 കോംപ്ലക്സ് നമ്പറാണ്. തിരിച്ച് Z2 + Z1 എന്ന് പറഞ്ഞാലും അതെന്ത് തന്നെയാണ്? കോംപ്ലക്സ് നമ്പർ ആയതുകൊണ്ട് അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാൻ പറ്റും. ഇത് റൂളാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പറിനെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റിയൽ പാർട്ട് തമ്മിൽ കൂട്ടണം, പിന്നെ എന്താണ് ഇമാജിനറി പാർട്ട് തമ്മിൽ കൂട്ടണം. ഇതാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. Z1 എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോംപ്ലക്സ് നമ്പർ 1 - i ആണ്. Z2 എന്ന് പറയുന്നത് നമ്മുടെ കോംപ്ലക്സ് നമ്പർ 3 + 4i ആണ്. ഈ രണ്ട് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യണം. അപ്പം Z1 + Z2 എന്ന് പറഞ്ഞാൽ 1 - i + 3 + 4i വരും. ഇത് രണ്ട് തമ്മിൽ കൂട്ടണം. ഞാൻ ഇങ്ങനെ എഴുതി കൂട്ടാം. അപ്പോൾ 1ഉം 3ഉം കൂട്ടി 4, റിയൽ പാർട്ട് തമ്മിൽ കൂട്ടി. -i + 4i കൂട്ടി കഴിയുമ്പോൾ 3i. അപ്പോൾ നമ്മുടെ കോംപ്ലക്സ് നമ്പർ ഏത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 4 + 3i കിട്ടും. അപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പർ ഏത് തന്നാലും ഇതുപോലെ റിയൽ പാർട്ട് തമ്മിൽ കൂട്ടണം, ഇമാജിനറി പാർട്ട് തമ്മിൽ കൂട്ടണം. ഇപ്പം മൂന്നാമതൊരു എക്സാമ്പിൾ നോക്കാം. Z ഈസ് ഈക്വൽ ടു 1 + i - i × 2 + 3i ആന്ന് വെച്ചോ. ഈ രണ്ട് കോംപ്ലക്സ് നമ്പർ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ തന്നേക്കുവാണ്. അപ്പോൾ ആദ്യം നമ്മൾ 1 + i എഴുതും. ഇനി ഇതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ -2i വരും. ഇതിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ -3i² വരും. ഇതിനെ നമ്മൾ 1 എഴുതും. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു -i കിട്ടും. ഇവിടെ -3 വരും. i² വാല്യൂ എന്താ മക്കളെ? -1 അല്ലേ? അപ്പോൾ -1 വരും. അപ്പോൾ നമ്മുടെ ആൻസർ എന്നായി നോക്കിയേ? 1 - i + 3 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 - i വരും. അപ്പോൾ നമ്മുടെ കോംപ്ലക്സ് നമ്പർ എന്ത് കിട്ടി? 4 - i. നോക്കിക്കേ നിങ്ങൾ, ഈ 4 - i എന്ത് തന്നെയാണ്? കോംപ്ലക്സ് നമ്പർ അല്ലേ? അപ്പോൾ നമുക്കിതുകൊണ്ട് അഡീഷൻ എന്താന്ന് പറയാൻ പറ്റും? ക്ലോസ്ഡ് ആണെന്ന് പറയാൻ പറ്റും. നമ്മൾ അടുത്തൊരു ടോപ്പിക്കാണ് നമുക്കിവിടെ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്.
അപ്പോൾ എ പ്ലസ് ഐ ബി ഈക്വൽ ടു പി പ്ലസ് ഐ ക്യു ഡിവൈഡഡ് ബൈ പി മൈനസ് ഐ ക്യു ആണ്. റൂട്ട് ഓഫ് പി പ്ലസ് ഐ ക്യു ഡിവൈഡഡ് ബൈ പി മൈനസ് ഐ ക്യു. അങ്ങനെയാണെങ്കിൽ പ്രൂവ് ദാറ്റ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം മക്കളെ, നമ്മുടെ ക്വസ്റ്റ്യൻ ആദ്യം എഴുതണം എ പ്ലസ് ഐ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് പി പ്ലസ് ഐ ക്യു ഡിവൈഡഡ് ബൈ പി മൈനസ് ഐ ക്യു എന്ന് എഴുതണം. ഇതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കണം. ഇനി നമ്മുടെ ഈ ക്വസ്റ്റിനകത്ത് തന്നെ പുട്ട് ഐക്ക് പകരം നമ്മൾ മൈനസ് ഐ കൊടുക്കണം. അപ്പോൾ പുട്ട് ഐക്ക് പകരം ഏത് കൊടുക്കണ്ടേ, പുട്ട് ഐ ഈക്വൽ ടു മൈനസ് ഐ. രണ്ട് സൈഡിൽ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് എ പ്ലസ് ഐ ബി എന്നുള്ളത് എ മൈനസ് ഐ ബി ആവും. ഇവിടെ എന്ത് വരും, റൂട്ട് ഓഫ് ഈ പി പ്ലസ് എന്ന് പറഞ്ഞാൽ മൈനസ് ആവും, ഐ ക്യു ആവും. ഇവിടെ പി മൈനസ് എന്താവും, പ്ലസ് ഐ ക്യു ആവും. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കണം. അപ്പം നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എ പ്ലസ് ഐ ബി റൂട്ട് ഓഫ് പി പ്ലസ് ഐ ക്യു ബൈ പി മൈനസ് ഐ ക്യു നമ്മുടെ ക്വസ്റ്റ്യൻ എഴുതണം. ഇനി എ മൈനസ് ഐ ബി എഴുതണം. ഇവിടെ ഈ തന്നേക്കണം പി പ്ലസ് ഐ ക്യു ഡിവൈഡഡ് ബൈ പി മൈനസ് ഐ ക്യുവിൻ്റെ സ്ഥാനത്ത് ഐ എവിടെയുണ്ട് അവിടെയെല്ലാം നമ്മൾ ഓപ്പോസിറ്റ് സൈൻ ആക്കണം. ഇനി എന്ത് ചെയ്യണം, ലെഫ്റ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം, റൈറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഈ ഒരു പ്രോബ്ലം ഇങ്ങനെ തന്നെ ചെയ്യാമോ, അല്ലാതെ ചെയ്യാൻ പോയാൽ നമുക്ക് ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി വരും ഇവിടെ ലെഫ്റ്റ് സൈഡിൽ. റൈറ്റ് സൈഡിൽ എന്ത് വരും, നമുക്കറിയാം പി പ്ലസ് ഐ ക്യു ഡിവൈഡഡ് ബൈ പി മൈനസ് ഐ ക്യു ഇൻറ്റു പി മൈനസ് ഐ ക്യു ഡിവൈഡഡ് ബൈ പി പ്ലസ് ഐ ക്യു എഴുതി. റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചേക്കണേ, റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്ന് പറഞ്ഞാൽ റൂട്ട് എ ബി ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുകൂടാതെ നമുക്കറിയാം എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബിയെ നമ്മൾ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചപ്പോൾ കുറേ പ്രോബ്ലം ഇതേ മോഡൽ ചെയ്താണ്. ഇതിൻ്റെ ഫോർമുല എന്ന് പറയുമ്പോൾ ഒരേ നമ്പർ തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോർമുലയാണ്. ഇതിന് എ സ്ക്വയർ മൈനസ് ഐ ബി ഇത് സ്ക്വയർ എന്ന് എഴുതാം. ഇത് എ സ്ക്വയർ അങ്ങനെ തന്നെ വരും, മൈനസ് വരും. ഐ സ്ക്വയറിൻ്റെ വാല്യൂ -1 ആയതുകൊണ്ട് ഇത് പ്ലസ് വരും, ബി സ്ക്വയർ വരും. അപ്പോൾ ഇത്ര ഒരു സ്റ്റെപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ നേരെ തന്നെ എഴുതാം. ഒരു നമ്പറും അതിൻ്റെ തന്നെ ഓപ്പോസിറ്റായ കോംപ്ലക്സ് നമ്പർ വന്നെങ്കിൽ നമ്മുടെ ഫോർമുല എന്ത് എഴുതാം, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എഴുതാം. നമ്മൾ പഠിച്ചു കഴിഞ്ഞാണിത്. അപ്പോൾ ഇവിടെ നോക്കി ഇതിനെ റൂട്ടിനകത്താക്കുമ്പോൾ ഇവിടെ പി പ്ലസ് ഐ ക്യു ഇൻറ്റു പി മൈനസ് ഐ ക്യു ഡിവൈഡഡ് ബൈ താഴെ എന്ത് വരും, പി മൈനസ് ഐ ക്യു ഇൻറ്റു പി പ്ലസ് ഐ ക്യു വരും, പി പ്ലസ് ഐ ക്യു വരും. അപ്പോൾ ഇവിടെ നോക്കി ഇത് രണ്ടും ഇവിടെ വെട്ടിപ്പോയി, ഇത് രണ്ടും വെട്ടിപ്പോയി, നമുക്ക് റൂട്ട് 1 വരും. അപ്പോൾ ആൻസർ 1 വരും. അപ്പോൾ നമ്മുടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞ റിസൾട്ട് ആയില്ലേ നോക്കിയേ. therefore എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ആയി. ഇത് വളരെ സിമ്പിൾ ആയിട്ടൊരു പ്രോബ്ലമാണ്, എപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണുന്ന ഒരു പ്രോബ്ലമാണ്. ഇതിന് തന്നെ വേറൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ഐ ദെൻ 2 പ്ലസ് ഐ 3 പ്ലസ് ഐ എക്സെട്ര n പ്ലസ് ഐ ഈക്വൽ ടു എ പ്ലസ് ഐ ബി ആണ്. അങ്ങനെയാണെങ്കിൽ 2 ഇൻറ്റു 5 ഇൻറ്റു 10 ഇൻറ്റു എക്സെട്ര എൻ സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് പ്രൂവ് ചെയ്യണം. പ്രൂവ് ദാറ്റ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. ഇവിടെ ഇതേ ഒരു മോഡലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് തന്നേക്കണ ക്വസ്റ്റ്യൻ ആദ്യം നമ്മൾ എടുത്തെഴുതുക. 1 പ്ലസ് ഐ എഴുതി, 1 പ്ലസ് ഐ എഴുതി, 2 പ്ലസ് ഐ എഴുതി, അടുത്ത് 3 പ്ലസ് ഐ എന്ന് എഴുതി, ദെൻ എക്സെട്ര n പ്ലസ് ഐ അങ്ങനെ തന്നെ എഴുതി ഈക്വൽ ടു എ പ്ലസ് ഐ ബി. എ പ്ലസ് ഐ ബി എഴുതി. ഇനി നമ്മൾ എന്താണ്, പുട്ട് ഐക്ക് പകരം മൈനസ് ഐ കൊടുക്കണം. അപ്പോൾ ഇത് 1 മൈനസ് ഐ ആയി. ഇവിടെ എന്തായി, 2 മൈനസ് ഐ ആയി. ഇവിടെ നമ്മൾ 3 മൈനസ് ഐ ആയി, എക്സെട്ര n മൈനസ് ഐ ആയി. ഇവിടെ നമ്മൾ എന്തായി, എ മൈനസ് ഐ ബി ആയി. ഇവിടെ നമ്മൾ ചെയ്ത ഇതാണ്, പുട്ട് ഐ ഈക്വൽ ടു എന്താണ്, ഐ ഈക്വൽ ടു മൈനസ് ഐ കൊടുത്തു. നമ്മുടെ ക്വസ്റ്റിനകത്ത് എവിടെയൊക്കെ ഐ ഉണ്ടോ അവിടെയെല്ലാം നമ്മൾ മൈനസ് ഐ കൊടുത്തു. ഇനി നമ്മളിത് ചെയ്യുന്നത് എന്താണ്, ഈ ലെഫ്റ്റും തമ്മിൽ കറക്റ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ലെഫ്റ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യത്തെ പോലെ റൈറ്റും തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏത് വരും നോക്കിയാൽ വെച്ചിട്ടുണ്ടെങ്കിൽ 1 പ്ലസ് ഐ ഇൻറ്റു 1 മൈനസ് ഐ ഫസ്റ്റ് 1 വരും. രണ്ടാമത്തെ 2 പ്ലസ് ഐ ഇൻറ്റു 2 മൈനസ് ഐ വരും, 2 മൈനസ് ഐ വരും. കാരണം ഇതേ ഇൻറ്റു ഇത്, ഇതേ ഇൻറ്റു ഇത്, ഇതേ ഇൻറ്റു ഇത്, പിന്നെ ഇതേ ഇൻറ്റു ഇത്. അപ്പോൾ നമുക്ക് എക്സെട്ര കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു n പ്ലസ് ഐ ഇൻറ്റു n മൈനസ് ഐ ഈക്വൽ ടു എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി കൊടുത്തു. രണ്ട് സൈഡിലും നമ്മൾ ഈ ഒരുപോലെ മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇത് എന്ത് എഴുതാം കൊച്ചുങ്ങളെ, 1 സ്ക്വയർ പ്ലസ് ഐയുടെ കോഎഫിഷ്യൻറ്റ് 1 സ്ക്വയർ എന്ന് എഴുതാം. കാരണം നമുക്കറിയാം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ആ ഫോർമുല വെച്ചറിയാം. ഇതിനെ എങ്ങനെ എഴുതാം, 2 സ്ക്വയർ പ്ലസ് ഐയുടെ കോഎഫിഷ്യൻറ്റ് 1 ആണ്, 1 സ്ക്വയർ എഴുതാം.
അടുത്ത് വരുമ്പോൾ 3 സ്ക്വയർ പ്ലസ് കണ്ടോ 3 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 സ്ക്വയർ വരും പ്ലസ് എക്സെട്ര. ഇതെന്ത് വരും? n സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു ഇവിടെ a സ്ക്വയർ പ്ലസ് b സ്ക്വയർ വരും. എല്ലാ നമ്പറിനകത്തും നമ്മൾ എന്ത് ചെയ്താൽ മതി? റിയൽ പാർട്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. ഇത് 1 സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 2 അല്ലേ? 2 സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 5 ആ. 3 സ്ക്വയർ പ്ലസ് 9 എന്ന് പറഞ്ഞാൽ 10 ആ. എക്സെട്ര n സ്ക്വയർ പ്ലസ് 1 കിട്ടും ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് b സ്ക്വയർ കിട്ടും നമുക്ക്. അപ്പോൾ നമ്മുടെ ആൻസറായി, നമ്മുടെ റിസൾട്ട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞ റിസൾട്ടായി. അപ്പോൾ ഇവിടെ ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം എപ്പോഴും ഓർക്കണം, a പ്ലസ് ib ഇൻറ്റു a മൈനസ് ib എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേഷനകത്ത് a സ്ക്വയർ മൈനസ് ib ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ അതിനെ എഴുതുമ്പോൾ നമ്മൾ എന്ത് എഴുതിയാൽ മതി? a സ്ക്വയർ പ്ലസ് b സ്ക്വയർ എഴുതിയാൽ മതി. ഈ ഒരു ഫോർമുലയാണ് നമ്മളിവിടെ മൾട്ടിപ്ലിക്കേഷൻ്റെ ഈ ഒരു ഫോർമുലയാണ് നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നത്. ഇതേ മോഡൽ ഏത് ക്വസ്റ്റ്യൻ എന്നാലും ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ.